ഹായ്, ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. പിന്നെ ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഏട്ടാ. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫയലുകളൊക്കെ എൻ്റെ പക്കലല്ലേ. മുന്നേ അറിയിച്ചിരുന്നെങ്കിൽ അതുകൂടി ഇന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യാമായിരുന്നു. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. രഘു, കൊട്ടാരം ഗ്രൂപ്പിൻ്റെ MD സ്ഥാനത്ത് ഞാനിരിക്കുന്നതേ ഉള്ളൂ. മേജർ ഷെയർ ഇവളുടെ പേരിലാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിൽ അവൾ കാണും. നിന്റെ ഓഫീസ് ചാർജ് അവൾക്ക് കൈമാറിയാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. സ്റ്റാഫുകൾക്ക് മുന്നിൽ രഘു നരേന്ദ്രനെ ചോദ്യം ചെയ്തത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. അതയാൾ പ്രകടമാക്കിയ രീതി കണ്ട് രഘു പല്ല് കടിച്ച് ചിരിച്ചു കാട്ടി. എന്തൊക്കെയോ നരേന്ദ്രൻ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് അവൻ കണക്ക് കൂട്ടി. ഇതെല്ലാം കേട്ടിരുന്ന ഗൗരി രഘുവിനെ നോക്കി പുഞ്ചിരിച്ചു. അതവൻ കണ്ടെങ്കിലും രഘുവിൻ്റെ കണ്ണുകൾ പോയത് അവളുടെ സൗന്ദര്യത്തിലായിരുന്നു. കറുപ്പിൽ ചുവന്ന ബോർഡറിലുള്ള സാരിയായിരുന്നു അവളുടെ വേഷം. ചമയങ്ങളൊന്നുമില്ലെങ്കിലും ആ വേഷത്തിൽ അവളെ അതിസുന്ദരിയായി അവന് തോന്നി. അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി. എന്നാൽ ഗൗരി അവൻ്റെ നോട്ടം അവഗണിച്ച് തലവെട്ടിച്ചതും ആരോ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതും കണ്ടു. ആരാണിപ്പോൾ ഇങ്ങോട്ട് കയറുന്നതെന്ന് ചിന്തിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കിയ ഗൗരിയുടെ ഉള്ളു വിറച്ചുപോയി. മുന്നിൽ നിൽക്കുന്നത് അവൻ്റെ പ്രാണൻ രുദ്രനാണെന്ന തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിടഞ്ഞെഴുന്നേറ്റ് അവൾ മുന്നിൽ കാണുന്ന സത്യമോ മിഥ്യയോ എന്നറിയാതെ അവനിൽ നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവളുടെ പ്രവൃത്തികൾ കാണുകയെ രുദ്രൻ്റെ ഉള്ളം അറിയാതെ തുടികൊട്ടി. ഗൗരിയുടെ ഞെട്ടിയുള്ള നിൽപ്പ് കണ്ട് മറ്റുള്ളവർ എന്താണ് നടക്കുന്നതെന്നറിയാതെ അവൾ നോക്കിയ ദിശയിലേക്ക് നോക്കി. മുന്നിൽ കറുത്ത വസ്ത്രം ധരിച്ചു നിൽക്കുന്ന രുദ്രനെ കണ്ട് അവർക്കും പെട്ടെന്ന് ആളെ മനസ്സിലായിരുന്നില്ല. മുൻപൊരിക്കലും അങ്ങനെ ഒരാളെ കണ്ടതായും അവർക്ക് ഓർമ്മ വന്നില്ല. പക്ഷേ രഘു സംശയത്തോടെ അവളെ നോക്കി, പിന്നെ രുദ്രനിലേക്കും. അവൻ തൻ്റെ മുഖത്ത് നിന്നും കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിയതും രഘു ഞെട്ടിത്തിരിച്ചു. രുദ്രൻ! അവൻ്റെ നാവിൽ നിന്നും അറിയാതെ ആ പേര് കേട്ട് അഖിലേഷ് വിശ്വാസം വരാതെ രഘുവിനെയും പിന്നീട് രുദ്രനെയും നോക്കി. തനിക്ക് ഓർമ്മയുള്ള രുദ്രനിൽ നിന്ന് ഇപ്പോഴുള്ള രുദ്രനിലേക്ക് ഒരുപാട് മാറ്റമുണ്ടെന്ന് തോന്നി. ഈ സമയം നരേന്ദ്രനും ശേഖരനും ഉൾപ്പെടെ ഗൗരിയുടെ സഹോദരങ്ങളും മുന്നിൽ രുദ്രനെ കണ്ട് നടുങ്ങി നിൽക്കുകയായിരുന്നു. അവർ തങ്ങളുടെ കുഞ്ഞു പെങ്ങളെ നോക്കി. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവഭേദങ്ങൾ അവർക്ക് അന്യമായിരുന്നു. അവർ നോക്കി നിൽക്കിയ ഗൗരി രുദ്രനെ ലക്ഷ്യമാക്കി നടന്നു. ആദ്യ ചുവടിൽ തന്നെ മരവിച്ച ശരീരഭാരം താങ്ങാനാവാതെ അവൾക്ക് കാലിടറി. വേച്ചു വീഴാൻ പോയ അവൾ അരികിലുണ്ടായിരുന്ന കസാരയിൽ ആശ്രയത്തിനെന്നോണം പിടിച്ചു. ഇതെല്ലാം രുദ്രൻ സാധുകം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കസാരയിൽ ചാരി നിന്ന് ശരീരത്തിന്റെ ബാലൻസ് വീണ്ടെടുത്ത അവൾ രുദ്രന്റെ നേരെ ഉറച്ച മനസ്സോടെ തൻ്റെ ആദ്യത്തെ കാൽ വെച്ചു. അവളുടെ മനസ്സിന്റെ ശക്തി ശരീരവും കാട്ടിത്തുടങ്ങി. പതിയെ മുന്നോട്ട് നടന്ന അവൾ രുദ്രന്റെ മുന്നിൽ ചെന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാഴ്ചകൾ അവ്യക്തമായിരുന്നു. ഒരു കൈകൊണ്ട് കണ്ണു തുടച്ചവൾ രുദ്രനെ തന്നെ ഇമവെട്ടാതെ നോക്കി. ഒരു പതിറ്റാണ്ട് അവനിൽ തീർത്ത മാറ്റങ്ങൾ അവൾ നോക്കിക്കണ്ടു. എന്തൊക്കെ മാറിയാലും അവൻ്റെ കണ്ണിൻ്റെ തിളക്കത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ലെന്ന് അവൾ അറിഞ്ഞു. തൻ്റെ കൈ ഉയർത്തിയവൻ രുദ്രൻ്റെ മിഴികളിൽ തൊട്ടു. ആ സ്പർശനമേറ്റ് തൻ്റെ ഉള്ളിൽ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന അവന് തോന്നി. വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി നിൽക്കെ അവൾ മറുകൈയാൽ അവൻ്റെ ഇടതു കണ്ണിലും തൊട്ടു. എന്നിട്ട് അവിടെ വിരലോടിച്ചു. അവളുടെ കൈകൾ പതിയെ അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയതും ഗൗരി തൻ്റെ കാൽമുട്ടുകൊണ്ട് രുദ്രൻ്റെ അടിനാഭിക്ക് തൊഴിച്ചു. വേദന കൊണ്ട് പൊളഞ്ഞ രുദ്രൻ അമ്മയെന്ന് വിളിച്ചുപോയി. വേദന കൊണ്ട് തൻ്റെ നാഭിയിൽ കൈവച്ച് പൊത്തിയതും ഗൗരി അവൻ്റെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. അടികൊണ്ട് രുദ്രൻ ഗൗരിയെ നോക്കി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വിറച്ചിരുന്നു. കലി തീരാതെ അവൾ രുദ്രന്റെ ഇരുകരണത്തും മാറി മാറി അടിച്ചു. ഓരോ അടിക്കും അവൾ ഏങ്ങിക്കരയുന്നുണ്ടായിരുന്നു. സങ്കടങ്ങൾ പുറത്തു വരാതിരിക്കാൻ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ. വീണ്ടും രുദ്രനെ അടിക്കാൻ കൈ ഉയർത്തിയതും രുദ്രൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവളെ നോക്കി വിളിച്ചു, ഗൗരി! താനേറെ കേൾക്കാൻ കൊതിച്ച ആ വിളി കേട്ടതും ഗൗരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രുദ്രന്റെ നെഞ്ചിലേക്ക് വീണു. ഗൗരിയുടെ ഇരു കൈകളും തന്നെ വരിഞ്ഞു മുറുക്കുന്നത് രുദ്രനും അറിയുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി അടക്കി വച്ചതെല്ലാം തന്നിലേക്കൊരു പുഴ പോലെ ഒഴുകുമ്പോൾ അവനൊരു ശില കണക്കെ നിന്നുപോയി. പക്ഷേ പുഴയുടെ ഒഴുക്കിന് ശിലയുടെ രൂപത്തിൽ മാറ്റമുണ്ടാക്കുവാനുള്ള കഴിവുണ്ടെന്ന് രുദ്രനപ്പോൾ ഓർത്തില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ പുറംചട്ടയിൽ ഗൗരിയുടെ കണ്ണുനീർ പ്രഹരമേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം രുദ്രൻ തൻ്റെ കൈകളാൽ അവളുടെ മുടിയിഴകളിൽ തലോടി. അടുത്ത നിമിഷം തന്നെ രുദ്രൻ്റെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞുപോയി. ഗൗരി തൻ്റെ നെഞ്ചിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന വേദനയിലും അവൻ്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. എന്താ നീ എന്നെ കൊല്ലുമോ കണക്കിന്? എന്ത് കടിയ പെണ്ണെ നീ കടിക്കുന്നേ? രുദ്രൻ ഗൗരിയെ ഒന്ന് കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടി എന്നോണം ഗൗരി തൻ്റെ പല്ലുകൾ ഒന്നുകൂടി ആഴത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് ഇറക്കി. പല്ല് ആഴ്ന്നിറങ്ങിയ മുറിവിലൂടെ രുദ്രൻ്റെ രക്തം നാവിൻ്റെ സ്പർശനത്തിൽ അവൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൾ കടിവിടാൻ ഒരുക്കമായിരുന്നില്ല. അവളുടെ പ്രവൃത്തികൾ കാണുകെ അവൾ ഇപ്പോഴും ആ പഴയ കുറുമ്പിപ്പെണ്ണാണെന്ന് അവന് തോന്നി. ഇങ്ങനെ കടിച്ചു പൊട്ടിക്കാതെ ഗൗരി, കടി കൂടിയാൽ ഞാൻ വന്ന വഴിയെ തിരിച്ചു പോകും, പറഞ്ഞില്ലെന്ന് വേണ്ട, രുദ്രൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അത് കേട്ട ഗൗരി ഞെട്ടിത്തെറിച്ച് കടിവിട്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അടിച്ചു. നീ പോകുവോ? എന്നെ വിട്ടിട്ട് ഇനിയും പോകുവോ? മതിയായില്ലേ നിനക്ക്? എന്നെ ശിക്ഷിച്ച് മതിയായില്ലേ? പറയടാ!
ദേഷ്യം കൊണ്ട് വരച്ച ഗൗരി രുദ്രൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. പറയടാ, നിനക്കെന്നെ ശിക്ഷിച്ച് മതിയായില്ലേ? അത്ര വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? പറയാൻ. സമനില തെറ്റിയ പോലെയുള്ള ഗൗരിയുടെ പെരുമാറ്റം കണ്ട് രുദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഗൗരി, ഞാനൊന്ന് പറയട്ടെ? അവനവളെ സമാധാനപ്പെടുത്താൻ പറഞ്ഞു. വേണ്ട രുദ്ര, ഗൗരി ആരാണെന്നറിയില്ല. ഗൗരിയെ ശിക്ഷിച്ചും മതിയായിട്ടില്ല. നീ പോയിക്കോ, എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോ. പോകുന്നതിന് മുന്നേ എന്നെ കൊന്നിട്ട് പോയിക്കോ. എനിക്ക് മതിയായി ജീവിതം. ഗൗരി, നീ എന്തായി പറയുന്നേ? രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പിടഞ്ഞു മാറി. അവളുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. വേണ്ട, എന്നെ നീ തൊടണ്ട. പകരം ഒന്ന് കൊന്നുതാ. നിന്നെ സ്നേഹിച്ചതിനുള്ള സമ്മാനമായിട്ടൊന്ന് കൊന്നുതാടാ. എനിക്ക് വേണ്ടി അതെങ്കിലും ചെയ്തുതാ. എന്നിട്ട് നീ എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോ. ഗൗരി രുദ്രൻ്റെ കൈ പിടിച്ച് അവളുടെ കഴുത്തിൽ വെച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഗൗരിയുടെ പ്രവൃത്തി കണ്ട് രുദ്രൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു. എന്താ എൻ്റെ ഗൗരിക്കുട്ടി പറഞ്ഞ? എൻ്റെ ഗൗരിക്ക് മരിക്കണമെന്നോ? എൻ്റെ ഗൗരി ജീവനോടെ ഉണ്ടെന്നുള്ള ഉറപ്പിലല്ലേ രുദ്രൻ ഇത്രയും കാലം ജീവിച്ചത്? നിന്റെ പ്രാർത്ഥനയല്ലേ എൻ്റെ ആയുസിൻ്റെ ബലം? അതില്ലായിരുന്നെങ്കിൽ, നീ ഇല്ലായിരുന്നെങ്കിൽ രുദ്രൻ എന്നെ മണ്ണോട് മണ്ണായനെ. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവൻ പറഞ്ഞത് കേട്ട ഗൗരി രുദ്രനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവനും തൻ്റെ ജീവനെ കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. അപ്പോഴും ഗൗരിയുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ നിമിഷം രുദ്രൻ ചുറ്റുമുള്ള ഒന്നിനെയും കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അവൻ്റെ ചിന്തകളും ലോകവും അവളിലേക്ക് മാത്രമായി ഒതുങ്ങിയിരുന്നു. അവർക്ക് ചുറ്റും നിന്ന പലരും നടക്കുന്നത് എന്താണെന്നറിയാതെ കണ്ണുമിഴിച്ചു. അവർക്ക് ഗൗരിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് നരേന്ദ്രൻ്റെയും ശേഖരൻ്റെയും സൂര്യൻ്റെയും എല്ലാം കണ്ണുകളും നിറഞ്ഞിരുന്നു. പക്ഷെ രഘുവിൽ പകയുടെ അഗ്നി പടർന്നു കയറിയിരുന്നു. ദേഷ്യം സഹിക്കാനാവാതെ അവൻ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് ജോസിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. ഉടൻ തന്നെ അതിന് മറുപടിയും വന്നതോടെ രഘുവിൻ്റെ മുഖത്തും ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. രുദ്രനോട് ചേർന്ന് നിൽക്കുന്ന ഗൗരിയെ കാണുകെ അവൻ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് തോന്നിയ വേളയിൽ അവൻ അലറി. നീ കുലം മുടിക്കാനുണ്ടായവളെ, സ്വന്തം അച്ഛനെ കൊല്ലാൻ നോക്കിയവനെ തന്നെ ഇനിയും വേണോടി നിനക്ക്? രഘു രുദ്രനിൽ നിന്നും ഗൗരിയെ വലിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഇരുവരും ചുറ്റുമുള്ളവരെ പോലും നോക്കുന്നത്. മുന്നിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന രഘുവിനെ കണ്ട് ഗൗരി പുച്ഛച്ചിരിയോടെ രുദ്രനോട് ചേർന്ന് നിന്നു. സ്വന്തം തന്തയെ കൊല്ലാൻ നോക്കി ഇവന്റെ കൂടെ നിൽക്കാൻ നാണമില്ലേ ഗൗരി നിനക്ക്? ഒരിക്കൽ നീ അടിച്ചിറക്കിയതല്ലേ ഈ പട്ടിയെ? രഘു അവളോട് പറഞ്ഞു. പക്ഷെ തൻ്റെ മുന്നിൽ നിന്നും ദേഷ്യം കാണിക്കുന്ന രഘുവിനെ കാണുക രുദ്രനെ ചിരിയാണ് വന്നത്. അവൻ രഘുവിന് പിന്നിൽ നിൽക്കുന്ന 5 പേരെയും നോക്കി. നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന അവരെയും ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി രുദ്രൻ ഗൗരിയെ ചേർത്ത് പിടിച്ചു. വിടടാവളെ. അത് കണ്ട രഘു വീണ്ടും അലറി. നീ ആരാടാ അത് പറയാൻ? ഞാൻ എൻ്റെ കഴുത്തിലെ താലിയുടെ ഉടമയോടാ ചേർന്ന് നിൽക്കുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയോട്. നീ ചെയ്തതൊന്നും ഗൗരി അറിയില്ലെന്ന് കരുതിയോ? നിനക്ക് തെറ്റിപ്പോയി. എല്ലാം പണ്ടേ ഞാൻ അറിഞ്ഞതാ. കാത്തിരിക്കുമായിരുന്നു ഞാൻ കണക്കും പലിശയും ചേർത്ത് തീർക്കാൻ. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ഗൗരി, നീ എന്തൊക്കെയായി പറയുന്നേ? നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? രഘുറാം നല്ല അഭിനേതാവാണെന്ന് എന്നേ എനിക്ക് മനസ്സിലായതാണ്. ഇനി നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അവൾ രുദ്രൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ഓഹോ, ഇവൻ പറഞ്ഞതാണോ ഇതൊക്കെ? ഓഹോ, രണ്ടിൻ്റെയും നാടകക്കളി കൊള്ളാം. ഒരു നിമിഷം ഞാനും വിശ്വസിച്ചു പോയി. എത്ര കാലമായി രണ്ടും ചേർന്നുള്ള ഈ കള്ളക്കളി തുടങ്ങിയിട്ട്? കാലം കുറേ ആയോ? പിന്നെ തമ്പുരാനെ എഴുന്നള്ളിക്കാൻ എന്തേ വൈകിയേ? രഘു അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ. അവനെ അടിക്കാനായി കൈയോങ്ങി മുന്നോട്ട് വന്ന ഗൗരിയെ രുദ്രൻ തടഞ്ഞു. അവൾ നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന രുദ്രനെയാണ് കണ്ടത്. അവളെന്തോ പറയാൻ തുടങ്ങിയതും രുദ്രൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു. സംശയത്തോടെ തന്നെ നോക്കുന്ന അവളുടെ കയ്യിലേക്ക് രുദ്രൻ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു പെൻഡ്രൈവ് എടുത്ത് നൽകി. എന്താണിതിൽ? ഗൗരി രുദ്രനോട് ചോദിച്ചു. ഗൗരിക്കുട്ടി ചെന്ന് ഇത് നിങ്ങളുടെ സെർവർ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഇൻസെർട്ട് ചെയ്യ്. അവൾ വീണ്ടും അവനെ നോക്കി നിന്നു. ആ ചെല്ല് ഗൗരിക്കുട്ടി, നിന്റെ രുദ്രനല്ലേ പറയുന്നത്? പിന്നെ നീ അവിടെ നിന്നാ മതി. ഇല്ല, ഞാൻ നിന്റെ കൂടെ നിന്നോളാം. അവൾ ദയനീയമായി രുദ്രനെ നോക്കി. മോള് പറഞ്ഞത് ചെയ്യ്. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ വരും. ഇപ്പോൾ ഞാൻ ഏട്ടന്മാരോടൊന്ന് സംസാരിക്കട്ടെ. അവൻ അവളെ ഉന്തിത്തള്ളി പുറത്താക്കി വാതിലടച്ചു. കുട്ടേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? രുദ്രൻ നരേന്ദ്രനെ നോക്കി ചോദിച്ചു. നരേന്ദ്രന്റെ പിതാവ് രാജശേഖരനും അമ്മ സുമിത്രയും ഒഴിച്ചാൽ രുദ്രൻ മാത്രമായിരുന്നു അയാളെ കുട്ടൻ എന്ന് വിളിച്ചിരുന്നത്. രുദ്ര, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? എവിടേക്ക് തേടി നിന്നെ? നീ പോയി 1 മാസം കഴിഞ്ഞാണ് അച്ഛന് സംസാരശേഷി തിരികെ കിട്ടുന്നത്. അന്നാണ് ഞങ്ങളും അറിയുന്നത് നീ അച്ഛനെ രക്ഷിക്കുകയായിരുന്നുവെന്ന്. അന്നു മുതൽ നിന്നെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. മതി കുട്ടേട്ടാ, പണ്ട് കുഴി കുത്തി മൂടിയതൊന്നും വലിച്ചു പുറത്തേക്കിടാനല്ല ഞാൻ വന്നത്. അതിന് രുദ്രന് താല്പര്യമില്ല. എടാ, ഞങ്ങളൊന്ന് പറയട്ടെ? ശേഖരൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ശേഖരേട്ടാ, അതിനുള്ള സമയം ഇതല്ല. തൽക്കാലം എല്ലാവരും പോയിരിക്കെ. രുദ്രൻ അവർക്ക് കസേര ചൂണ്ടിക്കാട്ടി. രുദ്രനും അവർക്കൊപ്പം ഗൗരിയുടെ കസാരയിലേക്ക് ഇരുന്നു. അപ്പോൾ കുട്ടേട്ടാ, എല്ലാവരുടെയും ഫോൺ ആ ടേബിളിലേക്ക് വച്ചേക്ക്. രുദ്രനെ കൂടാതെ 12 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഗൗരിയുടെ ഏട്ടന്മാരായ നരേന്ദ്രൻ, സുകുമാരൻ, ശേഖരൻ, ആദിത്യൻ, സൂര്യൻ എന്നിവർക്കൊപ്പം രഘുറാം, അഖിലേഷ്, മാനേജർ ആൽവിൻ തോമസ്, പണിക്കരും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജഗന്നാഥൻ, ഗുപ്തകിഷോർ, ദിലീപ് നാരായണൻ, ആനന്ദ ബോസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്.
എല്ലാവരും അവൻ പറഞ്ഞത് കേട്ട് മിഴിച്ച് രുദ്രനെ മിഴിച്ചു നോക്കി. രഘു ദേഷ്യം കൊണ്ട് വിറച്ച് ചാടി എഴുന്നേറ്റു. നീ പറയുന്നതിനൊക്കെ താളത്തിന് തുള്ളാൻ നിന്റെ അച്ഛൻ സമ്പാദിച്ചതൊന്നുമല്ല ഇവിടെയുള്ളത്. രഘു, നീ മിണ്ടാതിരിക്കെ, അവനെന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ, സൂര്യൻ രഘുവിനോട് പറഞ്ഞു. അത് കേട്ട രുദ്രൻ ചിരിച്ചുകൊണ്ട് രഘുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. സൂര്യേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവനെ പോലെയുള്ളവനെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. ഒരിക്കൽ എല്ലാവരും ചേർന്ന് എഴുന്നള്ളിച്ച് നടന്നതല്ലേ. അതിന്റെ പ്രതിഫലം പെങ്ങൾ അനുഭവിച്ചത് കണ്ണു നിറച്ചത് കണ്ടതല്ലേ. എന്നിട്ട് മതിയായില്ലേ നിങ്ങൾക്ക്? ഇരിയുടെ കഴിവറുടെ മോനവിടെ. രഘുവിന്റെ വാക്കുകൾ രുദ്രനിൽ വീണ്ടും രൗദ്രത നിറച്ചിരുന്നു. അവൻ ടേബിളിലടിച്ച് ദേഷ്യപ്പെട്ടതും രഘു ഞെട്ടി. രുദ്രൻ അവനെ ഇരിക്കാൻ കണ്ണു കാണിച്ചതും രഘു വായും പൂട്ടി മിണ്ടാതെയിരുന്നു. പഴയ രുദ്രനെ അവന് ഭയമായിരുന്നു. ഇതുപോലെ ആർക്കെങ്കിലും ഇനി പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അതെനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മതി. ഏവനേലും ഇടയ്ക്ക് കയറിയ ഒരു ദയയുമില്ലാതെ കൊന്നു തള്ളിയിരിക്കും ഞാൻ. അത് കേട്ട് രഘുവും നരേന്ദ്രനും അടക്കം എല്ലാവരും ഞെട്ടി. അവരുടെ മുഖഭാവം കണ്ട് രുദ്രൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലായാൽ അത് ചെയ്തവൻ സത്യമായി ഏറ്റുപറഞ്ഞോണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവന് മാന്യമായി മരണം നൽകും. മറിച്ച് രുദ്രന്റെ മുന്നിൽ പൊട്ടം കളിച്ചാൽ അത് ആരായാലും അവന്റെ ഓരോ എല്ലും ഞാൻ ഒടിക്കും, എന്നിട്ടേ കൊല്ലൂ. രുദ്രൻ പറഞ്ഞത് കേട്ട് രഘു എന്തോ പറയാൻ വന്നതും രുദ്രൻ ചൂണ്ടുവിരൽ വെച്ച് മിണ്ടരുതെന്ന് കാട്ടിയ ശേഷം കഥ പറഞ്ഞു. അപ്പോൾ കഥ ഇങ്ങനെയാ. ഒരിക്കൽ ഒരു യുദ്ധം നടന്നു. 13 ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്നൊരു മഹായുദ്ധം. യുദ്ധം തുടങ്ങിയതു മുതൽ ശത്രുരാജ്യത്തിന്റെ ഓരോ നീക്കവും എതിർരാജ്യം തകർത്തെറിഞ്ഞു. ശത്രുരാജ്യം പഠിച്ച പണി പലതും നോക്കിയിട്ടും തങ്ങളുടെ എതിരാളികളുടെ രോമത്തിൽ പോലും തൊടാനായില്ലെന്ന് മാത്രമല്ല, സ്വന്തം മണ്ണിൽ പോലും ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ തങ്ങളുടെ വജ്രായുധം തന്നെ അവർ പുറത്തെടുത്തു. എതിർരാജ്യത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വജ്രായുധം. അവർ അതുമായി ശത്രുരാജ്യത്തിന്റെ ഏറ്റവും വലിയ പോരാളിയെ ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷെ എതിർരാജ്യത്തിന്റെ തന്ത്രത്തിൽ തട്ടിയ ആ നീക്കവും പരാജയപ്പെട്ടു. പിന്നെയും ദിവസങ്ങൾ കടന്നു. ഒടുവിൽ ഒരു ഡിസംബർ 16-ന് നാണക്കേടിന്റെ ഭാരവും പേറിയ ആ രാജ്യം തോൽവി സമ്മതിച്ചു. പക്ഷെ ഒരു യുദ്ധം തന്നെ തോറ്റിട്ടും അവരെ പരിഹാസരാക്കിയത് അവരുടെ വജ്രായുധത്തിന്റെ പരാജയമായിരുന്നു. വർഷങ്ങൾ പലത് കടന്നിട്ടും ആ പരാജയം അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനു പകരം ചോദിക്കാൻ അവരൊരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി എന്താണെന്ന് നിങ്ങളിൽ ഒരാൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പോൾ എങ്ങനെയാ? ബാക്കി കഥ ആരാ പറഞ്ഞു തരുന്നത്? അതും പറഞ്ഞ് രുദ്രൻ 12 പേരുടെയും മുഖത്തേക്ക് ഉറ്റുനോക്കി. അവന്റെ മുഖഭാവം മുന്നിൽ നിന്നവരിൽ ഭയം നിറച്ചു. അത് കണ്ട രുദ്രൻ അവരെ നോക്കി പറഞ്ഞു, ഡോണ്ട് ലുക്ക് ലൈക്ക് സോ സർപ്രൈസ്ഡ്. എനിക്കറിയാം നിങ്ങളിൽ ഒരാൾക്ക് സത്യം അറിയാം. അതറിയാവുന്നവർ ഒന്നായാലും രണ്ടായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് അവരെ കൊല്ലാൻ സന്തോഷമേ ഉള്ളൂ. പിന്നെ മരണം എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത്രയെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടേ? കുടിലമായ പുഞ്ചിരിയോടെ രുദ്രൻ പറഞ്ഞു. അവൻ പറഞ്ഞതിനെക്കുറിച്ച് ആർക്കും അറിവുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നയാൾ നിഷ്കളങ്കതയുടെയും അമ്പരപ്പിന്റെയും മുഖം മൂടി അണിഞ്ഞ് രുദ്രനെ നോക്കി. മറ്റുള്ളവരുടെയും ഭാവം മറിച്ചായിരുന്നില്ല. അവരുടെ ദയനീയമായ നോട്ടം കണ്ട് രുദ്രന് ചിരി വന്നു. അപ്പോൾ ആരാ സത്യം പറയുക? ആരായാലും വേഗം വേണം. പാഴാക്കി കളയാൻ എനിക്ക് സമയമില്ലെന്ന് നിങ്ങൾക്കറിയാലോ. വീണ്ടും മറുഭാഗത്ത് നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. 12 പേരും നിശബ്ദരായിരുന്നു. മാന്യമായി പറയാൻ ആർക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആരും മിണ്ടുന്നില്ലെന്ന് കണ്ട രുദ്രൻ തന്റെ കൈകൾ കൂട്ടിത്തിരുമ്മി. എങ്കിൽ ശരി, ഞാൻ എൻ്റെ വഴിക്ക് തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യമാണെന്ന്. അവൻ വീണ്ടും എല്ലാവരുടെയും മുഖത്തേക്ക് ഉറ്റുനോക്കി. രുദ്ര, നീ എന്തൊക്കെയാടായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നരേന്ദ്രന് രുദ്രന്റെ മുഖത്തെ രൗദ്രഭാവം കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ടെങ്കിലും അയാൾ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ കുട്ടേട്ടനെ അറിയില്ലെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? രുദ്രൻ സ്വരം കടുപ്പിച്ചു ചോദിച്ചു. എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ ഉത്തരം പറയും? രുദ്രന്റെ കുത്തിയുള്ള ചോദ്യം അയാളെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. എങ്കിൽ കുട്ടേട്ടന് മനസ്സിലാകുന്ന പോലെ പറയാം. കുട്ടേട്ടന്റെ കമ്പനിയുടെ ഒരു കൺസൈൻമെന്റ് മിസ്സായിട്ടില്ലേ? അതും കോടികളുടെ എക്വിപ്മെന്റ്സ്. അത് കുട്ടേട്ടന് അറിഞ്ഞിട്ടില്ലെന്നുണ്ടോ? അതോ സൗകര്യപൂർവ്വം മറന്നതാണോ? രുദ്രൻ അയാളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. എടാ, നീ ആരോടെങ്ങനെ സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങൾ അച്ഛൻ്റെ സ്ഥാനം നൽകുന്ന വ്യക്തിയോടൊരു കള്ളനെ പോലെ ചോദ്യം ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? നരേന്ദ്രനെ രുദ്രൻ ചോദ്യം ചെയ്യുന്നത് കണ്ട ശേഖരൻ ദേഷ്യം കൊണ്ട് പറച്ചു. ശേഖരേട്ടാ, അച്ഛനോ അപ്പൂപ്പനോ ആരുമായിക്കോട്ടെ, ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചിരിക്കും. പിന്നെ ഉത്തരം പറയുന്നത് അത് ശേഖരേട്ടൻ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പറഞ്ഞാൽ മാത്രം മതി. രുദ്രൻ ശേഖരന്റെ തോളിൽ ഇരു കൈകളും അമർത്തിപ്പിടിച്ചു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ നിലതെറ്റിയ ശേഖരൻ കസാരയിലേക്ക് ഇരുന്നു പോയി. പറ ശേഖരേട്ടാ, ആ കൺസൈൻമെന്റ് അതെന്തായിരുന്നു? എവിടേക്കാണ് അത് പോയത്? ഇനി അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാനുള്ള ഭാവമാണെങ്കിൽ അത് കൂടെ നോക്കിയിട്ട് പറ. രുദ്രൻ പ്രൊജക്ടർ പോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. അപ്പോഴേക്കും ഗൗരി അവരുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത പെൻഡ്രൈവ് വഴി മക്ബറ സെർവർ ഹാക്ക് ചെയ്തിരുന്നു. അവൻ കൺസൈൻമെന്റിൽ ഡോക്യുമെന്റ്സ് പ്രൊജക്ടറിലൂടെ അവർക്ക് കാട്ടിക്കൊടുത്തു. അപ്പോഴേക്കും 12 പേരും അത് അത്ഭുതത്തോടെ നോക്കി നിന്നു. രുദ്രൻ ചൂണ്ടിയതും കമ്പ്യൂട്ടർ തനിയെ പ്രവർത്തിക്കുന്നത് കണ്ട് അവർ പരസ്പരം നോക്കി. പിന്നീട് സ്ക്രീനിൽ തെളിഞ്ഞ ഡോക്യുമെന്റ്സിലും അവരുടെ കമ്പനിയിലും ഫ്രഞ്ച് വിദേശ കമ്പനിയും തമ്മിൽ ഒപ്പിട്ട കരാറായിരുന്നു അത്.
രുദ്ര, ഇത് നമ്മുടെ കപ്പൽ നിർമ്മാണ കമ്പനിയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഓർഡർ ചെയ്ത എക്യുപ്മെൻസ് ആണ്. പിന്നെ കൊച്ചിയിൽ നമ്മളൊരു അണ്ടർ വാട്ടർ എക്സ്പോ നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ കണ്ടെയ്നർ പോർട്ടിൽ വെച്ച് മിസ്സാവുകയായിരുന്നു. ഫ്രഞ്ച് കമ്പനി പറഞ്ഞത് അവർ സാധനങ്ങൾ കൃത്യമായി കണ്ടെയ്നർ കയറ്റി അയച്ചുവെന്നാണ്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചെന്നറിയില്ല. പോർട്ട് അതോറിറ്റിയും കസ്റ്റംസും പോലീസും ഇത് അന്വേഷിക്കുന്നുണ്ട്, നരേന്ദ്രൻ പറഞ്ഞു നിർത്തി. അപ്പോഴും അയാളുടെ ഉള്ളിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഭയം എന്ന ഭാവത്തിൽ ഒതുങ്ങി നിന്നു. എൻ്റെ കുട്ടേട്ട, ഈ അന്വേഷണമൊക്കെ ഒരു പ്രഹസനമല്ലേ? കൊള്ളാവുന്ന ആമ്പിള്ളേരായിരുന്നേ മിനിറ്റ് വെച്ച് കണ്ടുപിടിച്ചേനെ. രുദ്രൻ നരേന്ദ്രൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു. അവന് നൽകാൻ മറുപടിയില്ലാതെ നരേന്ദ്രൻ തലതാഴ്ത്തി. അത് കണ്ട രുദ്രൻ നടന്ന് രഘുവിൻ്റെ പിന്നിലെത്തി. അപ്പോൾ എങ്ങനെയാ നടന്നത്? നീ പറയുന്നോ ഞാൻ എൻ്റെ രീതിയിൽ പറയിപ്പിക്കണോ? രുദ്രൻ്റെ വാക്ക് കേട്ട് രഘു അപ്പോൾ AC-യുടെ തണുപ്പിലും വിയർക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങി. അത് സമർത്ഥമായി മറച്ചുകൊണ്ട് അവൻ രുദ്രൻ്റെ നേരെ ദേഷ്യപ്പെട്ടു. നിനക്ക് തലക്ക് വട്ടാണ്. ആരോ കട്ടുകൊണ്ട് പോയത് ഞാൻ എങ്ങനെ അറിയാനാണ്? നീ എന്താ CBI കളിക്കുവാണോ? രഘു പതർച്ചയിലും രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. രുദ്രൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അതിന് ഞാൻ നിന്നോട് ചോദിച്ചോ രഘു? ഞാൻ ഇവനോടല്ലേ ചോദിച്ചേ? എൻ്റെ നരേട്ടൻ്റെ മോൻ അഖിലേഷിനോട്. അവനോട് ചോദിച്ചതിന് നീ എന്തിനാ മറുപടി പറയുന്നത്? നാട്ടിലുണ്ടാകുന്ന ഗർഭമെല്ലാം നിന്റെയാണോ ഇങ്ങനെ കയറി പറയാൻ? ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞോണം, കേട്ടോടാ രഘുരാമ. രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അഖിലേഷിനെ നോക്കി. എന്താടാ, നിനക്ക് നാക്കില്ലേ? ആരുടെ മുന്നിലും തലയെടുപ്പോടെ നിൽക്കുന്ന അച്ഛനെ നീ കണ്ടിട്ടില്ലേ? എന്നിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നത്? രുദ്രൻ അവൻ്റെ തോളിൽ കൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു. നീ ആരടാ നാറി എന്നെ പഠിപ്പിക്കാൻ വരാൻ? രുദ്രൻ ചേർത്ത് പിടിച്ചതും അഖിലേഷ് ദേഷ്യം കൊണ്ട് രുദ്രൻ്റെ കൈകൾ തട്ടിയെറിയാൻ നോക്കി. അവൻ്റെ പ്രവൃത്തി തടഞ്ഞുകൊണ്ട് രുദ്രൻ അഖിലേഷിൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയതും അവൻ വേദന കൊണ്ട് പൊളഞ്ഞു. വിടടാവനെ, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവനെൻ്റെ മകനാ, ഈ നരേന്ദ്രൻ്റെ മകൻ. സ്വന്തം മുതൽ മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും അവനില്ല. നരേന്ദ്രൻ ദേഷ്യം കൊണ്ട് ചാടി എഴുന്നേറ്റു. കുട്ടേട്ടാ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ ആയുസ്സിന് ബലം കുറയുമെന്ന്. അത് അച്ഛൻ്റെ ആയാലും മകൻ്റെ ആയാലും. അത്രയും പറഞ്ഞ രുദ്രൻ മക്ബറ അവന് സമ്മാനിച്ച തോക്ക് അരയിൽ നിന്നെടുത്ത് അഖിലേഷിൻ്റെ തലയ്ക്ക് നേരെ പിടിച്ചു. അത് കണ്ട അഖിലേഷും നരേന്ദ്രനും അടക്കം അവിടെ ഉണ്ടായിരുന്നവർ ഞെട്ടിവിറച്ചു. രഘുവിൻ്റെ കണ്ണുകളിൽ രുദ്രനോടുള്ള ഭയം ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ നാവ് ചലിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രുദ്രൻ തോക്കിൻ്റെ ഹാമർ വലിച്ച് ലോഡ് ചെയ്തിരുന്നു. രുദ്രൻ, എൻ്റെ കുഞ്ഞ്! നരേന്ദ്രൻ രുദ്രനെ നോക്കി അലറി. മകനെ അത്രയേറെ ഇഷ്ടമായിരുന്നു അയാൾക്ക്. നരേന്ദ്രൻ്റെ കണ്ണുകളിൽ രുദ്രനെ എരിച്ചെടുക്കാനുള്ള ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ചുറ്റുമുള്ളവരുടെ വാക്കുകളോ അവരുടെ ആവലാതികളും രുദ്രനിൽ ദയയുടെ കണിക പോലും ജനിപ്പിച്ചില്ല. രുദ്രൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ രഘുവിൻ്റെ കസേര വലിച്ചടിപ്പിച്ച് അതിൽ അഖിലേഷിൻ്റെ അരികിലായിരുന്നു. അവന് പേടികൊണ്ട് തൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്തിനാടാ നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ തെറ്റ് ചെയ്താൽ പേടിച്ചാൽ പോരെ? നീ കുട്ടേട്ടൻ പറഞ്ഞ പോലെ കണ്ടെയ്നർ പോയത് നിന്റെ അറിവോടെ അല്ലെന്നിരിക്കട്ടെ, പക്ഷെ വീണ്ടും നിന്നെ എൻ്റെ അരികിൽ എത്തിക്കുന്ന ഒന്നുണ്ട്. അഖിലേഷ് എന്താ എന്ന മട്ടിൽ അവനെ നോക്കി. മറ്റുള്ളവരുടെയും ചിന്ത അതെന്താകുമെന്നായിരുന്നു. നരേന്ദ്രനും ശേഖരനുമെല്ലാം ഉള്ളുരുകി ദൈവത്തെ വിളിച്ചു. നിനക്കറിയാമോ ഒരു മുരുകനെ? യാർഡ് മുരുകൻ? രുദ്രൻ അഖിലേഷിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു. അഖിലേഷ് അറിയില്ലെന്ന് തലയാട്ടി. ഭയം കൊണ്ട് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ അവനെ നോക്കി ചിരിച്ചു. അത് കൊള്ളാലോടാ, നിനക്കവനെ അറിയില്ല, പക്ഷെ നീ കാണാൻ വന്നത് അവനറിയാം. അവനാണ് നിന്നെ എനിക്ക് കാട്ടിത്തന്നെ. ഏട്ടാ, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അഖിലേഷ് ഭയന്നുകൊണ്ടാണെങ്കിലും ഒരുവിധം പറഞ്ഞു. നീ കേട്ടില്ലടാ എൻ്റെ ചെറുക്കൻ പറഞ്ഞ്. ഇനി നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? അതോ നിനക്ക് ഞങ്ങളെല്ലാം അങ്ങ് കൊല്ലണോ? നീ പ്രതികാരം ചെയ്യുന്നതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. നരേന്ദ്രൻ പറഞ്ഞത് കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. അതൊരു കൊലച്ചിരിയാണെന്ന് എല്ലാവർക്കും തോന്നി. കുട്ടേട്ടാ, ഈ പ്രതികാരം എന്തൊക്കെ പറഞ്ഞാൽ എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത്. അതൊക്കെ ഓർമ്മ വന്ന് ഞാൻ പ്രതികാരം ചെയ്യാൻ നിന്ന താങ്ങൂല ഒരുത്തിനും. പിന്നെ ഇവന് മുരുകനെ അറിയില്ലെങ്കിൽ ഇവനെന്തിനാ അവിടേക്ക് പോയത്? യാർഡിൽ ഇവൻ്റെ പെണ്ണുമ്പുള്ള ഇരിക്കുന്നോ ചുമ്മാ പോകാൻ? അഖിലേഷ് രുദ്രൻ പറഞ്ഞത് കേട്ട് ഒന്ന് ചിന്തിച്ചു. ശരിയാണ്, താനൊരിക്കൽ അവിടെ പോയിരുന്നു. ആ ദിവസം അവൻ ചിന്തിച്ചെടുക്കാൻ ശ്രമിച്ചു. അത് ഓർമ്മ വന്നതും അവൻ്റെ മുഖത്ത് ആശ്വാസമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളിൽ പരിഭ്രമവും. ഏട്ടാ, ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, ഞാനവിടെ പോയിരുന്നു. പക്ഷേ അത് ഏട്ടൻ പറഞ്ഞുകൊണ്ട് ഒന്നിനും വേണ്ടിയായിരുന്നില്ല. അഖിലേഷ് പറഞ്ഞു നിർത്തി രുദ്രനെ നോക്കി. അവനെ തന്നെ ചിരിയോടെ നോക്കുന്ന രുദ്രനെ അവൻ കണ്ടു. പക്ഷെ ആ ചിരിയുടെ അർത്ഥം മാത്രം അവൻ അന്യമായിരുന്നു. ശരി, സമ്മതിച്ചു. പക്ഷെ നീ എന്തിനാ അവിടെ പോയി? അതാണ് എനിക്കറിയേണ്ടത്. രുദ്രൻ അവൻ്റെ ഉത്തരത്തിനായി കാതോർത്തു. ഏട്ടാ, ഞാൻ ഗുപ്തേട്ടനുമായിട്ടാണ് അവിടെ പോയത്. ഗുപ്തനാണ് അവിടെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ. ഞങ്ങളന്നൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അഖിലേഷ് ഒരു കിതപ്പോട് ഗുപ്തനെ നോക്കി പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരിൽ രുദ്രനൊഴികെ എല്ലാവരും ആ പേര് കെട്ടി ഞെട്ടി. ഗുപ്തകിഷോർ എന്ന ഗുപ്തൻ എക്സ്പോർട്ടിംഗ് ഹെഡായി അവിടെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമെങ്കിലും ആയിരിക്കുന്നു. വന്നു ചേർന്ന അന്നു മുതൽ ഇന്ന് വരെ കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ അയാൾ പ്രവർത്തിച്ചിരുന്നുള്ളൂ. ഗുപ്ത, അഖിലേഷ് പറഞ്ഞത് ശരിയാണോ? നീ എന്തിനാ അവിടെ പോയത്? ശേഖരൻ ദേഷ്യത്തോടെ ഗുപ്തനോട് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് രുദ്രനായിരുന്നു. ശേഖരേട്ടാ, ഇവിടെ എൻ്റെ കോടതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്.
ഞാൻ ചോദിക്കും, അതിനുത്തരം മാത്രം പറഞ്ഞാൽ മതി. രുദ്രൻ മുഷിച്ചലോടെ ശേഖരനോട് പറഞ്ഞു. പിന്നെ ഗുപ്തനെ നോക്കി മുന്നോട്ട് നടന്നു. രുദ്രൻ ഓരോ അടി മുന്നോട്ട് വയ്ക്കുന്തോറും ഗുപ്തൻ പിന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. മുന്നിൽ തൻ്റെ ഇര വന്നുപെട്ട വേട്ടക്കാരൻ്റെ മനോഭാവമായിരുന്നു രുദ്രനപ്പോൾ. ഗുപ്തൻ തനിക്ക് മുന്നിൽ ഇനി വഴികളൊന്നുമില്ലെന്ന് മനസ്സിലായതും അപ്രതീക്ഷിതമായി അവൻ രുദ്രന്റെ നേരെ കുതിച്ചു. അവന്റെ ആ നീക്കം കണ്ട രുദ്രൻ തന്റെ അരികിൽ കിടന്ന കസേര ഒരു കൈകൊണ്ട് പിടിച്ച് ഗുപ്തന്റെ കാലിലേക്ക് വട്ടം വീശിയടിച്ചു. അപ്രതീക്ഷിതമായ അടിയേറ്റ് ഗുപ്തൻ നിലത്ത് വീണു. അടിയേറ്റ് ഗുപ്തന്റെ കാൽമുട്ടിന്റെ ചിരട്ട തകർന്നു പോയിരുന്നു. വേദന കൊണ്ട് ഗുപ്തൻ അലറി വിളിച്ചു. അത് കേട്ട രുദ്രന് ചിരിയാണ് വന്നത്. എടാ, ഞാൻ ആദ്യമേ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ തന്നെ നീ എല്ലാം ഏറ്റു പറഞ്ഞിരുന്നേൽ ഇങ്ങനെ നരകിച്ചു കിടന്ന് ചാവേണ്ടി വരുമായിരുന്നോ? രുദ്രൻ അവന് സമീപത്തായി ഇരുന്നു കൊണ്ട് പറഞ്ഞു. വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥയിലും ഗുപ്തൻ രുദ്രനെ ദയനീയമായി നോക്കി. പക്ഷേ കരച്ചിലല്ലാതെ അവന്റെ വായിൽ നിന്നും ഒന്നും പുറത്തു വന്നിരുന്നില്ല. അത് കണ്ട് രുദ്രൻ പറഞ്ഞു, നീ ഇങ്ങനെ നോക്കണ്ട ഗുപ്ത. ശേ, അതല്ലല്ലോ നിന്റെ പേര്. അല്ലേ തന്നെ എനിക്ക് നിന്റെ പേരറിഞ്ഞിട്ടെന്തിനാ? കൊല്ലാൻ കൊണ്ടുപോകുന്ന പോത്തിന്റെ പേരും നാളും അല്ലേ ഗിരിധർ? രുദ്രൻ തന്റെ പേര് പറഞ്ഞത് കേട്ട് ഗുപ്തനെന്ന ഗിരിധർ ഞെട്ടി. അവന്റെ ഞെട്ടൽ ആനന്ദത്തോടെ നോക്കി നിന്ന രുദ്രൻ പൊടുന്നനെ ചിരട്ട തകർന്നവന്റെ കാലിൽ പിടിച്ചു പൊക്കി. വേദന കൊണ്ടവൻ അലറിക്കരഞ്ഞു. കാഴ്ചക്കാരായി നിന്ന മറ്റുള്ളവരിൽ പേര് മാറ്റി തങ്ങളുടെ സ്ഥാപനത്തിൽ കയറിക്കൂടിയ ഗിരിധറിനേക്കാൾ ഞെട്ടിച്ചത് രുദ്രന്റെ പ്രവൃത്തികളായിരുന്നു. അവർ നോക്കി നിൽക്കെ രുദ്രൻ പിടിച്ചുയർത്തിയ കാൽമുട്ടിനെ നോക്കി ആഞ്ഞു ചവിട്ടി. ബൂട്ടുകൊണ്ടുള്ള ചവിട്ടേറ്റ് ഗിരിധറിന്റെ കാൽ ഒടിഞ്ഞു തൂങ്ങി. വേദന സഹിക്കവയ്യാതെ ഗിരിധർ അലറി വിളിച്ചു. ആ കാഴ്ച കാണാൻ വയ്യാതെ നരേന്ദ്രനും ശേഖരനുമെല്ലാം കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോഴേക്കും രുദ്രൻ അവന്റെ രണ്ടാമത്തെ കാലിൽ പിടുത്തമിട്ടിരുന്നു. രുദ്രന്റെ നീക്കം മനസ്സിലാക്കിയ ഗിരിധർ വേദന കൊണ്ട് കരയുന്നതിന്റെ ഇടയിലും അലറിക്കൊണ്ടു പറഞ്ഞു, എന്നെ ഒന്ന് ചെയ്യരുതേ, ഞാൻ പറയാം, എല്ലാം പറയാം. വേദന സഹിക്കാനാവാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് രുദ്രൻ കണ്ടു. അപ്പോഴും അവന്റെ കാലിലെ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ നീ പറ, മംഗലാപുരത്തെ തെരുവിൽ നിന്നും സെന്റ് മേരീസ് ഓർഫനേജിൽ വളർന്ന ഗിരിധർ ഗുപ്ത കിഷോറായ കഥ. പഠനകാലത്ത് മയക്കുമരുന്നിന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തിയത്. പിന്നെ പഠിച്ച് ജോലി നേടിയ ആദ്യ കമ്പനിയെ തന്നെ ഒറ്റി കോർപ്പറേറ്റ് ലോകത്ത് മാമാപ്പണി നടത്തി തുടങ്ങിയത്. പിന്നെ ഒടുവിൽ ഇവിടെ ഗുപ്തകിഷോറായി അവതരിച്ചത്. പറയടാ നാറി നിന്റെ കഥ. രുദ്രന്റെ ശബ്ദം അവിടമാകെ പ്രകമ്പനം കൊള്ളിച്ചു. ആ നിമിഷം തനിക്ക് മുന്നിൽ നിൽക്കുന്നത് മരണമാണെന്ന് ഗിരിധറിന് തോന്നി. ഗിരിധറിന് ഒന്നും തന്നെ പറയാനില്ലെന്ന് തോന്നി. രുദ്രൻ തന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കുന്നു. ദയനീയമായി അവൻ രുദ്രനെ നോക്കി. അത് കണ്ട് കലികേറിയ രുദ്രൻ അവന്റെ രണ്ടാമത്തെ കാലും ചവിട്ടിയൊടിച്ചു. വേദന കൊണ്ട് ഗിരിധർ അലറി. അവന്റെ കരച്ചിൽ ആ മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. നീ എന്താ കരുതിയത്? നിന്റെ കൂട്ടിക്കൊടുപ്പ് കഥ കേൾക്കാനാണ് ഞാൻ വന്നതെന്നോ? നിനക്ക് തെറ്റി ഗിരിധര. ഞാൻ വന്നത് ആ രഹസ്യം തേടിയാണ്. നീ നിന്റെ പുതിയ യജമാനന് വേണ്ടി ചെയ്ത രഹസ്യം. അതും പറഞ്ഞ് രുദ്രൻ അവിടെ കിടന്ന ചെയർ മറിച്ചിട്ട ശേഷം ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന ഗിരിധറിന്റെ കാലിൽ പിടിച്ചു വലിച്ച് അവന്റെ തുട കസാരയുടെ കാലിന്റെ മുകളിൽ വെച്ചു. ഒടിഞ്ഞു തൂങ്ങിയ കാലിൽ പിടിച്ച് രുദ്രൻ വലിച്ചതും വേദന സഹിക്കാനാവാതെ ഗിരിധർ അലറി. പേടികൊണ്ടവൻ തന്റെ പാൻറിൽ മൂത്രമൊഴിച്ചു പോയിരുന്നു. അത് കണ്ട രുദ്രൻ കലിയോടെ അവന്റെ ജനനേന്ദ്രിയത്തിന് ആഞ്ഞു ചവിട്ടി. അമ്മാ! ഗിരിധർ അലറി. അവന് തന്റെ ബോധം നഷ്ടപ്പെടുമെന്ന് തോന്നി. അത് കണ്ടതോടെ രുദ്രൻ അവന്റെ നാഭിയിൽ ചവിട്ടി പിടിച്ചു. കാറാതെ പറയടാ, ആർക്ക് വേണ്ടിയാണ് നീ ഇവിടെ എത്തിയത്? എന്താണ് നിന്റെ പുതിയ യജമാനന്റെ ലക്ഷ്യം? അത് കേട്ട് ഗിരിധർ ദയനീയമായി രുദ്രനെ നോക്കി. എന്റെ മുഖത്തേക്ക് നോക്കാനല്ല പറഞ്ഞ. രുദ്രന്റെ കാലവന്റെ വാരിയലിൽ അമർത്തി പിടിച്ചു. അസ്ഥി പൊടിയുന്ന വേദന കൊണ്ട് ഗിരിധർ അലറി. അയ്യോ അമ്മാ, ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ, ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. അവൻ രുദ്രന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ പറയടാ, എന്നിട്ട് ആലോചിക്കാം കാലെടുക്കണോ വേണ്ടയോ എന്ന്. രുദ്രൻ തന്റെ കാൽ ഒന്നുകൂടി അമർത്തി ചവിട്ടി. പറയാതെ രുദ്രൻ വിടില്ലെന്ന് കണ്ട അവൻ വേദന കടിച്ചമർത്തിയിട്ടാണെങ്കിലും പറഞ്ഞു തുടങ്ങി. എനിക്ക് അയാളുടെ പേരോ ഒന്നും അറിയില്ല. അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. ഒരിക്കൽ ഫോൺ വഴിയാണ് അയാൾ എന്നെ കോൺടാക്ട് ചെയ്തത്. അയാൾക്ക് വേണ്ടി ഇവിടെ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചതിലും കൂടുതൽ പണം എനിക്ക് നൽകി. മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇതെല്ലാം ചെയ്യാനാണ് ഇവിടെ ജോലിക്ക് കയറിയത്. അയാൾക്ക് ആവശ്യം പഴയ കപ്പലുകളുടെ പാഴ്സും യന്ത്ര സാമഗ്രികളുമായിരുന്നു. ഇവിടുത്തെ കമ്പനിയുടെ പേരിലാണ് പലതും കണ്ടെയ്നറിലായി എത്തിച്ചിരുന്നത്. അവസാനം വന്ന കണ്ടെയ്നറിൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞു. ലാസ്റ്റ് കൺസൈൻമെന്റിനൊപ്പം വിശാഖപട്ടണത്തിൽ നിന്നും ഇവിടുത്തെ ഷിപ്പ്യാർഡിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റിയ ഒരു എഞ്ചിനും ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ മുരുകന്റെ സഹായം തേടിയത്. അത്രയും പറഞ്ഞ് ഗിരിധർ രുദ്രനെ നോക്കി. രുദ്രൻ അവന്റെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ച കാൽ എടുത്തു മാറ്റുന്നില്ലെന്ന് കണ്ട ഗിരിധർ വീണ്ടും പറഞ്ഞു തുടങ്ങി. എനിക്ക് ഇത്രയുമേ അറിയൂ. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം. രുദ്രൻ അത് കേട്ട് ചിരിച്ചു. അത് കൊള്ളാലോ. പിന്നെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പരിഗണിക്കാവുന്ന വിഷയമാണ്. പിന്നെ ഒരു ഉപകാരവും കൂടാതെ നീ എനിക്ക് ചെയ്തു തരണം. ഗിരിധർ എന്താണെന്ന മട്ടിൽ അവനെ നോക്കി. നീ ഒന്നുകൂടെ അയാളെ വിളിക്കണം. എന്നത്തെയും പോലെ നിന്റെ കയ്യിൽ അവൻ പറഞ്ഞ ലിസ്റ്റിന് സമാനമായ ഒരു എഞ്ചിൻ പാർട്സ് കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. പറയാം സാർ. ഓർഡർ എത്തുമ്പോൾ അറിയാൻ അയാൾ ഒരു നമ്പർ നൽകിയിരുന്നു. അതിലേക്ക് മെസ്സേജ് അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേട്ട രുദ്രൻ ഡെസ്കിലിരുന്ന് അവന്റെ ഫോൺ എടുത്ത് നൽകി.
ഇന്നാ നിന്റെ ഫോൺ. എപ്പോഴും അയക്കുന്ന പോലെ മാത്രം അയച്ചാൽ മതി. നിന്റെ ഡെക്കറേഷനൊന്നും അതിൽ വേണ്ട, മനസ്സിലായോടാ? ഗിരിധർ അത് കേട്ട് തലകുലുക്കി സമ്മതിച്ചു. പിന്നെ രുദ്രൻ പറഞ്ഞ പ്രകാരം മെസ്സേജ് അയച്ച ശേഷം ഫോൺ രുദ്രന് കൈമാറി. അവന്റെ ഫോൺ വാങ്ങി മെസ്സേജ് നോക്കിയ ശേഷം തന്റെ ജീൻസിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ഒപ്പം തന്റെ ഫോൺ കയ്യിലെടുത്ത് ഗിരിധറിന് നേരെ നീട്ടിപ്പിടിച്ചു. അത് കണ്ട ഗിരിധർ എന്താണെന്ന മട്ടിൽ രുദ്രനെ നോക്കി. നീ ചുമ്മാ സംസാരിക്കടാ, നിനക്ക് ഇഷ്ടമുള്ളത് എന്തും പറയാം. ഇനി വേണേൽ എന്നെ 4 തെറിയാണെങ്കിലും പറഞ്ഞു. രുദ്രൻ പറഞ്ഞത് മനസ്സിലാകാതെ ഗിരിധർ അവനെ നോക്കി. അത് കണ്ട രുദ്രൻ അലറി. കഴിവേരുടെ മോനെ, നിന്നോടല്ലേ സംസാരിക്കാൻ പറഞ്ഞേ? രുദ്രൻ ഫോൺ അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. ഗത്യന്തരമില്ലാതെ ഗിരിധർ എന്തെല്ലാമോ പുലമ്പി. എന്നാൽ രുദ്രൻ അവന്റെ ശബ്ദം പകർത്തിയിരിക്കുന്നുവെന്ന് ഗിരിധർ അറിഞ്ഞിരുന്നില്ല. സംസാരം നിർത്തി ഗിരിധർ രുദ്രനെ നോക്കി. ഇനി തന്നെ ഒന്നും ചെയ്യരുതെന്ന അപേക്ഷയായിരുന്നു രുദ്രൻ ആ നോട്ടത്തിൽ കണ്ടത്. അവൻ പറഞ്ഞു തുടങ്ങി. അപ്പോ ഗിരിധര, എനിക്ക് ആവശ്യമായതൊക്കെ നീ ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് നിന്റെ ആവശ്യം എന്തിനാ? അത് കേട്ട് ഗിരിധർ വേദനയിലും പ്രതീക്ഷയോടെ അവനെ നോക്കി. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തവനെ ഞാൻ എന്തിനാ ഭൂമിക്ക് ഭാരമായി നിർത്തുന്നത്? രുദ്രൻ പറഞ്ഞത് കേട്ട് ഗിരിധർ ഞെട്ടി. മരണം അടുത്തുവെന്ന ചിന്ത അവന്റെ ജീവിക്കാനുള്ള കൊതി വർദ്ധിപ്പിച്ചു. നിലത്ത് കിടന്നവൻ ഇഴഞ്ഞെത്തി രുദ്രന്റെ കാലിൽ പിടിച്ചു. എന്നെ കൊല്ലരുത്, നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ ചെയ്തില്ലേ, എന്നെ വെറുതെ വിട്ടുകൂടെ? അത് കേട്ട രുദ്രൻ അവനെ നോക്കി ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. അത് കണ്ട് ഗിരിധർ രുദ്രൻ തന്നെ കൊല്ലുമെന്ന് ഉറപ്പിച്ചു. സാർ, എന്നെ കൊല്ലാതെ വിട്ടാൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് തന്നാൽ ഞാനത് പറയാം. ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്നോണം അവൻ രുദ്രനോട് പറഞ്ഞു. രുദ്രൻ അവനെ അത്ഭുതത്തോടെ നോക്കി. നീ ആളെ കൊള്ളാമല്ലോടാ. ചാകാൻ കിടക്കുമ്പോഴും ബാർഗെയിനിങ് ചെയ്യാനുള്ള നിന്റെ മനക്കരുത്ത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. സാർ, എനിക്ക് ഉറപ്പുതാ. എന്നെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ പറയാം. അല്ലെങ്കിൽ സാർ എന്നെ കൊന്നാലും ആ രഹസ്യം സാർ അറിയാൻ പോണില്ല. ഗിരിധർ പറഞ്ഞത് കേട്ട് രുദ്രൻ ചിരിച്ചു. രുദ്രനൊരു വാക്കേ ഉള്ളൂ ഗിരിധര, നീ ധൈര്യമായി പറഞ്ഞോ. അത് കേട്ടതും ഗിരിധരന്റെ മുഖത്തൊരു ആശ്വാസം പടർന്നു. അവൻ തന്റെ ഉള്ളിൽ ഒളിപ്പിച്ച രഹസ്യം രുദ്രനോട് പറഞ്ഞു. വിക്രമാദിത്യ. ഒരിക്കൽ ഫോണിൽ സംസാരിച്ചപ്പോൾ അയാളുടെ വായിൽ നിന്നും വീണതാണത്. അയാളുടെ പക അത് വിക്രമാദിത്യൻ്റെതാണ്. അതിനാണ് അയാൾ ഇവിടെ എത്തിയത്. രുദ്രൻ വിശ്വാസം വരാതെ ഗിരിധരനെ നോക്കി. സാർ, വിക്രമാദിത്യ ആരാണെന്നോ അയാൾ എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇത്ര മാത്രമേ അയാൾ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അയാളുടെ വാക്കുകളിൽ വല്ലാത്തൊരു പകയുണ്ടായിരുന്നു. അത് കേട്ട് രുദ്രൻ പുച്ഛത്തോടെ അവനെ നോക്കി. ഗിരിധര, ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല. ഗുഡ് ബൈ. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ അവൻ രുദ്രനെ നോക്കിയതും രുദ്രൻ തന്റെ തോക്ക് കയ്യിലെടുത്ത് ഗിരിധരന്റെ നെറ്റിയിൽ നിറയൊഴിച്ചു. ഇതെല്ലാം കണ്ട് ശേഖരനും നരേന്ദ്രനുമെല്ലാം തളർന്നു പോയിരുന്നു. ഒരാശ്രയത്തിനെന്നോണം നരേന്ദ്രൻ കസാരയിൽ പിടിച്ചിരുന്നു. രുദ്രന്റെ തോക്ക് തന്റെ അരയിലേക്ക് തിരികെ വെച്ച് അവർക്കരികിലേക്ക് നടന്നു. അവൻ അടുത്തേക്ക് വരുന്തോറും അവർ ഭയം കൊണ്ട് വിറച്ചു. അവൻ നേരെ പോയത് രഘുവിന്റെ അടുത്തേക്കാണ്. രുദ്രൻ രഘുവിന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. രഘുവേ, എന്താടാ, നീ പേടിച്ചു പോയോ? രഘുവിന്റെ ശരീരം വിറയ്ക്കുന്നത് കണ്ട രുദ്രൻ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ രുദ്രനെ നോക്കി. എടാ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ദേ ലവന്റെ ശവം ഒന്ന് എവിടെയെങ്കിലും കൊണ്ട് കളയണം. അത് നീ തന്നെ ചെയ്താൽ മതി. മറ്റാരുടെയും സഹായം തേടണ്ട. നിനക്ക് പിന്നെ ഇതൊന്നും പുത്തരിയല്ലല്ലോ. രുദ്രൻ രഘുവിനെ നോക്കി പറഞ്ഞു. എന്താ രഘു, എനിക്ക് വേണ്ടി നീ ചെയ്യില്ലേ? ശബ്ദമുയർത്തിയാണ് രുദ്രൻ അത് ചോദിച്ചത്. അത് കേട്ട് നടുങ്ങിയ രഘു സമ്മതമെന്ന് തലകുലുക്കി. എന്താടാ, നിനക്ക് നാവില്ലേ? കുറച്ചു മുന്നേ ഭയങ്കര ഷോ ആയിരുന്നല്ലോ. രുദ്രൻ രഘുവിന്റെ തോളിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. വേദന കൊണ്ട് രഘുവിന്റെ മുഖം ചുളിഞ്ഞു. ഞാൻ ചെയ്തോളാം. അവൻ പറഞ്ഞത് കേട്ട് രുദ്രൻ രഘുവിന്റെ കവിളിൽ തട്ടി പുറത്തേക്ക് നടന്നു. പിന്നെ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. അപ്പോൾ എല്ലാവരോടായി പറയുക, ഇവിടെ കണ്ടതുവെല്ലാം പുറത്തും ഇന്ത്യ. ദാ ചത്തു മലച്ചു കിടക്കുന്നവന്റെ അവസ്ഥ അറിയാലോ. അത് ഓർമ്മ വേണം ഓരോരുത്തർക്കും. രുദ്രന്റെ ശബ്ദം മരണമണി പോലെയാണ് അവരുടെ കാതുകളിൽ മുഴങ്ങി കേട്ടത്. അപ്പോഴേക്കും രുദ്രൻ വാതിൽ തുറന്ന് പുറത്തേക്കെത്തി. പുറത്തു കടന്ന രുദ്രൻ ഒരു നിമിഷം ഗൗരിയെക്കുറിച്ച് ചിന്തിച്ചു. തന്നെ കാണാൻ അവൾ കാത്തു നിൽക്കുന്നുണ്ടാകുമെന്ന ചിന്ത അവന്റെ ഹൃദയതാളം വർദ്ധിപ്പിച്ചു. പക്ഷെ അവളെ തേടി പോകാതെ അവൻ മുന്നോട്ട് നടന്നതും രുദ്രൻ കണ്ടു ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഗൗരിയെ. രുദ്രൻ ഒരിക്കൽ കൂടി തന്നെ ഉപേക്ഷിച്ചു പോകാൻ ശ്രമിച്ചതാണെന്ന് മനസ്സിലായ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ഭാവം കണ്ട രുദ്രൻ അവൾക്കരികിലേക്ക് നടന്നു. അത് കണ്ട ഗൗരി ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. ഗൗരി! രുദ്രൻ അവളുടെ തോളിൽ കൈവച്ചതും അവൾ ആ കൈ തട്ടിയെറിഞ്ഞു. അവൻ അവളെ ബലമായി പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. ഗൗരിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നത് രുദ്രൻ കണ്ടു. ഇപ്പോഴൊന്നും ഗൗരിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ട രുദ്രൻ അവളെ തന്റെ കയ്യിൽ കോരിയെടുത്തു. അവന്റെ പ്രവൃത്തിയിൽ അമ്പരന്ന ഗൗരി ഒന്നും മിണ്ടാതെ രുദ്രനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർന്നു. രുദ്രൻ ചിരിയോടെ അവളുടെ നെറുകയിൽ മുത്തി. പിന്നെ ഗൗരിയുമായി പടിക്കെട്ടുകൾ ഇറങ്ങി. നടക്കുമ്പോൾ അവൾ തന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കുന്നത് കണ്ട് രുദ്രൻ അവളെ കണ്ണ് ചിമ്മി കാണിച്ചു. മുന്നോട്ട് നടക്കുന്തോറും അവരുടെ പോക്ക് കണ്ട് ചുറ്റുമുണ്ടായിരുന്നവർ അമ്പരന്നു. രുദ്രൻ നടന്ന റിസപ്ഷന്റെ ഭാഗത്ത് വന്നതും അവിടെ ചിത്രയും ഗോപിച്ചേട്ടനും നിൽക്കുന്നുണ്ടായിരുന്നു. രുദ്രനെ ചായയുമായി പോയ അയാൾ അവനെ അവിടെയെങ്ങും കാണാഞ്ഞ് ചിത്രയോട് പറയാനെത്തിയതായിരുന്നു. ഗോപിച്ചേട്ടൻ പറഞ്ഞത് കേട്ട് അവൾ ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ഗൗരിയെ താങ്ങിയെടുത്തു വരുന്ന രുദ്രനെ കണ്ടത്. അവൾ അമ്പരന്ന് രുദ്രന്റെ അരികിലേക്ക് ഓടി. എന്താ സാർ, മേഡത്തിന് എന്താ പറ്റിയേ? അവൾ ഭീതിയോടെ ചോദിച്ചു. അത് കേട്ട ഗൗരിക്ക് അപ്പോഴാണ് മറ്റുള്ളവർ അവരെ നോക്കുന്നുണ്ടെന്ന ബോധം വന്നത്.
അവൾ കുതിരി താഴെ ഇറങ്ങാൻ ശ്രമിച്ചതും രുദ്രൻ കൂടുതൽ ശക്തിയോടെ അവളെ ചേർത്ത് പിടിച്ചു. മറ്റുള്ളവരെ നോക്കാനാവാതെ ഗൗരി അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. ചിത്രയെയും ഗോപിച്ചേട്ടനെയും കണ്ട രുദ്രൻ അവരെ നോക്കി കണ്ണിറുക്കി കാട്ടി. നിന്റെ മേടത്തിന് നടക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ ചിത്രയെ, ചുമന്നല്ലേ പറ്റൂ. അത്രയും പറഞ്ഞ് രുദ്രൻ ഗൗരിയുമായി പുറത്തേക്ക് നടന്നു. അവരുടെ പോക്ക് കണ്ട് ചിത്രയും മറ്റ് സ്റ്റാഫുകളും അപ്പോഴും വാ പൊളിച്ചു നിൽക്കുകയായിരുന്നു. പാർക്കിംഗ് ഏരിയയിലെത്തിയ രുദ്രൻ അവളെ ജീപ്പിന്റെ അരികിലേക്ക് ഇരുത്തി. ഒപ്പം ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറി. അവനെ തന്നെ നോക്കിയിരിക്കുന്ന ഗൗരിയെ അവനും കണ്ണെടുക്കാതെ നോക്കി. രുദ്ര, കൊട്ടാരത്തിൽ നിന്നെ ഒരാൾ കാത്തിരിപ്പുണ്ട്. അവൻ അത് കേട്ട് അവളെ തുറച്ചു നോക്കി. ഗൗരിയല്ലാതെ തന്നെ കാത്തിരിക്കാൻ ആരാണുള്ളതെന്ന് അവൻ ഓർത്തു. ഒരു മുഖം പോലും അവന്റെ ചിന്തയിൽ വന്നില്ല. അത് കണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചു. ആ ചിരിയിലും അവളുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടായിരുന്നു. കൊട്ടാരത്തിലേക്ക് പോകാം. അവനെ നോക്കാതെ അവൾ പുറത്തേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്നുണ്ടായ അവളുടെ മുഖഭാവം കണ്ട് രുദ്രന് കാര്യം മനസ്സിലായില്ല. പക്ഷെ അവളോട് ഒന്നും ചോദിക്കാൻ മുതിരാതെ അവൻ വണ്ടിയെടുത്തു. ജീപ്പ് മുന്നോട്ട് കുതിക്കുമ്പോഴും അവനെ അലട്ടിയിരുന്നത് ഗൗരി പറഞ്ഞ വാക്കുകളായിരുന്നില്ല, മറിച്ച് ഗിരിധർ പറഞ്ഞ പേരായിരുന്നു, വിക്രമാദിത്യ. അവൻ അറിയാമായിരുന്നു വിക്രമാദിത്യ ഒരു വ്യക്തിയല്ലെന്ന്. മനസ്സിൽ 1000 വട്ടം അവൻ ആ പേരുരുവിട്ടു. വിക്രമാദിത്യ എന്ന ഇന്ത്യൻ നേവിയുടെ അഭിമാനം, വിക്രാന്തിന്റെ പിന്തുടർച്ചക്കാരിയായി എത്തിയ വിമാനവാഹിനി കപ്പൽ INS വിക്രമാദിത്യ. ഗിരിധറിന്റെ മൃതദേഹത്തിലേക്ക് ഒരു വട്ടം മാത്രമേ രഘു നോക്കിയുള്ളൂ. എല്ലുകൾ ഒടിഞ്ഞ് പുറത്തേക്ക് തള്ളി നിൽക്കും വിധമായിരുന്നു ഗിരിധറിന്റെ കാലുകൾ. അവന്റെ നെഞ്ചിലെ വാരിയെല്ലുകൾ രുദ്രൻ ബൂട്ടുകൊണ്ട് ചവിട്ടി പൊട്ടിച്ച ഭാഗത്ത് രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ രംഗങ്ങൾ ഓർക്കുന്തോറും രഘു ഭയം കൊണ്ട് വിറച്ചു. താൻ പലരെയും കൊന്നിട്ടുണ്ട്, അതും ക്രൂരമായി തന്നെ. പക്ഷെ രുദ്രൻ അവനൊരു പൈശാചിക ശക്തിയാണെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു പെരുമാറിയത്. താൻ അറിയുന്ന രുദ്രൻ അങ്ങനെ ഒരാളല്ല. മുൻപ് ദേഷ്യപ്പെടുമെങ്കിലും അവൻ ആരെയും നോവിക്കാറില്ലായിരുന്നു. പക്ഷെ അവന്റെ ഈ രൗദ്രഭാവം, ഒന്നുറപ്പാണ്, അവൻ ആദ്യമായല്ല കൊലപാതകം ചെയ്യുന്നത്. എന്തോ ഒരു നിഗൂഢത അവനിലുണ്ട്. തങ്ങൾക്ക് പോലും അറിയാത്ത ഗിരിധരന്റെ രഹസ്യം അവൻ എങ്ങനെ അറിഞ്ഞു? ഇനി രുദ്രൻ പോലീസാണോ? പോലീസുകാർ പ്രതികളെ കൊല്ലാറില്ലല്ലോ. അപ്പോൾ പിന്നെ രുദ്രൻ ആരാ? ചിന്തകളുടെ ലോകത്തായിരുന്ന രഘു തന്റെ തോളിൽ ആരോ കൈവച്ചതും അവൻ ഞെട്ടിവിറച്ചു. വീടുകൊണ്ട് അവന് തന്റെ ഹൃദയം ഇപ്പോൾ നിലയ്ക്കുമെന്ന് തോന്നിയ നിമിഷം ജോസിന്റെ ശബ്ദം അവന്റെ കാതുകളെ തേടിയെത്തി. രഘു സാറേ, എവിടെയാ പന്നി? അവനിന്ന് ജോസിന്റെ ഇറച്ചി വെട്ടുന്ന കത്തിക്ക് തീരും സാറേ, നോക്കിക്കോ. ജോസിനെ കണ്ടതും രഘു ആശ്വാസത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഈ സമയം അവിടെ ജോസും രഘുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രഘുവിന്റെ മുഖത്തെ പേടി കണ്ടതും ജോസിനെന്തോ പന്തികേട് തോന്നി. എന്നതാ രഘു സാറേ, മുഖത്തൊരു പണി കിട്ടിയ ലക്ഷണം? ആ പണ്ണൻ സാറിനിട്ട് പണതുവോ? പറ സാറേ, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഈ ജോസും പിള്ളേരും ഏറ്റെന്നേ. ജോസ് രഘുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജോസ് സംസാരം നിർത്താൻ ഭാവമില്ലെന്ന് കണ്ട രഘു അവന്റെ തോളിൽ പിടിച്ചു. ഗിരിധരന്റെ ശവം ചൂണ്ടിക്കാട്ടി. കൊണ്ടുപോയി കടലിലോ കായലിലോ തള്ളുവോ കത്തിക്കുകയോ എന്താന്ന് വെച്ചാൽ നീ ചെയ്യേ. രഘു പറഞ്ഞതൊന്നും അപ്പോൾ ജോസ് കേട്ടിരുന്നില്ല. അവൻ മുന്നിൽ കിടന്ന ശവശരീരത്തിന്റെ കോലം കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. ജോസിന്റെ നിൽപ്പ് കണ്ട രഘു അവനെ പിടിച്ചു കുലുക്കി. ഡാ ജോസേ, നീ ഞാൻ പറഞ്ഞതുവല്ലം കേട്ടോ? ജോസ് എന്താണെന്ന മട്ടിൽ രഘുവിനെ നോക്കി. ഡാ മറ്റവനെ, ഈ ശവത്തിനെ എടുത്തോണ്ട് എവിടെയെങ്കിലും കളയടാ. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രഘു 2 കൈയും തലയ്ക്ക് കൊടുത്ത് കസാരയിലേക്ക് ഇരുന്നു. ജോസ് അവനെ വിശ്വാസം വരാതെ നോക്കി. പിന്നെ ശവത്തിന്റെ അരികിലേക്ക് നടന്നു. അവൻ ശവത്തിലേക്കൊന്ന് നോക്കിയിട്ട് തല വെട്ടിച്ചു. എന്നാലും എൻ്റെ രഘു സാറേ, സാർ എന്നാ ചെയ്തേ? ഒരുമാതിരി ടിപ്പറടിച്ച് ചത്ത പരവുമായി ഇവനിപ്പോൾ. രഘു സാറ് ടെററായിരുന്നല്ലേ? സമ്മതിച്ചു, ഈ ജോസ് പോലും ഇതുപോലൊരു കൊല ചെയ്തിട്ടില്ല. സമ്മതിച്ചു രഘു സാറേ, നിങ്ങൾ വേറെ ലെവലാണ്, കൊലമാസ്. നാറി, ഒന്ന് നിർത്തടാ നിന്റെ കഥാപ്രസംഗം. രഘു ചാടി എഴുന്നേറ്റു. ഇത് നല്ല കൂത്ത്. രുദ്രനെ തട്ടിയച്ചും എൻ്റെ മെക്കിട്ട് കയറുന്നത് എന്തിനാ? ഇനി നിങ്ങൾ മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനുമാണോ? കൊല്ലാനായിരുന്നേ അത് എനിക്കും നീലനും പണ്ടേ ആവാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. മൈ, നീ ഒന്ന് ആ കോപ്പിലെ കൂളിംഗ് ഗ്ലാസ് ഊരി നോക്ക്, ചത്തത് രുദ്രനാണോ എന്ന്. അത് കേട്ട പാതി ജോസ് തന്റെ കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി തന്റെ കുർത്തയുടെ പിന്നിൽ തൂക്കിക്കൊണ്ട് ഗിരിധരന്റെ മുഖത്തേക്കും പിന്നെ വിശ്വാസം വരാതെ രഘുവിന്റെയും മുഖത്തേക്ക് നോക്കി. സാറേ, ഇതാരപ്പോ? രുദ്രനെവിടെ? അവനാണ് ഇവനെ എല്ലാവരുടെയും മുന്നിലിട്ട് കൊന്നിട്ട് പോയത്. അത് കേട്ട ജോസ് ഞെട്ടി എന്തോ അത്ഭുതം കണക്കി രഘുവിനെ നോക്കി. ജോസിന്റെ വായിൽ നിന്നും പരട്ട ചോദ്യം വല്ലതും വരുമെന്ന് മനസ്സിലായ രഘു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ജോസിനോട് പറഞ്ഞു. ഒരു കെട്ടുകഥ കേൾക്കുന്ന പോലെയാണ് ജോസ് രുദ്രന്റെ രൗദ്രത്തെ കേട്ടറിഞ്ഞത്. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച രഘുവിനെ ജോസ് ഒരു നോട്ടം നോക്കി. എന്നാലും എൻ്റെ രഘു സാറേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അത് കേട്ട രഘു എന്താണെന്ന മട്ടിൽ ജോസിനെ നോക്കി മുഖം ചുളിച്ചു. എൻ്റെ സാറ്, ഇതിലും ഭേദം വല്ല കുർള എക്സ്പ്രസിനും തല വെക്കുന്നതായിരുന്നു. എങ്കിൽ ബോഡിക്ക് ഇതിലും ഭംഗി കണ്ടേനെ. നീ എന്താടാ ജോസ് ഈ പറയുന്നത്? ഞാനറിഞ്ഞോ അവൻ നാട് വിട്ടത് എങ്ങനെ കൊല്ലുമെന്ന് പഠിക്കാനാണെന്ന്? രഘു അവനെ ദയനീയമായി നോക്കി. അല്ല, ഇവനിനി വല്ല മാണിക് ഭാഷയോ പോലെ ഡോണോ ഗ്യാങ്സ്റ്ററോ ആണോ രഘു സാറേ? എങ്കിൽ സാറിൻ്റെ കാര്യം ഗോവിന്ദ. ജോസ് നെറ്റിയിൽ ഗോപിക്കൂറ് വരച്ച് രഘുവിനെ കാണിച്ചു. നീ പേടിക്കാതെടാ ജോസേ, എത്ര വലിയ കൊമ്പനായാലും ഒരു ഉറുമ്പ് മതി കൊല്ലാൻ. കാത്തിരിക്കുന്ന അവസരം നമുക്ക് കിട്ടും, അന്ന് തീർക്കണം അവനെ. രഘു മനസ്സിൽ കണക്കുകൂട്ടലും നടത്തി പറഞ്ഞു. അപ്പോൾ ഈ ശവത്തിന് എന്ത് ചെയ്യാനാ രഘു സാറേ?
ജോസ് ഗിരിധരന്റെ മൃതദേഹം ചൂണ്ടി തന്റെ സംശയം ചോദിച്ചു. കൊണ്ടുപോയി കളയട എവിടെയും, അല്ലേ നീ തന്നെ അങ്ങ് പുഴുങ്ങി തിന്ന്. രഘു ജോസിനോട് ദേഷ്യപ്പെട്ട് കോൺഫറൻസ് ഹാളിന്റെ പുറത്തേക്ക് നടന്നു. ജീപ്പിന് പുറത്തേക്ക് ഇറങ്ങിയ രുദ്രൻ ചുറ്റും നോക്കി. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും ആരോ ആ പഴയ വീട് സംരക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായ രുദ്രൻ വിശ്വാസം വരാതെ തന്റെ ഒപ്പം നിൽക്കുന്ന ഗൗരിയെ നോക്കി. ഗൗരിയല്ലാതെ മറ്റാരും അത് ചെയ്യില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നരസിംഹപുരത്തെ യഥാർത്ഥ കൊട്ടാരത്തിന് മുന്നിലെ രുദ്രന്റെ വീട്ടിലേക്കാണ് ഇരുവരും ആദ്യമെത്തിയത്. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ രുദ്രനെ നോക്കാതെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. ഗൗരിക്ക് പിന്നാലെ രുദ്രനും. അവന്റെ മനസ്സ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നശിച്ച ദിവസത്തിലേക്ക് പോയി. ആ ദിവസം ഓർക്കുന്തോറും രുദ്രന്റെ കണ്ണുകളിലും നനവ് പടർന്നു. അവൻ ആ വീട്ടിലേക്ക് കയറാതെ തെക്കേപ്പറമ്പിലേക്ക് നടന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഉറ്റവരെ കാണാൻ. മുന്നോട്ട് നടക്കുന്തോറും ദൂരെ നിന്നും അവൻ കണ്ടു 3 അസ്ഥിത്തറകൾ. അതിലൊന്നിന് ചുറ്റും നിറയെ പൂത്തു നിൽക്കുന്ന മഞ്ഞ റോസാപ്പൂക്കളും. തന്റെ പാറുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മഞ്ഞ റോസാപ്പൂക്കൾ. ഒരിക്കൽ അവൾ പറഞ്ഞത് അവൻ ഓർത്തു. ചേട്ടാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചിതയ്ക്ക് ചുറ്റും നിറയെ മഞ്ഞ റോസാ ചെടി വെച്ച് പിടിപ്പിക്കുമോ? എന്ത് ഭംഗിയായിരിക്കും ചേച്ചിയമ്മയെ അത് കാണാൻ. ഈ കോന്തൻ ചേട്ടൻ അത് ചെയ്തില്ല, എൻ്റെ ചേച്ചിയമ്മ അതെനിക്ക് ചെയ്തു തരണേ. അതിങ്ങനെ പൂത്തു നിൽക്കുമ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അവളുടെ വാക്കുകൾ രുദ്രനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സഹോദരിയേക്കാൾ മകളായി കണ്ടാണ് അവളെ വളർത്തിയത്. 14-ാം വയസ്സിൽ അല്പായുസാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വന്ന സങ്കടച്ചിരി ഇന്നും മായാതെ ഉള്ളിലിരിപ്പുണ്ട്, കല്ലിൽ കൊത്തിയ ശില പോലെ. ഒടുവിൽ ജീവൻ നിലച്ച അവളെ ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ ശരീരത്തിന് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം തണുപ്പായിരുന്നു. ഒടുവിൽ തെക്കേപ്പറമ്പിലെ മാവിൻ്റെ വിറകുകൊണ്ട് അവളെ തന്നെ അഗ്നിക്ക് കൊടുക്കേണ്ടി വന്നു, തൻ്റെ പാറവിൻ്റെ തണുപ്പ് മാറ്റാൻ. രുദ്രന്റെ മനസ്സിൽ ആർത്തിരമ്പുന്ന കടലുപോലെ ഓർമ്മകൾ തിരയടിച്ചു. അവനൊപ്പം നടന്ന ഗൗരിയുടെ ഹൃദയം കുറ്റബോധത്താൽ നീറുന്നുണ്ടായിരുന്നു. അവൾക്ക് സ്വയം കുത്തി മുറിവേൽപ്പിക്കാൻ തോന്നി. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചിട്ടും ഒറ്റക്കാണെന്ന തോന്നലിന് പോലും ഇടം കൊടുക്കാതെയാണ് രുദ്രൻ പാറുവിനെ വളർത്തിയത്. രുദ്രനിൽ നിന്നും അച്ഛൻ്റെ സ്നേഹവും അവൾക്ക് ലഭിച്ചപ്പോൾ താൻ അവൾക്ക് അമ്മയായിരുന്നു. എന്നിട്ടും അവളോട് താൻ ചെയ്തത് എങ്ങനെ അതിന് തനിക്ക് കഴിഞ്ഞു? ഗൗരിക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. ഒപ്പം രുദ്രനിൽ നിന്നും വരാൻ പോകുന്ന ചോദ്യങ്ങളെ അവൾ ഭയന്നു. രുദ്രൻ പാറുവിൻ്റെ അസിത്തറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് തൻ്റെ ചുണ്ടുകൾ മണ്ണോട് ചേർത്ത് അവൻ പാറുവിൻ്റെ നെറുകയിൽ മുത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് മണ്ണിലേക്കൊഴുകി. അവന് പാറുവിനോട് പലതും പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും മിണ്ടാനാകാതെ അവൻ അസിത്തറയിലേക്ക് നോക്കിയിരുന്നു. വിടർന്നു നിൽക്കുന്ന പൂക്കളെ നോക്കുമ്പോൾ ഇത്രയും വർഷം താൻ തനിച്ച ആക്കിയതിന് അവൾ പരിഭവം പറയുന്ന പോലെ അവന് തോന്നി. രുദ്രൻ കൈയുയർത്തി അതിൽ തൊടാൻ ശ്രമിച്ചതും മുള്ളുകൊണ്ട് അവൻ്റെ വിരലിൽ മുറിവുണ്ടായി. അത് കണ്ട രുദ്രന് തൻ്റെ പാറു പിണക്കം കൊണ്ട് മുഖം തിരിക്കുന്നതാണെന്ന് കരുതി. രുദ്രൻ ആ ചെടികളെ നോക്കി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പിന്നെ ആ ചിരി ഒരു വിതുമ്പലായി മാറി. രുദ്രൻ അവളുടെ തൻ്റെ പാറുവിൻ്റെ പരിഭവം തീർക്കാൻ ആ മുൾച്ചെടിയെ വാരിപ്പുണർന്നുകൊണ്ട് ചുംബിച്ചു. അവൻ്റെ ശരീരത്തിൽ മുള്ളുകൾ തറച്ചു കയറി ചോര പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയ രുദ്രൻ തൻ്റെ കൈകൾ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു. പെട്ടെന്നാണ് 2 കൈകൾ തന്നെ വട്ടം പിടിച്ചത് രുദ്രൻ അറിഞ്ഞത്. അവൻ ഞെട്ടിത്തിരിയാൻ ശ്രമിച്ചതും ഗൗരി അവൻ്റെ പുറത്ത് മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. അവൻ ചെടികളെ വിട്ട് ഗൗരിയെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്തിനാടി നീ കരഞ്ഞെൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കുന്നത്? നിന്റെ കണ്ണ് നിറഞ്ഞ അവൾക്ക് സഹിക്കാൻ പറ്റില്ലെന്നറിയില്ലേ? എന്നെ വഴക്ക് കേൾപ്പിക്കാനാണോ നീ അവളുടെ മുന്നിൽ ഇങ്ങനെ കരയുന്നത്? രുദ്രന്റെ ഇടറിയ ശബ്ദത്തോടെയുള്ള ചോദ്യം കേട്ടതും ഗൗരി ഉറക്കെ കരഞ്ഞു. ഗൗരി, നീ കരച്ചിൽ നിർത്തുന്നുണ്ടോ? ഇങ്ങനെ കരഞ്ഞാൽ നീ തല്ലു മേടിക്കും. രുദ്രൻ അല്പം ശബ്ദമുയർത്തി പറഞ്ഞു. എന്നിട്ടും ഗൗരി കരച്ചിൽ നിർത്താത്തത് കണ്ട രുദ്രൻ ഗൗരിയുടെ മുഖം കയ്യിലെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ഗൗരി എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവൻ അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് തൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. ഉടനെ അവൾ രുദ്രനിൽ നിന്നും വിട്ടുമാറി അസിത്തറയ്ക്ക് മുന്നിലേക്കിരുന്നു. അവൾക്കൊപ്പം രുദ്രനും ചേർന്നിരുന്നു. ഗൗരി തൻ്റെ തല രുദ്രന്റെ മടിയിൽ വെച്ച് അവനെ കണ്ണെടുക്കാതെ നോക്കി. എന്നെ വെറുപ്പാകുമോ രുദ്ര നമ്മുടെ പാറുവിന്? എന്നോട് പൊറുക്കാനാകുമോ? പെട്ടെന്നുള്ള ഗൗരിയുടെ ചോദ്യം കേട്ട് രുദ്രൻ ഞെട്ടി. പിന്നെ അതൊരു നേർത്ത പുഞ്ചിരിയായി മാറി. എന്നേക്കാളേറെ നിന്നെയല്ലേ അവൾ സ്നേഹിച്ചത് ഗൗരി. ആ നിന്നെ അവൾക്ക് വെറുക്കാനാകുമോ? അവളുടെ അമ്മയും കൂടെയല്ലേ നീ? രുദ്രൻ പറഞ്ഞത് കേട്ട ഗൗരിക്ക് തൻ്റെ സങ്കടം അടക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. എന്തൊരു പാപിയ രുദ്ര ഞാൻ! എൻ്റെ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവള് കാത്തിരുന്ന് കാണില്ലേ ഞാൻ വരുമെന്ന് പറഞ്ഞ്? നിന്നെ വിട്ട് വിളിപ്പിച്ചില്ലേ? എന്നിട്ട് എനിക്ക് നിന്റെ വാക്ക് വിശ്വസിക്കാൻ തോന്നിയില്ലല്ലോ. എനിക്ക് വയ്യ രുദ്ര ഈ സങ്കടവും ഉള്ളിലിട്ട് നടക്കാൻ. ഓരോ നിമിഷവും ഞാൻ എൻ്റെ പാറുവിനെ ഓർത്ത് നീറി കഴിയുകയാണ്. ഗൗരിയുടെ പദം പറഞ്ഞുള്ള കരച്ചിൽ കേട്ട് രുദ്രനും തൻ്റെ നെഞ്ചു പിടയുന്നുണ്ടായിരുന്നു. അവൻ ഗൗരിയുടെ ചുണ്ടിൽ വിരൽ വെച്ച് അവളെ തുടർന്ന് പറയുന്നതിൽ നിന്നും തടഞ്ഞു. ഗൗരി, നീ കൂടെ ചേർന്ന് വളർത്തിയതാണ് പാറുവിനെ. അവൾക്ക് നിന്നെ മനസ്സിലാകും. അവൾക്കേ നിന്നെ മനസ്സിലാകൂ. ഈ എന്നേക്കാളും നന്നായി. അങ്ങനെയുള്ളപ്പോൾ ഇനി എൻ്റെ ഗൗരി കരയരുത്. അതാവും പാറുവിന് സങ്കടം. രുദ്രൻ ഗൗരിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പറ, ഇനി കരയുമോ? രുദ്രന്റെ വാക്കുകൾ വർഷങ്ങളായുള്ള അവളുടെ സങ്കടങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമായിരുന്നു. അവൾ അവനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. അത് കണ്ട രുദ്രൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ നീളൻ മുടിയിഴകളിൽ വിരലോടിച്ചു. പതിയെ അവൻ തൻ്റെ കണ്ണുകൾ അടച്ചു.
ആ നിമിഷങ്ങൾക്ക് മിന്നൽ പിണറുകളുടെ വേഗമുണ്ടായിരുന്നു. ചുറ്റും പ്രകൃതി മാറുന്നത് അറിയാതെ, കാറ്റ് വീശുന്നത് അറിയാതെ രുദ്രനും ഗൗരിയും അവരുടെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി. അവിടെ ശബ്ദങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് ഹൃദയം കൊണ്ടാണ് അവർ തങ്ങളുടെ സങ്കടങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തത്. കാലം തെറ്റി പെയ്ത മഴ ആദ്യ തുള്ളി ഗൗരിയുടെ നെറ്റിയിൽ പതിച്ചതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴേക്കും തുള്ളിക്കൊരുകിടം കണക്കെ മണ്ണിലേക്ക് വീണ മഴ അവരെ നനച്ചിരുന്നു. ഗൗരിയുമായി വീടിന്റെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങിയ രുദ്രനെ അവൾ തടഞ്ഞു. എന്താണെന്ന മട്ടിൽ തന്നെ നോക്കുന്ന രുദ്രന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ചുവടുവെച്ചു. വാ രുദ്ര, നമുക്ക് വീട്ടിലേക്ക് പോകാം. ജീപ്പിന്റെ ഉള്ളിൽ കയറിയതും ഗൗരി രുദ്രനോട് പറഞ്ഞു. അത് കേട്ട് അവന്റെ മുഖം ചുളിഞ്ഞു. അത് വേണോ ഗൗരി? ഞാൻ അവിടേക്ക് വന്ന നിനക്കെന്നല്ല, എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാകും. ആരുടെയും സ്വസ്ഥത കെടുത്താൻ ഞാനില്ല ഗൗരി. അതിനുവേണ്ടിയല്ല ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. രുദ്രൻ അവളുടെ കയ്യിൽ തന്റെ കൈ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് തന്നെ ഗൗരി രുദ്രന്റെ കൈ തട്ടിമാറ്റി മുന്നിലേക്ക് നോക്കി പറഞ്ഞു. രുദ്ര, ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ്, അല്ലാതെ അവിടുത്തെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനല്ല. അവിടെ പലരും പറയും, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. കുത്തുവാക്ക് കേട്ട് ഒഴിഞ്ഞു പോകാനല്ല നിന്നെ കാത്ത് ഞാൻ കഴിഞ്ഞ 10-11 വർഷമായി കാത്തിരുന്നത്. ഗൗരി, ഞാനൊന്ന് പറയട്ടെ, നീ ക്ഷമയോടെ കേൾക്ക്. 10 വർഷം മുമ്പുള്ള നിന്റെ രുദ്രനല്ല ഞാനിന്ന്. നീ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൗരി എൻ്റെ ജീവിതത്തിൽ. എനിക്കൊന്നും കേൾക്കണ്ട രുദ്ര. അന്നും ഗൗരിയുടെ കണ്ണു നിറഞ്ഞ രുദ്രന് നോവും. ഇന്നും അങ്ങനെ തന്നെയാണെന്ന് കുറച്ചു മുന്നേ മനസ്സിലായതാണ് എനിക്ക്. ഇന്നും നിന്റെ സ്നേഹത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് അനുഭവിച്ചറിഞ്ഞതാണ് ഞാൻ. ഗൗരിക്ക് അത് മാത്രം മതി. ഇനിയൊന്നും എനിക്ക് പറയാനില്ല. ഒന്നും കേൾക്കുകയും വേണ്ട. തൽക്കാലം നീ വണ്ടിയെടുക്ക്. ഗൗരിയോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയ രുദ്രൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വായിച്ചു. കൊട്ടാരത്തിൽ ഈ സമയം രഘു ഒഴിച്ചുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. നരേന്ദ്രനും ശേഖരനുമെല്ലാം ഹാളിൽ അങ്ങിങ്ങായി ഇരിപ്പുണ്ടെങ്കിലും ആരും പരസ്പരം ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളുടെ മുമ്പിൽ നടന്ന കൊലപാതകത്തിന്റെ നടുക്കം അവരിൽ നിന്നും വിട്ടുമാറിയിരുന്നില്ല. ഓഫീസിൽ നിന്നും വന്ന് വേഷം പോലും മാറാതെയുള്ള ഓരോരുത്തരുടെ ഇരിപ്പ് കണ്ട് നരേന്ദ്രന്റെ ഭാര്യ ഉഷയും ശേഖരന്റെ ഭാര്യ ഗായത്രിയും എല്ലാം അവിടേക്ക് വന്നു. ഭർത്താക്കന്മാരുടെ ഇരിപ്പ് കണ്ട് അവർക്കെന്തോ പന്തികേട് തോന്നി. അങ്ങനെയൊന്നും അവിടെ പതിവില്ലാത്തതാണ്. കാര്യം എന്തെന്ന് നരേന്ദ്രനോട് ചോദിക്കാൻ മടിച്ച ഉഷ അവർക്കരിയിൽ നിന്നും മാറിയിരിക്കുന്ന അഖിലേഷിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്നും അവന്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. ഉഷ നടന്ന് അവന്റെ അരികിലെത്തിയിട്ടും അഖിലേഷ് അതൊന്നും അറിഞ്ഞില്ല. കാര്യമായി എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് മനസ്സിലായ ഉഷ അഖിലേഷിന്റെ മുടിയിൽ തലോടി. അമ്മയുടെ സാമീപ്യം തിരിച്ചറിഞ്ഞ അഖിലേഷ് ഉഷയെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും തലകുനിച്ചിരുന്നു. എന്താണ് എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിന്റെ അച്ഛൻ പോലും വന്നിട്ട് എന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ല. വന്നപ്പോൾ മുതൽ ഒരേ ഇരിപ്പാണ്. ദേ നീയും മുഖം കുനിച്ചിരിക്കുന്നു. എന്താണ് കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ തന്റെ മനസ്സിലുള്ള സംശയങ്ങൾ അഖിലേഷിനോട് ചോദിച്ചു. ഒന്നുമില്ല അമ്മ, ഓഫീസിൽ കുറച്ച് പ്രോബ്ലംസ്, അതാണ്. അവൻ ഉഷയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. മുഖത്ത് നോക്കി സംസാരിച്ചാൽ താൻ പറഞ്ഞത് കള്ളമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് അവനറിയാമായിരുന്നു. എടാ മോനെ, ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതിനു മുമ്പ് നിന്റെ അച്ഛനെ കാണാൻ തുടങ്ങിയതും. ഓഫീസിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അങ്ങേര് ഇന്നുവരെ വീട്ടിൽ വന്ന് ഇതുപോലെ ഇരുന്നിട്ടില്ല. ഇത് വേറെ എന്തോ ഒന്നാണ്. നീ വളച്ചൊടിക്കാതെ കാര്യം പറയടാ. എങ്കിൽ അമ്മയ്ക്ക് അച്ഛനോട് തന്നെ അങ്ങ് ചോദിച്ചാൽ പോരെ. വെറുതെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? ഉഷയോട് ദേഷ്യപ്പെട്ടിരുന്നേറ്റ് അഖിലേഷ് അകത്തേക്ക് നടന്നു. ചേടാ, ഈ ചെറുക്കന് ഇത് എന്താ പറ്റിയേ? രാവിലെ എല്ലാവരോടും ചിരിച്ചു കളിച്ചു പോയതാണ്, അവർ സ്വയം പറഞ്ഞു. പിന്നെ നരേന്ദ്രന്റെ അരികിലേക്ക് പോയി. ഏട്ട, എല്ലാവരും ഇതെന്താ ഇങ്ങനെ മരണ വീട്ടിൽ വന്നിരിക്കുന്ന പോലെ? ആരും ആരോടും മിണ്ടുന്നുമില്ല, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ഉഷ പറഞ്ഞു കേട്ട് ഞെട്ടി നിന്ന നരേന്ദ്രന്റെ അരികിലേക്ക് അപ്പു ഓടിയെത്തി. അവൾ നരേന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ തോളിൽ തൂങ്ങി. വല്യമാമേ, അമ്മ എവിടെ? എന്നെ വൈകിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പു നരേന്ദ്രനോട് പരാതി പറഞ്ഞു. അത് കേട്ട നരേന്ദ്രന് ചിരിയാണ് വന്നത്. അയാൾ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഇപ്പോൾ വരുമടാ, നീ ഒന്ന് ക്ഷമിക്ക്. അപ്പു മുഖം വീർപ്പിച്ച് നരേന്ദ്രനെ നോക്കി. നരേന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ അപ്പൂട്ട് ഇങ്ങനെ സങ്കടപ്പെടാതെ, ഗൗരി ഇപ്പോൾ ഇങ്ങെത്തും. കൂടെ അപ്പൂനൊരു സർപ്രൈസും ഉണ്ടാകും. അപ്പു വിശ്വാസം വരാതെ നരേന്ദ്രനെ നോക്കി. എന്താ വല്യമാമയെ സർപ്രൈസ്? എനിക്ക് പട്ടിക്കുട്ടിയെ വാങ്ങിത്തരാന്ന് പണ്ട് പറഞ്ഞതായിരുന്നു, അതാണോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെയുണ്ട് അപ്പൂട്ട, ഗൗരി വരുമ്പോൾ കാണാം. അയാൾ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. വേണ്ട, എനിക്കിപ്പോൾ അറിയണം. എന്താന്ന് പറ വല്യമാമേ, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നരേന്ദ്രൻ അവളെ നോക്കി പറയില്ലെന്ന് ചുണ്ടിൽ വിരൽ വെച്ച് കാണിച്ചു. അപ്പു ദയനീയമായി ഉഷയെ നോക്കി. ഉഷയാകട്ടെ തനിക്കൊന്നും അറിയില്ലെന്ന് കൈമലർത്തി. ബാക്കിയുള്ള ഓരോരുത്തരുടെയും മുഖത്ത് അപ്പു നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ സഹികെട്ട അപ്പു അവരോട് പിണങ്ങി ഉമ്മറത്തേക്ക് നടന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പു ഗൗരിയെ കാത്ത് അവിടെയുള്ള പടിക്കെട്ടിലേക്കിരുന്നു. പുറത്തെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടും ഗൗരി വന്നില്ല. അപ്പു നിരാശയോടെ അകത്തേക്ക് പോകാൻ തുനിഞ്ഞതും ഒരു വണ്ടിയുടെ ഇരമ്പൽ കേട്ട് അവൾ പ്രതീക്ഷയോടെ നോക്കി. പക്ഷെ അവളുടെ മുഖം വീണ്ടും ഇരുണ്ടു. ഗൗരിയുടെ കാറായിരുന്നില്ല, മറിച്ചൊരു ജീപ്പായിരുന്നു കൊട്ടാരമുറ്റത്തേക്ക് വന്നു നിന്നത്. ജീപ്പിന്റെ ഡോർ തുറന്ന് അപ്രതീക്ഷിതമായി ഗൗരി പുറത്തേക്ക് ഇറങ്ങിയതും അപ്പുവിന് ദേഷ്യം തോന്നി. അവൾ ചുണ്ടുകൂർപ്പിച്ച് ഗൗരിയെ നോക്കി. പുറത്തേക്ക് ഇറങ്ങിയതും ഗൗരി കണ്ടത് ദേഷ്യത്തോടെ തന്നെ നോക്കി ചുണ്ടുകൂർപ്പിക്കുന്ന അപ്പുവിനെയാണ്.
പെട്ടെന്ന് ദേഷ്യപ്പെട്ടുള്ള നിൽപ്പ് കണ്ട് ഗൗരിക്ക് അതിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. അപ്പോഴാണ് അവൾക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഓർമ്മ വന്നത്. അതാണ് പെണ്ണ് ദേഷ്യത്തിൽ നിൽക്കുന്നത്. ഗൗരി അവളെ നോക്കി ചിരിച്ചു കാണിച്ചതും അപ്പു ഓടി അവൾക്കരികിലേക്ക് എത്തി. എവിടെയായിരുന്നു ഗൗരി ഇതുവരെ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുക. എന്നെ പറഞ്ഞ് പറ്റിച്ചതാണല്ലേ? അപ്പു തുറച്ചു നോക്കിക്കൊണ്ട് ഗൗരിയോട് പറഞ്ഞു. എൻ്റെ ചക്കര ഇങ്ങ് വാടാ, എൻ്റെ അപ്പൂട്ടിനെ ഞാൻ പറ്റിക്കുവോ? ഗൗരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അപ്പു അവളിൽ നിന്നും കുതിറി മാറി. ഞാൻ ആരുടെയും ചക്കരയല്ല, അപ്പു ഗർവിച്ചുകൊണ്ട് പറഞ്ഞു. വേറെ ആരുടെയും ചക്കരയല്ല, എൻ്റെ മാത്രമാണ്. എൻ്റെ അപ്പൂട്ടനല്ലേ? അപ്പൂട്ടന് ഒരു സർപ്രൈസ് കൊണ്ടുവരാൻ പോയതല്ലേ ഞാൻ. അപ്പോൾ ഇങ്ങനെ പിണങ്ങിയാലോ? എനിക്കിങ്ങ് വേണ്ട ഒരു സർപ്രൈസും. അപ്പു ദേഷ്യത്തോടെ മുഖം തിരിച്ചതും അവൾക്ക് പിന്നിലായി നിൽക്കുന്നയാളെ കണ്ടത്. അപ്പുവിന് ആദ്യം അത് ആരാണെന്ന് മനസ്സിലായില്ല. അവൾ സംശയത്തോടെ ഗൗരിയെ നോക്കി. ഗൗരി ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നു. അവൾ പിന്നെയും അയാളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയതും അപ്പു ഒന്ന് ഞെട്ടി. മുന്നിൽ ഗൗരിയുടെ രുദ്രനാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിന് അവൻ്റെ രൂപമോ ഭാവമോ ഒന്നും അവൾക്ക് ആവശ്യമായിരുന്നില്ല. ഗൗരിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള ആൾ, ഏറെ പറയാനുള്ള ആ കണ്ണുകൾ മാത്രമായിരുന്നു. ജനിതകമായി എന്തോ ഒന്ന് കണ്ട് അവൻ്റെ കൃഷ്ണമണിക്ക് വേറെ നിറമാണ്. തനിക്കും ആ കണ്ണുകളാണ് കിട്ടിയിട്ടുള്ളതെന്നും ഗൗരി അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പുവിൻ്റെ നിൽപ്പ് കണ്ട് അവൾക്ക് രുദ്രനെ മനസ്സിലായെന്ന് ഗൗരി തിരിച്ചറിഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം രുദ്രൻ അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തൻ്റെ ഗൗരി ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, ആ ഗൗരിയെയാണ് അവൻ മുന്നിൽ കണ്ടത്. ജീപ്പിൽ നിന്നും ഇറങ്ങിയതും ആദ്യം കാണുന്നത് ഗൗരിയുടെ നേർക്ക് ഓടി വരുന്ന ആ കുട്ടിയെയാണ്. അവൾ ഗൗരി എന്നൊക്കെ വിളിച്ച് ഓരോന്നും പറയുന്നുണ്ട്. അവളെ കണ്ടതും തനിക്ക് പണ്ട് തൻ്റെ ഒപ്പം നടന്നിരുന്ന കുഞ്ഞു ഗൗരിയാണ് ഓർമ്മ വന്നത്. പക്ഷെ അന്നത്തെ ഗൗരിയെപ്പോലെ തൊട്ടാവാടിയല്ല ഈ ഗൗരിക്കുട്ടിയെന്ന് അവന് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ട് ഗൗരിയുടെ മനസ്സിൽ അന്നേ വരെ ലഭിച്ചിട്ടില്ലാത്ത ഒരുതരം സന്തോഷമായിരുന്നു. അവളുടെ ഹൃദയം വിങ്ങിക്കരയുന്ന നാളുകൾക്ക് അവസാനമായി എന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഗൗരി കണ്ണുകൾ തുടച്ച് അപ്പുവിൻ്റെ അരികിൽ മുട്ടുകുത്തി നിന്നു. അപ്പൂട്ട, അതാരാണെന്ന് അപ്പൂട്ടന് മനസ്സിലായോ? ഗൗരി രുദ്രനെ ചൂണ്ടിക്കാട്ടി ചോദിച്ചു. അപ്പു മനസ്സിലായെന്ന മട്ടിൽ രുദ്രനെ നോക്കി തലയാട്ടി. എങ്കിൽ പറ, ആരാണ്? അത് പറയുമ്പോൾ ഗൗരിയുടെ ശബ്ദം ഇടറിയിരുന്നു. അവൾ നിറകണ്ണുകളോടെ ആകാംക്ഷയോടെ അപ്പുവിനെ നോക്കി. ഗൗരിയുടെ രുദ്രൻ. അപ്പു പറഞ്ഞത് കേട്ട് ഗൗരി ചിരിച്ചു. അപ്പോൾ അപ്പുവിൻ്റെയോ? അവൾ വീണ്ടും ചോദിച്ചു. അപ്പുവിൻ്റെ അച്ഛ. അവൾ രുദ്രനെ നോക്കി പറഞ്ഞു. ഗൗരിയോടൊപ്പം അപ്പുവിനെ കണ്ടതു മുതൽ അവൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും ഉടലെടുത്തിരുന്നു. അവളുടെ സാമീപ്യത്താൽ തൻ്റെ ഹൃദയത്തിൽ വാത്സല്യം എന്ന വികാരം ഉടലെടുക്കുന്നത് രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൗരി അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയത്. തൻ്റെ പേര് പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നെങ്കിൽ അവളുടെ അച്ഛയാണ് താനെന്ന് പറഞ്ഞപ്പോഴുണ്ടായ ഞെട്ടലിൽ നിന്നും അവൻ മോചിതനായിരുന്നില്ല. അവൻ്റെ കാതുകളിൽ അപ്പു പറഞ്ഞ വാക്കുകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു. ശരിയാണ്, തൻ്റെ ഗൗരിയുടെ തനി പകർപ്പാണ് മുന്നിൽ നിൽക്കുന്നത്. കണ്ണുകൾ മാത്രം തൻ്റേതും. പക്ഷെ താൻ എങ്ങനെ അവളോട് പെരുമാറും? ഇത്രയും കാലം ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് പോലും അറിയാതെ, അതിലുപരി ഇത്രയും നാൾ ഒരച്ഛൻ്റെ സ്നേഹം ലഭിക്കാതെ വളർന്ന അവളുടെ മുന്നിൽ താൻ എന്തു പറഞ്ഞു ചെല്ലും? അവൾക്ക് തന്നെ ഇഷ്ടപ്പെടുമോ? സംശയത്തോടെ അവൻ ഗൗരിയെയും അപ്പുവിനെയും മാറി മാറി നോക്കി. അവൻ്റെ പരിഭ്രമം കണ്ടതും ഗൗരിക്കും അവൻ്റെ ചിന്തകൾ മനസ്സിലായി. അവൾ അപ്പുവിനെ നോക്കി കണ്ണു കാണിച്ചതും അവൾ രുദ്രൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് അവൻ്റെ നേരെ കൈ നീട്ടി പറഞ്ഞു. ഹായ്, ഐ ആം അപർണ രുദ്രൻ. യു ക്യാൻ കോൾ മീ അപ്പു. പാറുവിൻ്റെ പേര് കേട്ടതും രുദ്രൻ്റെ ഞെട്ടൽ പൂർണ്ണമായിരുന്നു. അവൻ ഗൗരിയെ നോക്കി. അവൾ തന്നെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് രുദ്രൻ കണ്ടു. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരുതരം വികാരത്തിന് അടിമയായിരുന്നു രുദ്രൻ അപ്പോൾ. ഞെട്ടലിൽ നിന്നും മുക്തനായ അവൻ അപ്പുവിൻ്റെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ രുദ്രൻ. രുദ്രന് സിനിമ കാണാൻ ഇഷ്ടമാണോ? പെട്ടെന്ന് അപ്പു ചോദിച്ചത് കേട്ട് ഗൗരിയും രുദ്രനും അവളെ തുറച്ചു നോക്കി. അവിടെ കാര്യമായ ഭാവവ്യത്യാസങ്ങളൊന്നും രുദ്രൻ കണ്ടില്ല. അപ്പു വളരെ കൂളായാണ് നിൽക്കുന്നത്. രുദ്ര പറ, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമാണോ? അപ്പു പ്രതീക്ഷയോടെ രുദ്രനെ ഉറ്റുനോക്കി. അപ്പു തൻ്റെ മകളാണെന്ന ഇഷ്ടം കൊണ്ടോ അതോ അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടിട്ടാണെന്ന് അറിയില്ലെങ്കിലും അവൻ തലകുലുക്കി തൻ്റെ ഇഷ്ടം അറിയിച്ചു. അത് കണ്ട് അപ്പുവിൻ്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ വിടർന്നു. എങ്കിൽ വാ രുദ്ര, നമുക്ക് സിനിമ കാണാൻ പോകാം. അമ്മയും വാ, നമുക്ക് ഒന്നിച്ചു പോകാം. അവൾ ഇരുവരെയും കയ്യിൽ പിടിച്ചു വലിച്ചു. അവളുടെ പ്രവൃത്തികൾ കണ്ട് രുദ്രന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ അപ്പുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മുത്തി. അച്ഛ കൊണ്ടുപോകാടാ, മുത്തിന് ഏത് സിനിമയ്ക്കാ പോകണ്ടേ? രുദ്രൻ അവളുടെ താടിയിൽ പിടിച്ചു ചോദിച്ചതും അപ്പു അവനിൽ നിന്നും പിടഞ്ഞു മാറി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി കണ്ട് രുദ്രനും ഗൗരിയും പരസ്പരം നോക്കിയതും പിന്നീട് അപ്പുവിൻ്റെ വാക്കുകൾ കേട്ട് രുദ്രൻ്റെ ഉള്ളിൽ ഗൗരിയെ വിട്ടുപിരിഞ്ഞതിൽ സങ്കടം തോന്നി. രുദ്ര, നീ എൻ്റെ അച്ഛനായിട്ട് എൻ്റെ കൂടെ എവിടെയും വരണ്ട. അപ്പുവിൻ്റെ അച്ഛയെ അപ്പുവിന് ഇഷ്ടമല്ല. എൻ്റെ അമ്മേനെ എന്നും കരയിപ്പിക്കുന്ന ആളാണ് എൻ്റെ അച്ഛ. ആ അച്ഛയെ അപ്പുവിന് ഇഷ്ടമല്ല. ഗൗരിയമ്മയുടെ രുദ്രനെ മാത്രമേ അപ്പുവിന് ഇഷ്ടമുള്ളൂ. അങ്ങനെ വരാമെങ്കിൽ വന്നാൽ മതി. അവളുടെ വാക്കുകൾ കേട്ട് രുദ്രൻ സ്തംഭിച്ചു നിന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പു അങ്ങനെയൊന്നും പറയുമെന്ന് അവൾ കരുതിയില്ല. അവൾ അപ്പുവിനോട് ദേഷ്യപ്പെട്ടു. അപ്പു, നീ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? എൻ്റെ അച്ഛനാണത്.
അല്ലാതെ നിന്റെ കളിക്കൂട്ടല്ല. അവളുടെ കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറയുന്നു. ഗൗരിയുടെ ദേഷ്യം കണ്ടിട്ടും അപ്പുവിന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. അവൾ വഴക്ക് കേൾക്കുമ്പോഴും ഗൗരിയെ തലയുയർത്തി തന്നെ നോക്കി. അത് കണ്ട് ഗൗരിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ കണ്ണുരുട്ടി നോക്കുന്നത് കണ്ടില്ലേ? പറഞ്ഞിട്ട് വല്ല കൂസലുമുണ്ടോ എന്ന് നോക്ക്. അത്രയും ആയപ്പോഴേക്കും ഗൗരിയെ രുദ്രൻ കൈ ഉയർത്തി തടഞ്ഞു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും അപ്പുവിനെ ഉറ്റുനോക്കുകയായിരുന്നു. അവൻ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, അപ്പൂസേ, അപ്പൂസിൻ്റെ അച്ചായിയായല്ലേ എന്നെ കാണാൻ ബുദ്ധിമുട്ടുള്ളൂ. ഗൗരിയുടെ രുദ്രനായി കാണുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പു വെറും രുദ്രനായി കാണുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ? രുദ്രൻ്റെ ചോദ്യം കേട്ട അപ്പു ഇല്ലെന്ന് ചുമൽ കൂച്ചി കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഫ്രണ്ട്സ്. അപ്പൂസിൻ്റെ ഒരു കൂട്ടുകാരനായി മാത്രം എന്നെ കണ്ടാൽ മതി. രുദ്രൻ പറഞ്ഞത് കേട്ട അപ്പു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ രുദ്രൻ ഇനി മുതൽ എൻ്റെ ചങ്കാണല്ലേ? അവൾ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ആടാപ്പൂസേ, എൻ്റെ ചങ്കും വത്തങ്ങയും എല്ലാം അപ്പൂസ. രുദ്രനും അവളെ തിരിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട അപ്പു രുദ്രനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ചോദിച്ചു, അപ്പോൾ ഹൃദയമോ? അത് ചോദിക്കാനുണ്ടോ അപ്പൂസേ? അത് അപ്പൂസിൻ്റെ ഗൗരിക്കല്ലാണ്ട് ആരാ? ഇപ്പോൾ പിന്നെ അപ്പൂസുമുണ്ട്. അന്നാ വാ, നമുക്ക് സിനിമക്ക് പോവാം. അതിനെന്താ, പോകാമല്ലോ. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ അമ്മയും വാ, ഇപ്പോൾ തന്നെ തുടങ്ങാറായിട്ടുണ്ടാവും. അത് കേട്ട് ഗൗരി അപ്പുവിനെ നോക്കി. ഇന്ന് പോണോ മോളെ? അമ്മയും അച്ഛനും ആകെ നനഞ്ഞു നിൽക്കുന്നത് മോള് കണ്ടില്ലേ? ഇതൊന്ന് മാറി വരുമ്പോൾ സമയം പോകില്ലടോ. അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് പോകാം. അപ്പുവിൻ്റെ മുഖത്ത് നിരാശ പടർന്നു. അവൾ ദയനീയമായി ഇരുവരെയും നോക്കി. അമ്മ പോ, അമ്മയ്ക്കിപ്പോൾ ഒരു സ്നേഹവുമില്ല. അപ്പു പിണങ്ങി തിരിഞ്ഞു നിന്നു. അപ്പൂട്ട, അമ്മ പറയുന്നത് കേൾക്ക്. നാളെ നമുക്ക് പോകാലോ. അച്ഛനും അമ്മയും അപ്പുവും കൂടെ സിനിമയ്ക്ക് പോകുന്നു. മോൾക്ക് സമ്മതല്ലേ? ഗൗരി വീണ്ടും പറഞ്ഞതും അപ്പു തലകുലുക്കി സമ്മതിച്ചു. ഈ സമയം രുദ്രൻ അമ്മയും മകളും തമ്മിലുള്ള സ്നേഹം കണ്ടറിയുകയായിരുന്നു. അവൻ ഗൗരിയെ ആദ്യമായി ആരാധനയോടെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട ഗൗരി എന്താ എന്ന് ചോദിച്ചതും രുദ്രൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു. അവൻ്റെ ഭാവം കണ്ട ഗൗരിയും ചിരിച്ചു. 1000 പൂർണ്ണചന്ദ്രന്മാരെക്കാൾ പ്രഭയുണ്ട് ഗൗരിയുടെ ചിരിക്കുന്ന രുദ്രന് തോന്നി. അവൻ ഗൗരിയെ ഇമവെട്ടാതെ നോക്കി നിന്നു. അവളും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. രുദ്രഭാഗത്തേക്ക് കയറാം. അപ്പു അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും ഇരുവരും ഞെട്ടി. അത്രയും നിമിഷം താൻ രുദ്രനെ നോക്കി നിൽക്കുകയായിരുന്നുവെന്ന ചിന്തയിൽ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ പതിയെ തല താഴ്ത്തി പിടിച്ചതും രുദ്രൻ അവളുടെ കൈവിരലുകളിൽ തൻ്റെ വിരൽ കോർത്തു പിടിച്ചു. മറുകയിൽ അപ്പു രുദ്രൻ്റെ കൈ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് അവനെ കൊണ്ടുപോയി. അപ്പോഴാണ് അവർ ചുറ്റും നോക്കുന്നത്. തങ്ങളെ വീക്ഷിച്ചുകൊണ്ട് നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ കണ്ണുകളിൽ വർഷങ്ങൾക്ക് ശേഷം രുദ്രനെ കണ്ട അത്ഭുതമായിരുന്നുവെങ്കിൽ നരേന്ദ്രനും ശേഖരനും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ആൺ പ്രജകൾ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് രുദ്രൻ്റെ രൗദ്രത്തെ കണ്ടറിഞ്ഞ നടുക്കത്തിൽ നിന്നും അവരാരും മുക്തരായിട്ടില്ലായിരുന്നു. അവർക്കരികിൽ നിന്ന് അഖിലേഷാണ് രുദ്രനെ കണ്ട് ഏറ്റവും ഭയന്നത്. ഭയന്ന് വിറച്ചവൻ അമ്മ ഉഷയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും ആദിലക്ഷ്മിയും നീതുവും അവനെ മറികടന്ന് രുദ്രൻ്റെ അരികിലേക്കെത്തി. അരേ വീർഭയ്യ, ഈ പാവങ്ങളേക്ക് ഓർമ്മയുണ്ടോ? ആദി രുദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. നീതു അവൻ്റെ അരികിൽ പറ്റിച്ചേർന്ന് നിന്നു. ആദിയുടെ ചോദ്യം കേട്ട് രുദ്രൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. വീറൊരിക്കൽ ഒരാളെ പരിചയപ്പെട്ടാൽ മരണം വരെ മറക്കില്ല ആദി. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൗരിയോട് ചോദിച്ചു നോക്ക്. അയ്യോ വേണ്ടായേ, ഞങ്ങൾക്ക് വിശ്വാസമാണേ, അവൾ രുദ്രനെ തൊഴുതുകൊണ്ട് പറഞ്ഞു. അപ്പോഴും ഇവരുടെ സംസാരം കണ്ട് മറ്റുള്ളവർ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. പലർക്കും നീതുവിനും ആദിക്കും രുദ്രനെ എങ്ങനെ അറിയാമെന്ന ചിന്തയായിരുന്നു. അവരോട് സംസാരിച്ച ശേഷം രുദ്രൻ നരേന്ദ്രനെ നോക്കി ചോദിച്ചു, കുട്ടേട്ടാ, എനിക്ക് അകത്തേക്ക് വരാമല്ലോ അല്ലേ? അത് കേട്ട് നരേന്ദ്രൻ രുദ്രനായി വഴിമാറിക്കൊടുത്തു. അവരെയെല്ലാം ചിരിയോടെ നോക്കിയ ശേഷം രുദ്രൻ അപ്പുവിനും ഗൗരിക്കുമൊപ്പം അകത്തേക്ക് നടന്നു. ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ ഗൗരി അവനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരിക്കൽ അവരുടെ വാക്കുകൾ കേട്ട് തന്നെ വിശ്വസിക്കാതിരുന്നതിന് ഗൗരി കാണിക്കുന്ന പരിഭവമാണെന്ന് രുദ്രന് മനസ്സിലായി. അവൻ ചിരിയോടെ അവളുടെ മുറിയിലേക്ക് കയറിയതും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ്റെ കണ്ണിൽ ശത്രുവിൻ്റെ തല അരിയാനുള്ള രൗദ്രഭാവമായിരുന്നു അപ്പോൾ. എന്നാൽ ഒന്നും അറിയാതെ ഗൗരിയും അപ്പവും അവൻ്റെ മുന്നിൽ നിന്നു. ഭയ്യ, ദർ ഈസ് എ മെസ്സേജ് ഫ്രം റോ ഡയറക്ടർ അരവിന്ദ് ഘോഷ്. ഇന്ത്യൻ മണ്ണിൽ വീണ്ടും ഒരു ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI തയ്യാറെടുക്കുന്നു. മുംബൈ മോഡൽ ഭീകരാക്രമണത്തിനാണ് പദ്ധതിയിടുന്നതെന്നാണ് റോ നൽകുന്ന വിവരം. ഗൗരിയുമായി മുറിക്ക് അകത്തേക്ക് കടന്ന രുദ്രന്റെ കാതിൽ ഇയർബഡ്സിലേക്ക് മക്ബറയുടെ മെസ്സേജ് എത്തിയതും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എന്നാൽ മുന്നിൽ നിന്ന് അപ്പവും ഗൗരിയും പെട്ടെന്നുണ്ടായ രുദ്രന്റെ ഭാവമാറ്റത്തിൽ ഭയന്നുപോയി. അവൾ ആശങ്കയോടെ രുദ്രനെ നോക്കി. എന്താ രുദ്ര, മുഖം എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? എന്താ ഉണ്ടായേ? ഗൗരി ആശങ്കപ്പെട്ട് ചോദിച്ചതും ഒന്നും മനസ്സിലാകാതെ തന്നെ നോക്കി നിൽക്കുന്ന അപ്പുവിനെ രുദ്രൻ അടുത്ത് വിളിച്ചു. അപ്പൂസേ, എനിക്ക് അത്യാവശ്യമായി ഫോൺ ചെയ്യാനുണ്ടടാ. അപ്പോഴേക്കും മോൾ അമ്മയെയും വിളിച്ച് എനിക്കെന്തെങ്കിലും കഴിക്കാൻ എടുത്തു വയ്ക്ക്. ഞാൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. രുദ്രൻ അവളെ തലോടി പറഞ്ഞതും അപ്പു തലകുലുക്കി സമ്മതിച്ചു. പുറത്തേക്ക് പോകാൻ നിന്ന അപ്പുവിനെ രുദ്രൻ തടഞ്ഞു. മോൾക്ക് രുദ്രനെ പേടിയുണ്ടോ? അവളുടെ പോക്ക് കണ്ട് രുദ്രനെ അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. രുദ്രൻ ചോദിച്ചത് കേട്ട് അപ്പു അവൻ്റെ കവിളിലൊരു ഉമ്മ കൊടുത്തു പറഞ്ഞു, ഇല്ലാലോ. അപ്പുവിൻ്റെ മറുപടി കേട്ട രുദ്രനും അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു.
അപ്പോൾ മോൾ അമ്മയോട് പറ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ പോയി കഴിക്കാൻ എടുത്തു വയ്ക്കാൻ. അത് കേട്ട് അപ്പു ഗൗരിയെ കൂട്ടി മുറിവിട്ട് പുറത്തുപോയതും രുദ്രൻ വാതിൽ ചേർത്തടച്ചു. തൻ്റെ ഫോണിൽ വീഡിയോ കോൺഫറൻസ് ഇട്ട് അവൻ മക്ബറയുമായി സംസാരിക്കാൻ തുടങ്ങി. എടാ, ഇതിപ്പോൾ നമുക്ക് മുന്നേ ഇങ്ങനെയൊരു സംശയം തോന്നിയിരുന്നതല്ലേ? ആൻഡ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ ഗേറ്റിന് റോ എന്തിന് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് കൊടുത്തു? ഭയ്യ, റോയ്ക്ക് ലഭിച്ച വിവരം ശരിയാണെങ്കിൽ അവരൊരു ഡൈവേർഷനാണ് ശ്രമിക്കുന്നത്. മക്ബറ അവനോട് ഗൗരവത്തോടെ പറഞ്ഞു. നിനക്കെന്താ അങ്ങനെ തോന്നാൻ? ഇതൊരു ഡൈവേർഷൻ മാത്രമാകുന്നില്ലല്ലോ. രുദ്രൻ തൻ്റെ സംശയം അവനോട് ചോദിച്ചു. ഭയ്യ, ഇങ്ങനെ തോന്നാൻ ഒരു കാര്യമുണ്ട്. ഇത്തവണ ISI റിക്രൂട്ടിംഗ് നടത്തിയിരിക്കുന്നത് സ്വന്തം രാജ്യത്ത് നിന്നല്ല. പിന്നെ? രുദ്രൻ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. ഭയ്യ, അവർ റിക്രൂട്ടിംഗ് നടത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് അഭയാർത്ഥികളെയാണ്. ഇത് നടന്നിട്ട് വർഷങ്ങളായി. രുദ്രൻ നെറ്റി ചുളിച്ച് അവനെ നോക്കി. 2 വർഷം മുമ്പ് ഇതേക്കുറിച്ചൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ബട്ട് റെഗുലർ ഫോളോ ആപ്പിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് റിപ്പോർട്ടന്ന് കാര്യമായി പരിഗണിച്ചില്ല. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി കൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിലേക്കും. 1971 വെറും 13 ദിവസം കൊണ്ട് ഇന്ത്യയോട് തോറ്റ് പിന്മാറേണ്ടി വന്നതിൻ്റെ പ്രതികാരം. അതാണ് അവരുടെ ലക്ഷ്യം. അന്ന് ഈസ്റ്റ് പാകിസ്ഥാനെ സ്വതന്ത്ര രാജ്യമാക്കിയതിന് ഇന്ന് ആ രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് തന്നെ ശത്രുവിനെ നേരിടാനുള്ള പാകിസ്ഥാന്റെ കുടിലതന്ത്രം. ബട്ട് ഭയ്യ, ഈ ഒരു നീക്കം അത് യുദ്ധത്തിൽ കലാശിച്ചിരിക്കുമെന്നിരിക്കെ ഹൗ ക്യാൻ സംബഡി ഡു ലൈക്ക് ദിസ്? ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ചൈനയുടെ മാത്രം പിന്തുണയുള്ള പാകിസ്ഥാനെ അപ്പാടെ തകർക്കുന്നതാണെന്ന് അവർക്കറിയില്ലേ? മക്ബറ പറഞ്ഞത് കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. അതേടാ, നമ്മളൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു. പക്ഷെ അത് നീ കരുതുന്ന പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ല. രുദ്രൻ ഒന്ന് നിർത്തിയിട്ട് മക്ബറയെ നോക്കി. അവൻ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ട രുദ്രൻ തുടർന്നു പറഞ്ഞു. ഈ യുദ്ധം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് നടക്കാൻ പോകുന്നത്. ഭയ്യ, ആർ യു കിഡിങ് മീ? മക്ബറ വിശ്വാസം വരാതെ രുദ്രനെ നോക്കി അലറി. അതേടാ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള യുദ്ധം തന്നെ. എനിക്ക് ആവശ്യവും ഈ യുദ്ധമാണടാ. ഈ യുദ്ധം അതെനിക്ക് തന്നെ തുടങ്ങി വയ്ക്കണം. രുദ്ര! മക്ബറ ഞെട്ടി എഴുന്നേറ്റ് അവനെ വിളിച്ചു. എന്നാൽ രുദ്രന്റെ മുഖത്ത് അവൻ അന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവമായിരുന്നു. ഭയ്യ, ഭ്രാന്ത് പറയുകയാണോ? ആർ യു മാഡ്? രുദ്രൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? ഭയ്യ, ഇത് തമാശ പറയേണ്ട നേരമല്ല. നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു യുദ്ധത്തിന് മുതിർന്നാലുള്ള അവസ്ഥ അറിയാലോ. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഇന്ത്യ മഹാരാജ്യം ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരായ തെളിവുകൾ നിരത്താൻ പാകിസ്ഥാനും ചൈനയും ഉണ്ടാകും. അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ഇന്ത്യ ഇന്നുവരെ എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളെയും അവസാനമാണത്. ഇതോടൊപ്പം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ നയതന്ത്ര വ്യാപാര ഉപരോധം ഏർപ്പെടുത്തും. അതോടെ ഇന്ത്യയുടെ തകർച്ചയും ആരംഭിക്കും. ഭയ്യക്ക് അതാണോ വേണ്ടത്? അത് കേട്ട രുദ്രൻ അല്പനേരം നിശബ്ദനായിരുന്നു. പക്ഷെ അവന്റെ മുഖത്തൊരു പുച്ഛച്ചിരി മക്ബറ കണ്ടു. അത് കണ്ട് അവന് ദേഷ്യം വന്നു. ഭയ്യ, ഒന്നും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് മറുപടി കിട്ടിയേ തീരൂ. അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എടാ, നീ യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആർട്ട് ഓഫ് വാർ? രുദ്രൻ അവനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയല്ല ഭയ്യ അത്. എനിക്ക് കറക്റ്റ് ഉത്തരം നൽകണം. നിനക്കുള്ള ഉത്തരം തന്നെയാടാ അത്. നിനക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നീ ഒരാളെ അറിയണം. ഫീൽഡ് മാർഷൽ സാം മനേക്ഷായെക്കുറിച്ച്. ഇന്ത്യ മഹാരാജ്യം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരനായ പോരാളി. ഇന്ന് നമ്മൾ ഇവിടെ എത്താൻ കാരണവും ഈ സാമാണ്. കാരണം എന്താണെന്ന് നിനക്കറിയാമോ? ഇനി അറിയാമെങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താം. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനും സാമിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമിന്റെ യുദ്ധതന്ത്രങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ 71 ഇൻഡോ പാക് വാറിൽ ജയം ഒരുപക്ഷെ പാകിസ്ഥാനൊപ്പമോ അല്ലെങ്കിൽ യുദ്ധം നീണ്ടുപോകുമോ ചെയ്യുമായിരുന്നു. പക്ഷേ സാമിന്റെ യുദ്ധതന്ത്രങ്ങളാൽ വെറും 13 ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. ആ പരാജയം ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ നേർക്ക് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ആത്മവിശ്വാസം കൂടിയാണ് സാം ഇല്ലാതാക്കിയത്. അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയത് വെറും നിഴൽ യുദ്ധങ്ങൾ മാത്രമാണ്. ഇപ്പോൾ അവർ ശ്രമിക്കുന്നതും അതേ നിഴൽ യുദ്ധത്തിലൂടെ 71 പരാജയത്തിന്റെ കണക്ക് തീർക്കാനാണ്. ഇനി നീ പറ, നിനക്ക് സാമിനെ പോലെ ചിന്തിക്കുകയും സാമിനെ പോലെ പോരാടുകയും ചെയ്യണോ, അതോ ശത്രുരാജ്യത്തിന്റെ തന്ത്രങ്ങളനുസരിച്ച് യുദ്ധം ചെയ്യണോ? രുദ്രന്റെ ചോദ്യം കേട്ട് മക്ബറയൊന്ന് ചിരിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ അതിനുള്ള മറുപടി പറഞ്ഞു. എനിക്ക് വേണ്ടത് സാമിനെ പോലെയാണ്. അതേടാ, ഓരോ പോരാളിയും ആഗ്രഹിക്കേണ്ടത് സാമിനെ പോലെ ആകാനാണ്. ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കണം സാമിന്റെ ജീവിതം. നിനക്കറിയാമോ, ചെറുപ്പത്തിൽ സാം ആഗ്രഹിച്ചത് ഡോക്ടറാകാനാണ്. 1914 ഏപ്രിൽ 3 പാഴ്സികളായ ഹോർമുസ്റ്റി മനേക്ഷായുടെയും ഹീരാബായിയുടെയും മകനായി അമൃത്സറിലായിരുന്നു സാമിന്റെ ജനനം. നൈനിറ്റാളിലെ പഞ്ചാബ് ആൻഡ് ഷെർവുഡ് കോളേജിൽ നിന്നും ക്രൈംബ്രിഡ്ജ് ബോർഡിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പരീക്ഷ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ സാം ലണ്ടനിൽ പോയി മെഡിസിൻ പഠിക്കണമെന്ന് തൻ്റെ അച്ഛനോട് ആവശ്യപ്പെട്ടു. സ്വന്തമായി വിദേശത്ത് തങ്ങിപ്പഠിക്കാനുള്ള പ്രായമില്ലെന്ന് പറഞ്ഞ അച്ഛൻ മകന്റെ അപേക്ഷ നിരസിച്ചു. ഉടൻ തിരിച്ചടിയെന്ന മട്ടിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ പ്രവേശന പരീക്ഷ എഴുതിയ സാം വിജയിച്ചു. 1932 ഒക്ടോബർ 1 ഡെറാഡൂണിൽ 40 കേഡറ്റുകളുടെ
ആദ്യ ബാച്ചിൽ അങ്ങനെ സാമും ഭാഗമായി. ഈ പോരാട്ടവീര്യമാണ് സാം ജീവിതത്തിലുടനീളം പിന്തുടർന്നത്. 4 ദശാബ്ദം നീണ്ട സൈനിക സേവനത്തിൻ്റെ ഇടയിൽ 2ാം ലോക യുദ്ധം മുതൽ 5 യുദ്ധങ്ങളിൽ സാം പങ്കാളിയായി. 1942 ബർമയിലെ 4/12 ഫ്രണ്ടിയർ ഫോഴ്സ് റെജിമെന്റിൽ ക്യാപ്റ്റനായിരിക്കെയാണ് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയായത്. സിത്താങ് പാലത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജപ്പാനെതിരെ മുന്നിൽ നിന്ന് നയിച്ച സാമിനെ 7 തവണ വെടിയേറ്റു. ചോര വാർന്ന് മരിച്ചു വീഴുമെന്ന അവസ്ഥയിലും പിന്മാറാതെ സൈനികർക്ക് സാം പ്രചോദനമേകി. ഒടുവിൽ പാലത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കി. സാമിന്റെ ധീരതയെക്കുറിച്ച് കേട്ട ഡിവിഷണൽ കമാൻഡർ സർ കോവൻസ് യുദ്ധമേഖലയിൽ പാഞ്ഞെത്തി സ്വന്തം സൈനിക ചിഹ്നം അഴിച്ചുമാറ്റി സാമിന്റെ മാറിൽ ചാർത്തിയത് അദ്ദേഹത്തിന് കിട്ടിയ വലിയ അംഗീകാരങ്ങളിൽ ഒന്നു മാത്രമാണ്. ധീരതയുടെ പര്യായമായിരുന്നു സാം മനേക്ഷ. 7 വെടിയുണ്ടകളുമായി ആശുപത്രിയിലെത്തിയ അദ്ദേഹത്തോട് എന്തു പറ്റിയെന്ന് സർജൻ ചോദിച്ചപ്പോൾ തന്നെ ഒരു കഴുത തൊഴിച്ചുവെന്നായിരുന്നു സാം മറുപടി പറഞ്ഞത്. അതാണ് സാം. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം സാം ഇന്ത്യൻ സേനയുടെ ഭാഗമായി. 1965 പാകിസ്ഥാനുമായുണ്ടായ യുദ്ധത്തിൽ ഭാരതത്തിന് വിജയം ഉറപ്പാക്കിയത് സാമിന്റെ തന്ത്രപരമായ നേതൃത്വമായിരുന്നു. 1969 8ാമത് കരസേന മേധാവിയായി ചുമതലയേറ്റു. വീണ്ടും 71 പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചപ്പോൾ അന്നത്തെ PM ഇന്ദിര സാമിനെ വിളിച്ചു വരുത്തി തൻ്റെ ആശങ്ക അറിയിച്ചു. അപ്പോൾ സാമിന്റെ മറുപടി എന്തായിരുന്നുവെന്ന് നിനക്കറിയാമോ? ഡോണ്ട് വറി സ്വീറ്റി, നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് എനിക്ക് തരാനുള്ളത് വിജയം മാത്രമാണെന്നാണ്. സാം പറഞ്ഞ വാക്കുപാലിച്ചു. അതും വെറും 13 ദിവസം കൊണ്ട്. കര, നാവിക, വ്യോമ വിഭാഗങ്ങളെ ഒറ്റക്കെട്ടായി നയിച്ച് യുദ്ധം പാകിസ്ഥാന്റെ അടിത്തറ തന്നെ ഇളക്കി കളഞ്ഞു. സാം അന്ന് തുടങ്ങി വച്ചതിൻ്റെ ബാക്കി പൂർത്തിയാക്കാൻ ഒരവസരം ശത്രുവായി തന്നെ മുന്നിലേക്ക് വെച്ച് നീട്ടുമ്പോൾ ഞാൻ ആ അവസരം കളഞ്ഞു തുലയ്ക്കണോടാ? രുദ്രൻ അവനോട് ചോദിച്ചു. സാമിന്റെ ജീവിതം പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും അത് വീണ്ടും കേൾക്കുന്തോറും ഓരോ ഭാരതീയനും തോന്നുന്ന ആരാധനയോടെ മക്ബറ രുദ്രന്റെ വാക്കുകൾ കേട്ടിരുന്നു. എ ട്രൂ ലെജൻഡ് അല്ലേ ഭയ്യ, അവൻ അഭിമാനത്തോടെ പറഞ്ഞു. അത് കേട്ട് രുദ്രൻ അവനെ നോക്കി ഇന്ന് പുഞ്ചിരിച്ചു. ചിന്തിക്കുമ്പോൾ സാമിനെ പോലെ ചിന്തിക്കണം. ശത്രുവിന്റെ ഓരോ നീക്കവും മുന്നിൽ കണ്ട് അവന് ഒരു പടി മുന്നിലായിരിക്കണം നമ്മൾ. ബട്ട് ഭയ്യ, ഇപ്പോഴും ശത്രു നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലാണുള്ളത്. അവരുടെ ലക്ഷ്യം സംബന്ധിച്ച് ആകെ കുറച്ച് സൂചനകളും. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഒത്തിരി പിന്നിലാണ്. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന രുദ്രന്റെ മുഖം അത് കേട്ട് വലിഞ്ഞു മുറുകി. അവൻ പറഞ്ഞത് സത്യമാണെന്നും രുദ്രന് തോന്നി. നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ ശത്രുവിന് പിന്നിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കാവശ്യം ഒരു പിടിവള്ളിയും. ഒന്നും നമുക്കറിയാം, ശത്രുവിന്റെ ലക്ഷ്യം INS വിക്രമാദിത്യയാണ്. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞ ഭീകരാക്രമണ സാധ്യതയും. ഒരിക്കലും വിക്രമാദിത്യക്ക് നേരെ ഒരു ഡയറക്റ്റ് അറ്റാക്കിന് അവർ മുതിരില്ല. മൈലുകൾക്കപ്പുറം ശത്രുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരെ ഇല്ലാതാക്കാൻ വിക്രമാദിത്യക്ക് കഴിവുണ്ട്. ആ കഴിവ് തിരിച്ചറിഞ്ഞിട്ടും വിക്രമാദിത്യയെ ലക്ഷ്യം വയ്ക്കണമെങ്കിൽ അതിന് തക്ക ആയുധം ശത്രുപക്ഷത്തുണ്ടെന്ന് കരുതണം. അതിനുവേണ്ടിയുള്ള ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമാകും നീ പറഞ്ഞ പോലെ ഈ ഭീകരാക്രമണ പദ്ധതി. ബട്ട് ഭയ്യ, ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ നമ്മുടെ പക്കൽ യാതൊരു തെളിവുമില്ല. ഇതെല്ലാം നമ്മുടെ കണക്കുകൂട്ടൽ മാത്രമാണ്. എടാ, രുദ്രനെ ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ഒരു ലക്ഷ്യമേ ഉള്ളൂ, ശത്രു നിഗ്രഹം. അതിന് പല വഴികളും രുദ്രൻ തേടും. ഇനി നീ പറഞ്ഞ തെളിവ് ആവശ്യമെങ്കിൽ അതും രുദ്രനെ തേടിയെത്തും, ഗിരിധറിലൂടെ. രുദ്രൻ ഗിരിധറിന് ജീവൻ കൊടുക്കാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ നീ തുടങ്ങി വയ്ക്ക്. തൽക്കാലം ഞാൻ എൻ്റെ പെണ്ണിൻ്റെയും കൊച്ചിൻ്റെയും അടുത്തോട്ട് ചെല്ലട്ടെ. രുദ്രൻ പറഞ്ഞത് കേട്ട് മക്ബറ പൊട്ടിച്ചിരിച്ചു. എന്തൊക്കെ ഡയലോഗായിരുന്നു! രുദ്രന് പെണ്ണ് വേണ്ട, മണ്ണ് വേണ്ട, ഇപ്പോൾ ദേ 10 വയസ്സുള്ള കൊച്ചിൻ്റെ തന്തയായി. അത് കേട്ട് രുദ്രനും ചിരിച്ചുപോയി. നീ എന്നെ ഇളക്കാൻ നിൽക്കാതെ ഗിരിധറിനെ ജീവൻ കൊടുക്കാനുള്ള പണി ചെയ്യ്. അതുമാത്രം പറഞ്ഞ് രുദ്രൻ വീഡിയോ കോള് ഡിസ്കണക്ട് ചെയ്തു. അപ്പോഴാണ് പുറത്ത് വാതിൽ കൊട്ടി വിളിക്കുന്ന ഗൗരിയുടെ ശബ്ദം രുദ്രൻ കേട്ടത്. രുദ്രൻ പോയി വാതിൽ തുറന്നതും മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഗൗരിയെ കണ്ടു. എന്തെടുക്കുമായിരുന്നു രുദ്ര? എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? കെറിവിച്ചുള്ള അവളുടെ പറച്ചിൽ കേട്ടതും രുദ്രൻ ഗൗരിയുടെ ഇടുപ്പിൽ കൈപിടിച്ച് തന്നോട് ചേർത്തു. അവന്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കുകയായിരുന്നു. ഷേ, എന്താ രുദ്ര ഇത്? വിട്, ആരേലും വന്ന് കണ്ട നാണക്കേടാ, ഗൗരി കുതറി മാറിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ വശ്യമായൊരു ചിരിയോടെ രുദ്രൻ ഗൗരിയുടെ ഇടുപ്പിൽ ഇടതുകൈ മുറുകെ പിടിച്ചു. പിന്നെ അവൻ തന്റെ വലതുകൈ കൊണ്ട് അവളുടെ മാറൊട്ടിക്കിടന്ന മാല വലിച്ചു പുറത്തിട്ടു. രുദ്രൻ അവൾക്ക് സമ്മാനിച്ച താലിമാലയായിരുന്നു അത്. ഊരി മാറ്റാൻ തോന്നിയിട്ടില്ല ഒരിക്കലും. രുദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ രുദ്രന്റെ കൈയെടുത്ത് തന്റെ നെഞ്ചിൽ വെച്ചു. ദാ ഇവിടത്തെ തുടിപ്പ് അവസാനിച്ചാലും ഉള്ളിൽ നീ മാത്രമേ ഉണ്ടാവൂ. അത് കേട്ട് രുദ്രൻ അവളെ തന്റെ കൈകളാൽ വരിഞ്ഞു മുറുക്കി. ചുണ്ടുകൾ അവളുടെ നെറുകയിൽ ചേർത്തു. എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല. അപ്പുവിന്റെ അടക്കി പിടിച്ചുള്ള ചിരിയാണ് അവനെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഗൗരി രുദ്രനിൽ നിന്നും വിട്ടുമാറി ചിരി കേട്ട ഭാഗത്തേക്ക് നോക്കി. നീതുവും ആദ്യം ചേർന്ന് അപ്പുവിന്റെ വാ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. രുദ്രൻ നോക്കുന്നത് കണ്ട് ഇരുവരും അപ്പുവിനെ വിട്ട് അവരെ നോക്കി ചമ്മിയെ ചിരിച്ചിരിച്ചു. അപ്പോഴേക്കും അപ്പു ഓടി ഇരുവരുടെയും അരികിലെത്തി. ഗൗരിയും രുദ്രനും ഭയങ്കര റൊമാൻസ് ആണല്ലോ, അവൾ കള്ളത്തരം കണ്ടുപിടിച്ച പോലെ ചോദിച്ചു. അപ്പുവിന്റെ ചോദ്യം കേട്ടതും രുദ്രൻ അവളെ കോരിയെടുത്തു. ഞാൻ എൻ്റെ കെട്ടിയോളുമായി റൊമാൻസ് കളിക്കുന്നത് നിനക്കെന്താടി കുറുമ്പി?
അയ്യടാ, അങ്ങനെ ഇപ്പോൾ റൊമാൻസ് ഒന്നും കളിക്കണ്ട, ഇതേ അപ്പുവിൻ്റെ അമ്മയാ, അവൾ ഗമയോടെ പറഞ്ഞു. ഉത്തരവ് രാജാവേ. രുദ്രൻ അവളെ പൊക്കി തൻ്റെ തോളിലേക്ക് ഇരുത്തി. ഗൗരി അവരെ നോക്കി സന്തോഷത്തോടെ നിന്നു. അപ്പോഴേക്കും ആദിയും നീതുവും അവർക്കരികിലേക്ക് വന്നു. ചെറിയച്ച, ഇവളെ തലയിലൊന്നും വയ്ക്കില്ലേ, സൂചി കുത്താൻ ഇടം കൊടുത്ത അവിടെ ആനയെ തിരികെ കയറ്റുന്നവളാ, ഇവിടെയുള്ള എല്ലാവരെയും മയക്കി വെച്ചിരിക്കുക, ആദി രുദ്രനോട് പറഞ്ഞു. അത് കേട്ട് ശരിയാണോ എന്ന മട്ടിൽ അപ്പുവിനെ തലപൊക്കി നോക്കി. ചുമ്മാതാ, രുദ്രചേച്ചി കള്ളം പറയുക, വല്യമ്മയുടെ കയ്യിൽ നിന്നും എപ്പോഴും ആദിച്ചേച്ചിക്ക് വഴക്ക് കിട്ടും, അതിന് പറയുന്നതാ ഇതൊക്കെ. അപ്പു പറഞ്ഞത് കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. ആദിയാകട്ടെ ചമ്മി അവനെ പല്ലിടിച്ചു കാണിച്ചു. നീതു ആദിയെ വലിയ കാര്യമുണ്ടായിരുന്നു എന്ന ഭാവത്തിൽ നോക്കി. ഈ സമയം ഗൗരി രുദ്രനെ അറിയുകയായിരുന്നു. അവൻ എത്ര പെട്ടെന്നാണ് അപ്പുവുമായി ഇണങ്ങിയത്. എത്ര നാളുകളായി അവനെ ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട്. അവൾ ഓരോന്നും ഓർത്തു നിന്നു. ഗൗരിയെ നോക്കിയ രുദ്രൻ അവൾ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഗൗരി, അപ്പുവിന് കൂടെ കളിക്കാൻ ഒരു കൂട്ടു വേണ്ടേ? നീതുവിൻ്റെയും ആദിയുടെയും എല്ലാം മുന്നിൽ വെച്ച് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ രുദ്രനെ നോക്കാതെ മുഖം കുനിച്ചതും പിന്നീട് രുദ്രൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. ഗൗരി, നമ്മുടെ അപ്പുവിന് കൂട്ടായി നാളെ ഒരാൾ ഇവിടെ വരും. അത് പറയുമ്പോൾ രുദ്രന്റെ മനസ്സിൽ നാളത്തെ രംഗം ഓർക്കുകയായിരുന്നു. രാവിലെ മുതൽ ഗൗരിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ആരെ കൊണ്ടുവരുന്ന കാര്യമാണ് ചോദിച്ചിട്ട് രുദ്രൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതുപോട്ടെ, ഇന്നലെ വൈകിട്ട് തന്നെ അവൻ തിരിച്ചു പോവുകയും ചെയ്തു. പലതും പറഞ്ഞു നോക്കിയിട്ടും രുദ്രൻ കേട്ടില്ല. അപ്പുവിനുള്ള സമ്മാനം കൊണ്ടുവരാമെന്ന് മാത്രം പറഞ്ഞു പോയതാണ്. ഇങ്ങ് വരട്ടെ, ഗൗരി ആരാന്ന് രുദ്രന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൊട്ടാരത്തിന്റെ ബാൽക്കണിയിലിരുന്ന് ഗൗരി പുറത്തേക്ക് കണ്ണും നട്ടിരുന്ന് ഓരോന്നും പിറുപിറുക്കുകയാണ്. രുദ്രൻ ഒപ്പം നിൽക്കാത്തതിന്റെ വിഷമം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ചിന്തയിലാണ്ട് ഗൗരിയുടെ മടിയിൽ അപ്പു ഓടി വന്നിരുന്നു. അതറിഞ്ഞിട്ടും ഗൗരി അപ്പുവിനെ ഗൗനിക്കാതെ അവളിൽ നിന്നും നോട്ടം മാറ്റി. അതുകൊണ്ട് അപ്പു അവളെ കെട്ടിപ്പിടിച്ചു. എന്താണ് രുദ്രന്റെ ഗൗരിക്ക് ഇത്ര ഗൗരവം? അവൾ ഗൗരിയുടെ വീർപ്പിച്ചു പിടിച്ചിരിക്കുന്ന കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. നീ കൈയെടുത്തേ അപ്പു, പെണ്ണ് കിന്നരിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇങ്ങനെ കളിച്ചു നടന്നോ? എക്സാമിന് തോറ്റിട്ട് ഇങ്ങോട്ട് വാ, ഞാനപ്പോ ബാക്കി പറയാം. അത് കേട്ട് അപ്പു അവളെ ചിരിച്ചു കാട്ടി. എന്തിനാ ഇപ്പോൾ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? രുദ്രൻ കൂടെ കൊണ്ടുപോകാഞ്ഞിട്ടാണോ? അവൾ രഹസ്യം പോലെ ഗൗരിയുടെ കാതിൽ ചോദിച്ചു. അത് കേട്ട ഗൗരി അവളുടെ മുഖം ചുളിച്ചു നോക്കി. പിന്നെ നാട് നീളെ തെണ്ടി നടക്കുന്നവന്റെ കൂടെ പോകാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാ. അപ്പു പൊട്ടിച്ചിരിച്ചു. അപ്പോൾ എൻ്റെ ഗൗരിയമ്മക്ക് സങ്കടമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന രുദ്രനെ കാണാനല്ലേ? നീ പോടി, അവളും അവളുടെ ഒരു രുദ്രനും വന്നിരിക്കുന്നു. ഗൗരി ദേഷ്യം പിടിച്ചുകൊണ്ട് മുഖം കൂട്ടി പറഞ്ഞു. ഗൗരിയുടെ പിണക്കം മാറ്റാൻ അപ്പു അവളുടെ കവിളിൽ മുത്തി. അപ്പുവിന് ഗൗരി കഴിഞ്ഞിട്ടല്ലേ ആരുമുള്ളൂ, പിന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാ? അപ്പു അങ്ങനെ പറഞ്ഞതും ഗൗരി അവളെ ചേർത്ത് പിടിച്ചു. അപ്പൂസിന് വിഷമായോ? അമ്മ ചുമ്മാ പറഞ്ഞതല്ലേ. നിന്റെ അച്ഛ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതല്ലേ, പോയിട്ടൊന്ന് വിളിച്ചോ? പോകാൻ നേരം ഫോൺ നമ്പർ പോലും നിന്റെ അച്ഛ തന്നില്ല. അമ്മയ്ക്ക് പേടിയാടാ, ഇനിയും അവൻ ഇട്ടിട്ട് പോയാൽ അത് താങ്ങാൻ എന്നെ കൊണ്ടാവില്ല. അന്ന് ഗൗരി അവസാനിക്കും. അവനില്ലാതെ എനിക്ക് പറ്റില്ല. ഇത്രയും വർഷം ചത്ത് ജീവിക്കുകയായിരുന്നു ഞാൻ, അവൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ. ഗൗരിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അപ്പുവിന്റെ മുന്നിൽ എത്ര ശ്രമിച്ചിട്ടും പിടിച്ചു നിർത്താനാവാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പുവിനും അത് സങ്കടമായി. അച്ഛ എവിടെയും പോയി കാണില്ല അമ്മേ, അപ്പുവിന് സമ്മാനവുമായി വരാന്ന് പറഞ്ഞതല്ലേ. അമ്മ വിഷമിക്കാതെ, അച്ഛ പെട്ടെന്ന് വരും. അവൾ പറഞ്ഞത് കേട്ട ഗൗരി അപ്പുവിനെ ചുറ്റിപ്പിടിച്ച് രുദ്രൻ വരുന്നതും കാത്ത് പുറത്തേക്ക് നോക്കിയിരുന്നു. വെയിലേറ്റ് സ്വർണം പോലെ തിളങ്ങുന്ന മണൽത്തരികളെ ചവിട്ടി മിതിച്ച് രുദ്രൻ മുന്നോട്ട് നടന്നു. പുലർക്കാലത്തെ കടൽക്കാറ്റ് രുദ്രനെ തഴുകി കടന്നു പോകുന്നുണ്ടായിരുന്നു. അവന്റെ ലക്ഷ്യം മരയ്ക്കാറാണ്. രുദ്രൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസം. അപ്പുവിനും ഗൗരിക്കും ഒരു സംരക്ഷണം ആവശ്യമായിരുന്നു. താനെപ്പോഴും അവർക്കരികിൽ ഉണ്ടാകണമെന്നില്ല. ഒരു മുൻകരുതൽ എന്നോണമാണ് അപ്പുവിനൊരു കൂട്ടു വേണമല്ലോ എന്ന് ഗൗരിയോട് ചോദിച്ചത്. അത് കേട്ടതും പെണ്ണിന്റെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു തൊടുത്തു. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അപ്പുവിനുള്ള സമ്മാനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ അവളുടെ മുഖം വാടിയതും കണ്ടിരുന്നു. അത് ഞാൻ ഇനിയും ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു. അവളെ കണ്ണ് ചിമ്മിക്കാണിച്ച് പടിയിറങ്ങുമ്പോൾ അവൾ കാഴ്ച മറയും വരെ തന്നെ നോക്കി നിൽക്കുന്നത് ജീപ്പിന്റെ മിററിലൂടെ കണ്ടിരുന്നു. കാത്തിരിക്കുന്നുണ്ടാവും ഗൗരി. അവളുടെ അടുത്തേക്ക് പോകാൻ വേഗം കൂടിയപ്പോഴാണ് മരക്കാരുടെ വിളിയെത്തിയത്. ആ വിളി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. പലതും ചിന്തിച്ച് മുന്നോട്ട് നടന്നതും ദൂരെ മാറി ഒറ്റപ്പെട്ടൊരു ചെറിയ വീടിന്റെ മുന്നിൽ മരക്കാറും ഒപ്പം പ്രായം ചെന്നൊരു മനുഷ്യനെ നിൽക്കുന്നത് കണ്ടു. അവൻ ആ വീടും പരിസരവും നോക്കി. ചെറിയൊരു വീടാണ്. അതിൻ്റെ ഒരു ഭാഗം കടലെടുത്തിരിക്കുന്നു. വീണ്ടും കടൽ കയറാതിരിക്കാൻ മണൽ നിറച്ച ചാക്കുകൾ ചുറ്റും നിരത്തിയിട്ടുണ്ട്. ഇനി ആ വയസ്സിന്റെ വീടാകുമോ ഇത്? അയാളാണോ എനിക്കുള്ള ഉത്തരം തരിക? ഓരോന്നും ആലോചിച്ച് രുദ്രൻ അവർക്കരികിലെത്തി. എന്താണ് അലിമരക്കാർ, എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയോ? ഇയാളാണോ അത്? രുദ്രൻ സംശയത്തോട് ചോദിച്ചതും മരക്കാർ അല്ല എന്ന് തലയാട്ടി കാണിച്ചു. രുദ്രൻ തന്റെ മുഖം ചുളിച്ച് ഇരുവരെയും നോക്കി. എനിക്ക് അലിയാരോട് മതിപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് താൻ ഇല്ലാതാക്കുവോ? രുദ്രൻ മരക്കാരോട് ദേഷ്യപ്പെട്ടു. സാർ പറഞ്ഞത് അറിയാവുന്നയാൾ ഈ കരയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറഞ്ഞു തന്നത് ഈ മാർക്കോസേട്ടനാ. മരക്കാരുടെ മറുപടി കേട്ട് രുദ്രൻ പ്രതീക്ഷയോടെ മറുപടിക്കായി കാത്തുനിന്നു.
പിന്നെ സാർ അത് മരയ്ക്കാർ രുദ്രനെ നോക്കി. തുടർന്ന് പറയാൻ അയാൾക്ക് പേടിയുണ്ടായിരുന്നു. കിടന്ന് ബബ്ബബ അടിക്കാതെ ഒന്ന് പറഞ്ഞു തുലയ്ക്കേണ്ട എലി. രുദ്രൻ ക്ഷമ കെട്ടു പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞയാൾ ഈ വീട്ടിലാണുള്ളത്. പേര് കുമാരൻ. ഭ്രാന്തൻ കുമാരനെന്ന് നാട്ടുകാർ വിളിക്കും. ഓർമ്മ നഷ്ടപ്പെട്ട കാലം മുതൽ കുമാരൻ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. അത് സാറ് പറഞ്ഞ കടൽഭൂതത്തിൻ്റെ കഥയാ. എന്നിട്ട് അയാളെവിടെ? രുദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. സാറേ, അയാൾ കുറച്ചു കാലം മുന്നേ ഭ്രാന്തടുത്തോടി പൂമൂട്ടിൻ്റെ മേലെ വലിഞ്ഞു കയറി വീണു. ഇപ്പോൾ കിടപ്പില. ഇതാണ് അയാളുടെ വീട്. മരയ്ക്കാർ അവർക്ക് പിന്നിലെ പാതി തകർന്ന വീട് ചൂണ്ടിക്കാട്ടി. രുദ്രൻ മരയ്ക്കാർ ചൂണ്ടിക്കാട്ടിയ ഒരു വശം തകർന്ന വീട്ടിലേക്ക് നടന്നു കയറി. വാതിൽ തുറന്നതും രുദ്രൻ കണ്ടു എല്ലും തോലുമായി കിടക്കുന്ന ഒരു മനുഷ്യരൂപം. അയാൾ ഉറങ്ങുകയായിരുന്നു. ഇയാൾക്ക് ആരും ഒന്നും തിന്നാൻ കൊടുക്കാറില്ലേ? എന്തു കോലമാണോ ഇത്? രുദ്രൻ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഇവന്റെ ഭാര്യ പണ്ട് ഇട്ടേച്ചും പോയതാ. ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കും. കിടപ്പിലായ പിന്നെ അവനും വരാതെയായി. ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാർ വല്ലതും കൊണ്ട് കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ അതുമില്ല. രുദ്രൻ കുമാരന്റെ അരികിലെത്തി അയാളെ വിളിച്ചു. കുമാരൻ ചേട്ടാ, ഹൂയ്. ഉറക്കത്തിലായിരുന്ന കുമാരൻ ഇതൊന്നും അറിഞ്ഞില്ല. ഉണരുന്നില്ലെന്ന് കണ്ട രുദ്രൻ അയാളുടെ മുഖത്തേക്ക് തട്ടി വിളിച്ചു. ശരീരം അനങ്ങിയപ്പോൾ കുമാരൻ കണ്ണു തുറന്നു ചുറ്റും നോക്കി. മുന്നിൽ രുദ്രനെ കണ്ടതും നോട്ടം മാറ്റി പുറത്തേക്ക് തുറന്നിട്ട ജനൽവാതിലൂടെ ആർത്തിരുമ്പുന്ന കടലിനെ നോക്കിക്കിടന്നു. ചേട്ടാ, ചേട്ടത് ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. രുദ്രൻ പറഞ്ഞതൊന്നും കുമാരൻ ശ്രദ്ധിച്ചില്ല. അയാൾ കടലിലേക്ക് നോക്കിക്കിടന്നു. ഇയാൾ എനിക്ക് പണിയുണ്ടാക്കും, സ്വയം പറഞ്ഞ രുദ്രൻ കുമാരനെ കോരിയെടുത്തു. കുമാരൻ പേടിച്ച് രുദ്രനെ നോക്കി. അയാൾ രുദ്രന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് അലറാൻ തുടങ്ങി. അയ്യോ സാറേ, എന്ത് ചെയ്യാൻ പോകുക? അയാളെ താഴെ ഇറക്ക്. മരയ്ക്കാർ രുദ്രനെ നോക്കി പേടിയോടെ പറഞ്ഞു. താൻ പേടിക്കാതടോ, ഇവൻ ഇത്രയും നേരം മിണ്ടാൻ വയ്യായിരുന്നല്ലോ. ചോദിക്കുമ്പോൾ കടലിൽ നോക്കി കിടക്കും. അപ്പോൾ ചേട്ടനങ്ങ് ശരിക്കും കടൽ കാണിച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. അത്രയും പറഞ്ഞ് രുദ്രൻ കുമാരനെ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. പിന്നാലെ മരയ്ക്കാറും മാർക്കോസേട്ടനും. അയാളെ രുദ്രൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവർ ഭയന്നു. രുദ്രൻ വേഗത്തിൽ കടലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ആർത്തലയ്ക്കുന്ന കടൽ കണ്ടതും കുമാരൻ കുതിരൽ നിർത്തി പതഞ്ഞു പൊങ്ങുന്ന തിരമാലകളെ നോക്കി. അപ്പോഴേക്കും രുദ്രൻ കുമാരനുമായി കടലിലേക്ക് ഇറങ്ങി. കിടന്നു പൊട്ടിയ ശരീരം ഉപ്പുവെള്ളത്തിൽ നനഞ്ഞതും കുമാരൻ നീറ്റൽ കൊണ്ട് അലറി. അത് കണ്ട മരയ്ക്കാർ പേടിയോടെ നിന്നതും രുദ്രൻ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി നിന്നു. കടൽ ജലത്തിൽ ഇരുവരും മുങ്ങി നിവർന്നു. നീറ്റൽ കൊണ്ടുള്ള കുമാരന്റെ അലർച്ചയൊരു അട്ടഹാസത്തിലേക്ക് പതിയെ വഴിമാറി. അയാൾ കടൽ വെള്ളം തട്ടിത്തെറിപ്പിച്ച് കളിച്ചു. അത് കണ്ട രുദ്രൻ ചിരിയോടെ കുമാരനെ ഒന്നുകൂടെ വെള്ളത്തിൽ മുക്കിയെടുത്തു. കുമാരന്റെ ഭാവമാറ്റം കണ്ട് മാർക്കോസേട്ടനും മരയ്ക്കാറും അന്തം വിട്ടു നിന്നു. രുദ്രൻ കടലിൽ നിന്ന് തിരിച്ചു കയറിയതും കുമാരന്റെ മുഖം മാറി. ആ പൊന്നുമോനെ, നീ എന്നെ ഒന്നുകൂടെ കടലിൽ ഇറക്കടാ. രുദ്രൻ ചിരിച്ചു. അതൊക്കെ ഇറക്കാൻ ചേട്ടാ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കൊണ്ടുപോകാം. രുദ്രൻ പറഞ്ഞത് കേട്ട കുമാരന്റെ മുഖം വിടർന്നു. നീ ചോദിക്കടാ, കുമാരൻ എന്ത് വേണേൽ പറഞ്ഞു തരാടാ. ഇപ്പോൾ നീ എന്നെ ഒന്നുകൂടെ കടലിൽ ഇറക്കടാ. അയാൾ പ്രതീക്ഷയോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, കടലിൽ കൊണ്ടുപോണേ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ചേട്ടൻ കണ്ട കടലിലെ ചെകുത്താനെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. രുദ്രൻ പറഞ്ഞത് കേട്ട് കുമാരന്റെ മുഖം ഇരുണ്ടു. ആ കണ്ണുകളിൽ രുദ്രൻ കണ്ടത് ഭയമാണ്. ചേട്ടന് കടലിൽ ഇറങ്ങണ്ടേ? രുദ്രന്റെ ചോദ്യത്തിന് കുമാരൻ വേണമെന്ന് തലകുലുക്കി. എങ്കിൽ പറ ചേട്ടാ, ആ ചെകുത്താങ്കഥ. രുദ്രൻ കുമാരനെ നോക്കി. വീണ്ടും പറയാൻ തുടങ്ങിയതും കുമാരൻ രുദ്രന്റെ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് കാട്ടി. കടലിന് കാതുണ്ട്. ചെകുത്താൻ ആ കാതിലൂടെ മനുഷ്യനെ കേൾക്കും. ഇഷ്ടപ്പെടാത്തവരെ തീഗോളം പോലെ അവൻ വിഴുങ്ങും. ഞാൻ കണ്ടതാ. എൻ്റെ ചേട്ടനെയും അവൻ വിഴുങ്ങി. അത് പറയുമ്പോൾ കുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മോനറിയാമോ എൻ്റെ ചേട്ടൻ രാമനെ? ഈ തുറയിൽ രാമൻ ചേട്ടനെ കഴിഞ്ഞ് ആരുമുള്ളൂ. പുറംകടലിൽ പോയി ചൂണ്ടയിട്ട് സ്രാവിനെ പിടിച്ചുകൊണ്ട് രാമൻ ചേട്ടൻ വരുമ്പോൾ ഈ തുറക്കാർക്കെന്ന് ഉത്സവമാ. രാമൻ ചേട്ടനെ തോളിൽ വെച്ച് എല്ലാവരും കൂടെ ഒരു പോക്കുണ്ട്, സുഗുണൻ ചേട്ടൻ്റെ കള്ളുഷാപ്പിലേക്ക്. കൂടെ ചെല്ലുന്നവനെല്ലാം രാമൻ ചേട്ടൻ കള്ളു വാങ്ങിത്തരും. പിന്നെ ഷാപ്പിൽ കിടന്ന രാമൻ ചേട്ടൻ്റെ പാട്ടാ. എന്നാ രസമാണെന്നോ ചേട്ടൻ്റെ പാട്ട്. മേശയിൽ കൊട്ടി രാമൻ ചേട്ടൻ പാടുമ്പോൾ തുറക്കാരും ഏറ്റുപാടും. അങ്ങനെ എല്ലാത്തിനും രാമൻ ചേട്ടൻ മുന്നിൽ കാണും. ചേട്ടൻ കടലിൽ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. എന്നെ കൊച്ചുകുമാര എന്നാ ചേട്ടൻ വിളിക്കുന്നത്. അതിങ്ങനെ താളത്തിൽ ചേട്ടൻ വിളിക്കും. ഒരു ദിവസം പുറംകടലിൽ ചേട്ടനോടൊപ്പം ഞാൻ പോയി. പോകുമ്പോൾ 2-3 ദിവസത്തെ ഭക്ഷണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. സ്രാവിനെ പിടിക്കാതെ ചേട്ടൻ തുറയിലേക്ക് മടങ്ങില്ല. അന്ന് സൂര്യനൊന്ന് തണുത്തപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആഹാരം കഴിച്ചിട്ടൊന്ന് മയങ്ങിപ്പോയിരുന്നു. അപ്പോഴാ ചേട്ടൻ്റെ വിളി വന്നത്. ഡാ കുമാര, എഴുന്നേൽക്കടാ. രാമൻ കുമാരനെ തട്ടി വിളിച്ചു. കുമാരൻ ഞെട്ടി കണ്ണു തുറന്നു. എന്താ രാമൻ ചേട്ടാ? അവൻ ചൂണ്ടയിൽ കൊളുത്തിയോ? അവൻ ആകാംക്ഷയോടെ രാമനെ നോക്കി. അതല്ലടാ മരമുറ, നീ അങ്ങോട്ട് നോക്കിയേ. സിലോണിലേക്ക് പോണ ചരക്ക് കപ്പൽ ചൂണ്ടിക്കാട്ടി രാമൻ പറഞ്ഞു. അത് കപ്പലല്ലേ രാമൻ ചേട്ടാ? ചേട്ടൻ ഇതുവരെ കപ്പൽ കണ്ടിട്ടില്ലേ? എടാ നാറിക്കുമാരാ, നമ്മൾ തുറയിന്ന് പോന്നിട്ട് 2 ദിവസമായില്ലടാ. ഇതുവരെ 2 നത്തോലി പോലിരിക്കുന്ന സ്രാവിനെ കിട്ടിയത്. ഇതുമായിട്ട് രാമൻ എങ്ങനെ തുറക്കാരുടെ മുഖത്ത് നോക്കും? അതിന് കുറച്ചുകൂടെ നമ്മൾക്ക് നോക്കാം രാമൻ ചേട്ടാ. ഒരുത്തനയിലും കൊളുത്താതിരിക്കില്ല. നാം മരത്തലയാ, നീ ഒടുക്കത്തെ തീറ്റി നിന്ന് ആഹാരമെല്ലാം തിന്നു തീർത്തിട്ട്
അവൻ പറയുന്നത് കേട്ടില്ലേ? അത് കേട്ട് കുമാരൻ ചേട്ടനെ ചിരിച്ചു കാട്ടി. കള്ളപ്പന്നിയുടെ ചിരി കണ്ടില്ലേ? ഉള്ള തീറ്റയെല്ലാം നിന്നിട്ടും നീ അങ്ങ് നന്നാവില്ലല്ലോടാ കുമാര. പണ്ട് എന്തോ രോഗം വന്നതാന്നാ അമ്മ പറയുന്നത് രാമൻ ചേട്ടാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെല്ലിച്ചു പോണത്. ഓ, അവൻ്റെ ഒരു സങ്കടം കണ്ടില്ലേ? 4 ദിവസത്തേക്കുള്ളത് 2 ദിവസം കൊണ്ട് തീർത്തിട്ട് അവൻ്റെ സങ്കടം. തൽക്കാലം നീ പങ്കായം പിടി. ആ കപ്പലുകാർ വന്ന് വല്ല റൊട്ടിയും വെള്ളവും എറിഞ്ഞു തന്നാ 1 ദിവസം കൂടെ പിടിച്ചു നിൽക്കാം. രാമൻ പറഞ്ഞത് കേട്ട് കുമാരനും ഉത്സാഹമായി. ഇരുവരും പങ്കായവും എടുത്ത് കപ്പലിനെ ലക്ഷ്യമാക്കി തുഴഞ്ഞു. കപ്പലിന്റെ കുറച്ചരികിലെത്തിയതും അമരത്തിരുന്ന രാമൻ ഞെട്ടിവിറച്ചു. അയാൾ പേടികൊണ്ട് അലറി. പെട്ടെന്നുള്ള രാമന്റെ പെരുമാറ്റത്തിൽ കുമാരനും ഭയം വന്നുപോയി. എന്താ രാമൻ ചേട്ടാ, എന്താ പറ്റിയേ? ഭയം കൊണ്ട് രാമൻ ശ്വാസം വലിച്ചു വിടുന്നുണ്ടായിരുന്നു. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. ഒന്നും മിണ്ടാനാവാതെ അയാൾ കുമാരന്റെ കാലിന്റെ അടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ആ കാഴ്ച കണ്ട് കുമാരനും ഭയന്നുപോയി. തങ്ങളുടെ വഞ്ചിക്ക് സമീപം കടലിന്റെ അടിയിൽ ഭീമാകാരൻ തിമിംഗലം. വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കറുത്ത നിഴൽ പോലെ കടൽ വെള്ളത്തിൽ അത് തെളിഞ്ഞു കാണാമായിരുന്നു. അതിന്റെ വലിപ്പമാണ് അവരെ ഭയപ്പെടുത്തിയത്. അന്നുവരെ കണ്ടതിലും കേട്ടതിലും വെച്ച് ഏറ്റവും ഭീകര രൂപിയായിരുന്നു അത്. ഇരുവരും ശ്വാസമടക്കി നോക്കി നിൽക്കെ ആ തിമിംഗലത്തിന്റെ വായിൽ നിന്ന് എന്തോ ഒന്ന് അവർ കണ്ട കപ്പലിന്റെ ലക്ഷ്യമാക്കി പാഞ്ഞു. അത് പോയ വഴിയിൽ കടൽ വെള്ളവും തെറിച്ചു മാറുന്നുണ്ടായിരുന്നു. അതിവേഗം അത് കപ്പലിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. ഭയത്തോടെ അവർ നോക്കി നിൽക്കെ അത് കപ്പലുമായി കൂട്ടിയിടിച്ചതും ഒരു അഗ്നിഗോളം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നി പടർന്ന് കപ്പലിനെ 2ആയി പിളർത്തി. രാമനും കുമാരനും അത് കണ്ട് ഭയന്നലറി. കുമാരാ, ചെകുത്താൻ ചെകുത്താൻ നമ്മളെയും കൊല്ലുമടാ! അയാൾ പേടികൊണ്ട് വാവിട്ട് കരഞ്ഞു. കുമാരൻ ഒന്നും മിണ്ടാനാകാതെ തളർന്നിരുന്നതും അവർക്ക് ചുറ്റും കടലിളകി മറിയാൻ തുടങ്ങി. ഓളത്തിൽ വഞ്ചി ആടി ഉലയുന്നുണ്ടായിരുന്നു. പേടിച്ചു വരച്ച രാമനും കുമാരനും വഞ്ചിയിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും കടലിന്റെ മേൽത്തട്ടിലേക്ക് കറുത്തിരുണ്ട ഒരു വസ്തു പൊന്തി വന്നു. അതിന്റെ അഗ്രം ഒരു ബോള് പോലെയാണ്. ചെകുത്താന്റെ കണ്ണാണതെന്ന് അവർക്ക് തോന്നി. അത് തങ്ങളെയും കൊല്ലുമെന്ന് ഉറപ്പായതും ഭീമാകാരനായ ചെകുത്താന്റെ ശരീരവും കടലിന്റെ മേലെ പൊന്തി വന്നു. തിമിംഗലത്തെ പോലുള്ള ശരീരവും പുറത്ത് കൊമ്പ് പോലെ വലിയ മുഴയുള്ള ജീവിയുടെ ശബ്ദം അവരെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഭീകരജീവി ഉണ്ടാക്കിയ ഓളത്തിൽ വഞ്ചി മറിഞ്ഞ് കുമാരനും രാമനും കടലിലേക്ക് വീണു. മുങ്ങിത്താണ കുമാരൻ കാണുന്നത് ചെകുത്താന്റെ വാലിന്റെ ഭാഗത്ത് നിന്നും ചിതറിത്തെറിക്കുന്ന രാമൻചേട്ടന്റെ ശരീരമായിരുന്നു. ഉടനെ ആ ചെകുത്താൻ കടലിന്റെ അടിത്തട്ടിലേക്ക് താണുപോയി. അത്രയും പറഞ്ഞ് കുമാരൻ രുദ്രന്റെ കയ്യിൽ പിടിച്ചു. ഭയം കൊണ്ട് ആ വയോധികൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ രാമൻചേട്ടനെ ഓർത്ത് നിറഞ്ഞൊഴുകി. രുദ്രൻ അയാളെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞില്ലേ കുമാരൻ ചേട്ടാ, ഇനി അതെല്ലാം ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? രുദ്രൻ അയാളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ചേട്ടനോട് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. കുമാരൻ എന്താണെന്ന മട്ടിൽ രുദ്രനെ നോക്കി. കുമാരൻ ചേട്ടൻ അന്ന് ആ ചെകുത്താനെ കണ്ടിടത്തേക്ക് എനിക്കും പോകണം. ചേട്ടൻ എന്നെ സഹായിക്കില്ലേ? രുദ്രൻ ചോദിച്ചത് കേട്ട് കുമാരൻ ഞെട്ടിവിറച്ചു. മിണ്ടാൻ അയാൾക്ക് ശബ്ദം കിട്ടുന്നുണ്ടായിരുന്നില്ല. പേടിച്ചു വിറച്ചു നിൽക്കുന്ന കുമാരനെ കണ്ട് രുദ്രൻ കണ്ണടച്ചൊന്നുമില്ലെന്ന് കാട്ടി. കുമാരൻ ചേട്ടൻ ഇങ്ങനെ പേടിക്കാതെ, ചേട്ടൻ എന്ന് കണ്ട ചെകുത്താനെ പിടിക്കാൻ വന്നയാളല്ലേ ഞാൻ. കുമാരൻ ചേട്ടന് രാമൻ ചേട്ടന് വേണ്ടി പ്രതികാരം ചെയ്യണ്ടേ? പറ കുമാരൻ ചേട്ടാ, ചേട്ടന് പ്രതികാരം ചെയ്യണ്ടേ? കുമാരൻ വേണമെന്ന രുദ്രനോട് തലയാട്ടി പറഞ്ഞു. എങ്കിൽ പറ കുമാരൻ ചേട്ടാ, അന്ന് നിങ്ങൾ എവിടെയാ ചെകുത്താനെ കണ്ടത്? മോനെ, രാമൻ ചേട്ടൻ പറയും വലിയ സ്രാവിനെ കിട്ടണമെങ്കിൽ ഉൾക്കടലിൽ പോകണമെന്ന്. ചേട്ടൻ എപ്പോഴും പോകുക പടിഞ്ഞാറ് മാറിയൊരു സ്ഥലത്താണ്. അന്നും അവിടെയാണ് പോയത്. ചില സമയങ്ങളിൽ കപ്പലുകൾ ആ വഴി പോകുന്നത് കാണാം. രാമൻ ചേട്ടൻ പറയുന്നത് കടലിലെ പോലീസിനെ പേടിച്ച് സിലോണിലേക്ക് വഴിമാറിപ്പോണ കപ്പലുകളാണോ? രുദ്രൻ കുമാരനെ നോക്കി ചിരിച്ചു. അപ്പോൾ ചേട്ടൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞു തന്നില്ലേ? അതിനൊരു സമ്മാനം ഞാൻ കുമാരൻ ചേട്ടന് തരാൻ പോകുക. ഡോ അലി, താനിങ്ങ് വന്നേ. അവരിൽ നിന്നും മാറി നിൽക്കുന്ന അലിയെ അടുത്ത് വിളിച്ചു. അലിക്കൊപ്പം മാർക്കോസും രുദ്രന്റെ അരികിലേക്ക് വന്നു. അലി, താൻ തൻ്റെ ഒരു ബോട്ടെടുത്ത് കുമാരൻ ചേട്ടനുമായി ഒരാഴ്ച കടലിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വാ. അതിന് തനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? രുദ്രൻ മരക്കാരുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. മറുപടിയായി അയാൾ ഇല്ലെന്ന് തലയാട്ടി. എന്നാൽ താൻ ഇപ്പോൾ തന്നെ വിട്ടോ. കുമാരൻ ചേട്ടന് മരുന്ന് വല്ലതുമുണ്ടെങ്കിൽ അതുകൂടി എടുത്തിട്ട് വാ. അത് കേട്ട് ഇരുവരും വീട്ടിലേക്ക് നടന്നു. കുമാരൻ ചേട്ടാ, ഞാൻ പോയിക്കോട്ടെ, പിന്നെ എപ്പോഴേലും കാണാം. രുദ്രൻ കുമാരന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. മോനെ മോനെ, നീ അതൊന്നും തേടി പോകണ്ട. അത് നിന്നെയും കൊല്ലും. അയാളുടെ ശബ്ദം ഇടറിയിരുന്നു. രുദ്രൻ കുമാരനെ ചേർത്ത് പിടിച്ചു. പേടിക്കാതെ ചേട്ടാ, ആ ചെകുത്താൻ ചത്തൊടുങ്ങിയിട്ട് വർഷം കുറേയായി. പക്ഷെ അന്ന് ചെകുത്താൻ തൻ്റെ ഒരു കുഞ്ഞിനെ വിരിയാൻ വെച്ചിരുന്നു. അതാണ് എൻ്റെ ലക്ഷ്യം. കുമാരൻ അത്ഭുതത്തോടെ രുദ്രനെ നോക്കി. ചേട്ടനാ ചെകുത്താന്റെ പേരറിയണോ? അയാൾ വേണമെന്ന് തല എനിക്ക് പറഞ്ഞു. അയാളുടെ മുഖത്തപ്പോൾ പേടിയും ആകാംക്ഷയും എല്ലാം മാറി മറയുന്നത് രുദ്രൻ കണ്ടു. കുമാരൻ ചേട്ടാ, ചെകുത്താൻ പല പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ലോകം ഇന്നും ഓർത്തു വയ്ക്കുന്നത് ഒരേ ഒരു പേര് മാത്രമാണ്, ഖാസി. രുദ്രൻ ആ പേര് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോഴും കുമാരൻ രുദ്രനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിലേക്ക് തിരികെ കയറി. അപ്പുവിനെ കാണാനുള്ള ആകാംക്ഷയോടെ ജീപ്പിന്റെ ഉള്ളിൽ അവളും ഇരിപ്പുണ്ടായിരുന്നു. രുദ്രൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവളെ നോക്കി പറഞ്ഞു, പോകാം നമുക്ക്.
അമ്മ, രുദ്രൻ എന്താ വരാത്തെ? രാത്രിയായിട്ടും രുദ്രനെ കാണാതെ ആദ്യം കൊണ്ടിരിക്കുന്ന ഗൗരി ആദ്യമൊന്നും കാര്യമാക്കിയില്ലെങ്കിലും അപ്പുവിനും പോകെ പോകെ പേടിയായി തുടങ്ങി. ഇനി രുദ്രൻ തങ്ങളെ ഉപേക്ഷിച്ച് വീണ്ടും പോയോ? പല ചിന്തകളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അപ്പുവിന്റെ ചോദ്യം കേട്ട് ഗൗരി ഞെട്ടി എന്തു മറുപടി പറയണമെന്നറിയാതെ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അറിയില്ല മോളെ, അമ്മയ്ക്കൊന്നും അറിയില്ല. അവൾ അപ്പുവിനെ കെട്ടിപ്പിടിച്ച് വിതുമ്പി. മോളെ ഗൗരി. അവരുടെ അടുത്തേക്ക് വന്ന ഉഷ അവളെ വിളിച്ചു. നിറഞ്ഞു തൂവിയ കണ്ണു തുടച്ച് ഗൗരി ഉഷയെ നോക്കി. എന്താ മോളെ ഇത്? രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എന്തിരിപ്പാണ്? ഉഷ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട വലിയെടുത്തി. അവൾ ഉഷയിൽ നിന്നും മുഖം തിരിച്ചു. ഗൗരി, നീ ഇങ്ങനെ വെള്ളം പോലും കുടിക്കാതിരുന്ന വല്ല അസുഖവും വരും കേട്ടോ. ഉഷ ശാസനയോടെ അവളോട് പറഞ്ഞു. എനിക്ക് എന്ത് വന്നാലെന്താ ഏട്ടത്തി? ഞാൻ ചത്താലും ആർക്കും ഒന്നുമില്ലല്ലോ. അവൾക്ക് വീണ്ടും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? അവൻ മോൾക്കെന്തോ വാങ്ങാൻ പോയതല്ലേ, അവനിങ്ങ് വരില്ലേ? മോള് വിഷമിച്ചിരുന്നാൽ വരുമ്പോൾ അവനും വിഷമമാകും. ഗൗരിയുടെ കരച്ചിൽ കണ്ടിട്ട് ഉഷയ്ക്കും സങ്കടമായി. അവൾ ഗൗരിയെ ആശ്വസിപ്പിക്കാനെന്നോണം രുദ്രന്റെ കാര്യം പറഞ്ഞു. അത് കേട്ടതും ഗൗരിക്ക് ദേഷ്യമാണ് വന്നത്. ആർക്ക് സങ്കടമാകുമെന്ന ഏട്ടത്തി പറയുന്നത്? രുദ്രനോ? കഴിഞ്ഞ 10 വർഷം ഞാൻ കണ്ണീരോടെ നോക്കിയിരുന്നിട്ടും വരാഞ്ഞവന് സങ്കടം. അവനെന്റെ കണ്ണീര് കാണുന്നതാ ഇഷ്ടം. ഞാൻ തെറ്റ് ചെയ്തവളാണല്ലോ, എന്നെ ശിക്ഷിച്ച് മതിയായിട്ടുണ്ടാവില്ല. മോളെ, നീ ഇങ്ങനെ പറയാതെ. അന്ന് നിന്റെ കയ്യിൽ നിന്നും മനഃപൂർവ്വം ഉണ്ടായ തെറ്റല്ലല്ലോ. സ്വന്തം ഭർത്താവ് കല്യാണം കഴിഞ്ഞ ആദ്യ ആഴ്ചയിൽ തന്നെ സ്വത്തിനു വേണ്ടി അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചെന്നറിഞ്ഞാൽ ആരായാലും അങ്ങനെയൊക്കെയല്ലേ പ്രവർത്തിക്കൂ. അവൻ തെറ്റുകാരനില്ലെന്ന് ആകെ അറിയാവുന്നത് അച്ഛനായിരുന്നില്ലേ? മിണ്ടാൻ പോലും കഴിയാതെ കിടന്ന ആ പാവം എങ്ങനെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു? ഇന്നും രുദ്രൻ നിരപരാധിയാണെന്ന് മാത്രമേ നമുക്കറിയൂ. അത് ചെയ്തത് ആരാണെന്ന് പറയും മുന്നേ അച്ഛൻ പോയില്ലേ? അതിൻ്റെ ഇടയ്ക്ക് പാറുവിനെ നിന്നെ കാണണമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു വന്നാൽ നീ അത് കള്ളത്തരമായില്ലേ എടുക്കൂ? അത് അവനും അറിയാം. അതുകൊണ്ടല്ലേ അവൻ തിരികെ വന്നത്. ഉഷ അവളെ സമാധാനിപ്പിച്ചു. ഏട്ടത്തി പറഞ്ഞത് നേരാ. ഞാൻ അവനെ വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാനാ തോന്നിയത്. നിങ്ങളും അവൻ വന്ന് വിളിച്ചപ്പോൾ അവൻ കള്ളം പറഞ്ഞ് കയറി കൂടാൻ വന്നതാണെന്ന് പറഞ്ഞ് അവനെ ആട്ടിയിറക്കാൻ എന്നോട് പറയുകയാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് എനിക്കവൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ മോളും അതെല്ലാം അനുഭവിച്ചോളാം. അല്ലെങ്കിൽ ഞാൻ മരിക്കണോ? അവന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് ഒന്നും മിണ്ടാതെ അവർക്കരികിൽ നിന്ന് അപ്പുവിൻ്റെ കണ്ണും നിറഞ്ഞു വന്നു. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അവനിങ്ങ് വരും. ഉഷ അവളെ തൻ്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ പാറിപ്പറന്നു കിടന്ന തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഒരു മുരടനക്കം കേട്ട് ഗൗരി പ്രതീക്ഷയോടെ മുന്നിലേക്ക് നോക്കി. മുന്നിൽ നിൽക്കുന്നയാളെ കണ്ടതും അവളുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടു. ഉഷ അടുത്തുണ്ടെന്ന ബോധ്യത്തിൽ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. എന്താ ഗൗരി, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവൻ വേദനയോടെ ചോദിച്ചു. അത് കേട്ടതും ഗൗരിക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ പല്ല് കടിച്ച് അവനെ നോക്കി. അവളുടെ ഭാവമാറ്റം കണ്ടതും ഉഷയ്ക്ക് കാര്യങ്ങൾ പന്തിയല്ലെന്ന് തോന്നി. അവൾ അവനെ തടഞ്ഞു. രഘു, നീ ഒന്ന് പോയേ. ഒന്നാമത് അവൾ ദേഷ്യത്തിൽ നിൽക്കുകയാ. ഇനി നീ കൂടെ ദേഷ്യം പിടിപ്പിക്കാതെ. എന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞേ? ഗൗരി എനിക്ക് അന്യയാണോ? അവളുടെ വിഷമങ്ങൾ മറ്റാരേക്കാളും നന്നായി എനിക്കറിയില്ല ഏട്ടത്തി. ഒന്നുമില്ലേലും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ? അവൻ ഗൗരിയെ നോക്കി പറഞ്ഞു. ഗൗരിക്ക് അടിമുടി ദേഷ്യം മുറഞ്ഞു കയറിയിരുന്നു. അവൾ പല്ല് കടിച്ച് ദേഷ്യമടക്കി. എടാ, അവളെ ചുമ്മാതെ ഇവിടെ ഇരുന്നോട്ടെ, നീ അപ്പുറത്തേക്ക് ചെല്ല്. ഏട്ടത്തി, ഞാനിവളെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. നരേട്ടൻ പറഞ്ഞു ഇവൾ രുദ്രനെ കാണാത്തതുകൊണ്ട് ഇതുവരെയൊന്നും കഴിച്ചിട്ടില്ലെന്ന്. ഏട്ടത്തി അപ്പൂനെയും കൂട്ടി ആഹാരം എടുത്തു വയ്ക്ക്, ഞങ്ങൾ അങ്ങ് വന്നേക്കാം. ഉഷ അത് കേട്ട് ഗൗരിയെ നോക്കി. അവൾ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പുവും ഒരു കിളിക്കുഞ്ഞിനെ പോലെ അവളോട് ചേർന്നിരിപ്പുണ്ട്. മോളെ അപ്പു, നീ വാ, നമുക്ക് പോയി ഭക്ഷണം എടുത്തു വയ്ക്കാം. ഉഷ അപ്പുവിനെ വിളിച്ചു. വേണ്ട വല്യമ്മേ, ഞാൻ അമ്മയുടെ അടുത്തിരുന്നോളാം. അവൾ ഗൗരിയോട് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. മോളെ, നീയും നിന്റെ അമ്മയെപ്പോലെ വാശി പിടിക്കാതെ. നീ കഴിക്കാനിരുന്നാലേ നിന്റെ അമ്മയും നിന്റെ ഒപ്പം ഇരിക്കും. ഉഷ അപ്പുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് നടന്നു. അവർ പോയതും ഗൗരിക്ക് താൻ രഘുവിൻ്റെ മുന്നിൽ തനിച്ചാണെന്ന ചിന്ത അവളിൽ അസ്വസ്ഥത പടർത്തി. അവൾ എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് പോകാൻ ശ്രമിച്ചതും രഘു അവളെ തടഞ്ഞു. എന്താ ഗൗരി ഇത്? നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? അത് കണ്ട് നമ്മുടെ മോൾക്കും സങ്കടമാവുന്നത് നീ കണ്ടില്ലേ? അവൻ സങ്കടപ്പെട്ടു. ഗൗരി അവനെ കത്തുന്ന കണ്ണുകളോട് നോക്കി. അപ്പോ നിന്റെ മോൾ എങ്ങനെയാവും രഘു? അവൾ ഗൗരിയുടെയും രുദ്രന്റെയും മോളാണ്. വഴിയെ പോകുന്നവനൊന്നും എൻ്റെ കൊച്ചിൻ്റെ അച്ഛനാകാൻ ശ്രമിക്കണ്ട, മനസ്സിലായോ നിനക്ക്? മുന്നിൽ നിന്നും വിറയ്ക്കുന്ന ഗൗരിയെ കണ്ടതും രഘുവിന് ചിരിയാണ് വന്നത്. എന്നിട്ട് കൊച്ചിൻ്റെ തന്ത എന്തിയടി? പിന്നെയും ഇട്ടിട്ട് പോയില്ലേ? അത് കേട്ട് ഗൗരി മുഖം തിരിച്ചു. എന്താടി നിനക്ക് ഉത്തരം മുട്ടിയോ? നിന്റെ വേണ്ടാത്തവന് വേണ്ടി നീ എന്തിനാ കാത്തിരിക്കുന്ന ഗൗരി? അവൻ എവിടെയെങ്കിലും പോയി തുളയട്ടെ, നിനക്കും നിന്റെ കൊച്ചിനും ഞാനുണ്ടാകുമെന്ന്. നാറി, നിന്റെ കൂടെ പൊറുക്കുന്നതിലും ഭേദം ഗൗരി അങ്ങ് സ്വയം ഒടുങ്ങുന്നതാ. അതെന്താടി എൻ്റെ കൂടെ നിനക്ക് പുറത്താ? നിന്റെ ഊരുതണ്ടി ഭർത്താവിനേക്കാളും ഭേദം ഞാനാ. നീയൊന്ന് കൂടെ വന്ന് നോക്ക്. ഒരു വശലം ചിരിയോടെ അവൻ അത് പറഞ്ഞതും ഗൗരി അവൻ്റെ മുഖത്തേക്ക് കൈ വീശിയടിച്ചു. അത് പ്രതീക്ഷിച്ചെന്നോണം അവൻ ഗൗരിയുടെ അടി തടഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അമ്മതേ, അച്ഛൻ വന്നു. രുദ്രന്റെ ജീപ്പ് പടിപ്പുര കടന്നതും ഗൗരിയെ വിളിക്കാൻ ഓടിയെത്തിയതായിരുന്നു അപ്പു. ഗൗരിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രഘുവിനെ കണ്ടതും അപ്പു ദേഷ്യം കൊണ്ട് വിറച്ചു. വിരള പട്ടി എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും, അപ്പു അലറി.
രുദ്രൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടതും രഘു ഒരു ശില പോലെ നിന്നുപോയിരുന്നു. ഇന്നലെ വൈകിട്ട് രുദ്രൻ പോയിട്ടും ഇതുവരെ തിരികെ വന്നില്ലെന്ന ധൈര്യത്തിലാണ് ഗൗരിയുടെ അടുത്തേക്ക് വന്നത്. ഇവിടെ നടന്നത് രുദ്രൻ അറിഞ്ഞാൽ ഇന്നലെ ഓഫീസിൽ നടന്ന രംഗങ്ങൾ മിന്നൽ പിണർപ്പ് പോലെ രഘുവിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിന്നു. അവൻ്റെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിടടാ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും. അപ്പുവിൻ്റെ അലർച്ചയാണ് അവനെ ഓർമ്മകളിൽ നിന്നും മുക്തനാക്കിയത്. അപ്പു അവനെ തള്ളിയതും അവൻ ഭിത്തിയിലേക്ക് നിന്നു. അവൻ പേടിയോടെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ കലി പൂണ്ടി നിൽക്കുകയാണ്. എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടണമെന്ന് രഘുവിന് തോന്നി. ചുറ്റും വഴി തേടി നോക്കിയതും കണ്ടു ചിരിച്ചുകൊണ്ട് തങ്ങളെ നോക്കി നിൽക്കുന്ന രുദ്രനെ. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി കൊലച്ചിരിയാണെന്ന് രഘുവിന് തോന്നി. അവൻ ദയനീയമായി ഗൗരിയെ നോക്കി. അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ഭാവം കണ്ട് അവൻ്റെ ഭയം ഇരട്ടിച്ചു. രുദ്രൻ ഗൗരിക്ക് അരികിൽ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ ദേഷ്യത്തോടെ കുതിരുമാറി രുദ്രനെ തുറച്ചു നോക്കി. അവളുടെ ഭാവമാറ്റം കണ്ട് രുദ്രൻ അപ്പുവിനെ നോക്കി പുരുകമുയർത്തി കാട്ടിയതും അപ്പു കള്ളച്ചിരിയോടെ നിൽക്കുന്നു. ഗൗരി പിണങ്ങി നിൽക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഗൗരിപ്പെണ്ണെ, നിന്റെ മുഖം എന്താ ഇങ്ങനെ ചോന്നേ? നീ മുളക് കടിച്ചോ? അവൻ കളിയോടെ ചോദിച്ചു. അല്ല, 10-11 കൊല്ലം മുന്നേ ഞാനൊരു നാറിയെ കെട്ടി, അതിൻ്റെ ഈ അനുഭവിക്കുന്നത്. അവൾ പറഞ്ഞത് കേട്ട് അപ്പു വാ പൊത്തിപ്പിടിച്ച് ചിരിച്ചു. എൻ്റെ ഗൗരി, നീ ഇങ്ങനെ പിണങ്ങാതെ നമ്മുടെ മോൾക്കൊരു സമ്മാനം കൊണ്ടുവരാൻ പോയതല്ലേ ഞാൻ. എൻ്റെ മോൾക്കുള്ള ആദ്യത്തെ സമ്മാനം സ്പെഷ്യലാകണ്ടേ, അതല്ലേ വൈകിയത്? അത് കേട്ട് അപ്പുവിൻ്റെ മുഖം വിടർന്നു. എന്താ അച്ഛേ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന്? അവൾ ആകാംക്ഷയോടെ തിരക്കി. അത് കേട്ട് രുദ്രൻ അവളെ കണ്ണിറുക്കി കാട്ടി. അല്ല, അപ്പുവിന് മാത്രമേ ഈ ആകാംക്ഷയുള്ളൂ, എൻ്റെ ഗൗരിക്കില്ലേ? പിന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടല്ലേ ഇത്രയും നാൾ ഗൗരി ജീവിച്ചത്. അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ പകയോടെ രഘുവിനെ നോക്കുന്നുണ്ടായിരുന്നു. ഇനിയും അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് രഘു പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. രഘുവേ, നീ എന്ത് പോക്കാടായി പോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പോലും നിൽക്കാതെ. ഞാൻ അത്രയ്ക്ക് അന്യനായി പോയോടാ നിനക്ക്? രുദ്രൻ അവനെ കളിയാക്കി ചോദിച്ചു. രുദ്ര, ഞാനത്, രഘു വിക്കി വിക്കി പറഞ്ഞു. അല്ല, നിനക്ക് കാണണ്ടേ ഞാൻ എന്താ കൊണ്ടുവന്ന സമ്മാനമെന്ന്? രുദ്രൻ ചോദിച്ചത് കേട്ട് രഘു യാന്ത്രികമായി വേണമെന്ന് തലയാട്ടി സമ്മതിച്ചു. അപ്പുവിൻ്റെയും ഗൗരിയുടെയും രഘുവിൻ്റെയും കണ്ണുകളപ്പോൾ രുദ്രനിലായിരുന്നു. അവൻ നോക്കി നിൽക്കെ രുദ്രൻ തൻ്റെ നാക്കിൻതുമ്പ് മടക്കി വിസിലടിച്ചു. മൂവരും ഒന്നും മനസ്സിലാവാതെ നിന്നു. ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ. ഉടനെ അവരുടെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ജീവിയെ കണ്ട് ഗൗരിയും അപ്പുവും മാത്രമല്ല രഘു പോലും ഒന്ന് ഭയന്നു. മുഖം മൊത്തം ഇരുണ്ടതും ശരീരത്തിൽ വെള്ളിയും കറുപ്പും ഇട കലർന്നതുമായ ഒരു നായയായിരുന്നു അത്. ചീറ്റപ്പുലിയെ അനുസ്മരിപ്പിക്കും വിധം അത് പാഞ്ഞ് രുദ്രന്റെ അരികിലേക്ക് വന്നു. അതിൻ്റെ പല്ലുകൾ ആരെയും പേടിപ്പെടുത്തുന്നതായിരുന്നു. നായയുടെ വരവ് കണ്ട് ഗൗരിയും രഘുവും പിന്നോക്കം പോയി. കൂർത്ത പല്ലുകൾ കാട്ടി അതവരെ തുറച്ചു നോക്കി രുദ്രന്റെ കാലിൻ്റെ സമീപം നിന്നു. ഗൗരിയുടെയും രഘുവിൻ്റെയും കണ്ണുകളിൽ രുദ്രൻ കണ്ടത് ഭയമായിരുന്നെങ്കിൽ അപ്പുവിൻ്റെ മുഖത്ത് ആശ്ചര്യമായിരുന്നു. അവൾ സന്തോഷമടക്കാനാവാതെ രുദ്രന്റെ അരികിലേക്ക് പാഞ്ഞതും നായ അവൾക്ക് നേരെ കുരച്ചു. ഒരു നിമിഷം അപ്പുവും ഭയന്നു. ലേഡി സിറ്റ്. അപ്പുവിന് നേരെ ചീറിക്കൊണ്ട് നിൽക്കുന്ന ലേഡി എന്ന് വിളിപ്പേരുള്ള ബെൽജിയൻ മെലിനോയിസ് ഇനത്തിൽപ്പെട്ട നായയോട് രുദ്രൻ പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ടതും ലേഡി തൻ്റെ ശൗര്യമടക്കി അവൻ്റെ അരികിലിരുന്നു. അപ്പു, ഇവിടെ വാ. അവൻ മുന്നിൽ ഭയന്നു നിൽക്കുന്ന അപ്പുവിനെ അടുത്തേക്ക് വിളിച്ചു. അത് കേട്ടിട്ടും അപ്പു മടിച്ചു നിന്നു. രുദ്രന് ചിരിയാണ് വന്നത്. അവൻ അവളെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. പേടിച്ചിട്ടാണെങ്കിലും അപ്പു മുന്നോട്ട് നടന്ന് രുദ്രന്റെ അരികിലെത്തി. അപ്പു, ഇത് ലേഡി. ഇനി മുതൽ എന്നും ലേഡി അപ്പുവിൻ്റെ ഒപ്പം കാണും. പേടിയുണ്ടോ മോൾക്ക്? അവൻ അപ്പുവിനോട് ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. ലേഡി, മീറ്റ് അപ്പു, മൈ ഡോട്ടർ. നീ ഇവളെ സംരക്ഷിക്കണം, ഓക്കെ? രുദ്രൻ പറഞ്ഞത് കേട്ട് ലേഡി മുരട നെക്കി അപ്പുവിൻ്റെ കയ്യിൽ നെക്കി അവളുടെ സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പുവും അവളെ തലോടി. രുദ്രൻ അത് കണ്ട് ചിരിച്ചു. അപ്പു, അവൻ അവളെ വിളിച്ചു. ലേഡിയെ തലോടിക്കൊണ്ടവൾ രുദ്രനെ നോക്കി. നിനക്ക് ലേഡിയെ ഇഷ്ടപ്പെട്ടോ? അവൻ ചോദിച്ചു. അപ്പു സന്തോഷത്തോടെ അവനെ തല ഉലുക്കി കാണിച്ചു. അപ്പു, ലേഡി മറ്റു നായികളെ പോലെയല്ല, ഷീ സ്പെഷ്യൽ. നീ അവളെ നന്നായി നോക്കണം. അപ്പു അത് കേട്ട് ലേഡിയുടെ താടിയിൽ വിരലോടിച്ചുകൊണ്ട് അവൾക്ക് ഉമ്മ നൽകി. രുദ്ര, എന്തിനാ ഇതിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നത്? പുറത്തെ കൂട്ടിലെങ്ങാനും കൊണ്ടുപോയി കെട്ടിയിട്, അവൾ അനിഷ്ടത്തോടെ പറഞ്ഞു. ഗൗരി, നീ ലേഡിയെ ഇത് പട്ടിയാണെന്നൊന്നും വിളിക്കണ്ട. അവളുടെ പേര് ലേഡി എന്നാണ്, നിനക്കങ്ങനെ വിളിക്കാം. രുദ്രൻ അവളെ ശ്വാസിക്കുന്ന മട്ടിൽ പറഞ്ഞു. പിന്നെ കണ്ട പട്ടിയെല്ലാം ഞാൻ കൈയെടുത്ത് കുമ്പിടാം. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഡി കൊച്ചേ, നീ അതിൻ്റെ അടുത്തുനിന്ന് മാറി നിന്നേ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, ഗൗരി അപ്പുവിനോട് പറഞ്ഞു. ഒന്ന് പോവാമ്മ, എനിക്കിവളെ ഇഷ്ടപ്പെട്ടു. അല്ലേ ലേഡി, അമ്മയ്ക്കൊരു ഹായ് കൊടുത്തേ. അത് കേട്ടതും ലേഡി പ്രത്യേക രീതിയിൽ ഒച്ചയുണ്ടാക്കി ഗൗരിയുടെ നേർക്ക് നിന്നു. ഗൗരി ആകട്ടെ അത് കണ്ട് പേടിച്ച് പിന്നിലേക്ക് മാറി. അവളുടെ ഭയം കണ്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചുപോയി. ഗൗരി അവനെ തറപ്പിച്ചു നോക്കി. രുദ്ര, എനിക്ക് ഈ സാധനത്തിന് ഇഷ്ടമല്ല, വിളിച്ചോണ്ട് പോ. ഗൗരി, അവൾ നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല. നീ ബെൽജിയൻ മെലിനോയിസ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓ പിന്നെ, പട്ടികളുടെ ചരിത്രം നോക്കി നടക്കുകയായിരുന്നല്ലോ ഞാൻ, അവൾ കെറുവോടെ പറഞ്ഞു. മെലിനോയിസിന്റെ ചരിത്രം നോക്കിയാലും നീ നിരാശപ്പെടേണ്ടി വരില്ല ഗൗരി. ഒസാമ ബിൻ ലാദനെയും എന്തിന് ഈ കഴിഞ്ഞിടയ്ക്ക് ISI തലവൻ
ബാഗ്ദാദിയെ വരെ പിടികൂടിയത് ഇത് ഇവളെ പോലെയുള്ള മെലിനോയിസ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളുടെ സഹായത്തോടെയാണ്. ഇന്ന് അമേരിക്കയുടെ സൈനിക സേന മുതൽ കേരള പോലീസിൽ വരെയുണ്ട് ഇവരുടെ സാന്നിധ്യം. ഇതെല്ലാം കേട്ട് ഗൗരി കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. ഗൗരി, നമുക്ക് ചുറ്റുമുള്ളത് ഏത് ചെറിയ ജീവനുമായിക്കൊള്ളട്ടെ, അതിന് ഓരോന്നും ഓരോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും ചെറുതായി കണ്ട് പുച്ഛിക്കരുത്. രുദ്ര, എനിക്ക് പേടിയായതുകൊണ്ടല്ലേ പറഞ്ഞേ. നീ എന്തിനാണ് ഗൗരി പേടിക്കുന്നത്? ഇവിടെ നിന്റെയും അപ്പുവിൻ്റെയും വാക്കുകൾ മാത്രമേ ലേഡി അനുസരിക്കൂ. നിങ്ങൾക്കൊരു സംരക്ഷണം, അത്രമാത്രമായി ലേഡിയെ കണ്ടാൽ മതി. പിന്നെ ഇവൾ നിസാരക്കാരിയല്ല. ഇവൾ ട്രെയിനിങ് പൂർത്തിയാക്കിയ ഒരു കമാൻഡോക്ക് സമമാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പാരാട്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു ഇവൾ. ഗൗരി അത്ഭുതത്തോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞാൽ എന്തും കേൾക്കുമോ ഇവൾ? ആകാംക്ഷയോടെ രുദ്രനോട് ചോദിച്ചു. എന്തും കേൾക്കും. രുദ്രൻ അവൾക്ക് മറുപടി കൊടുത്തു. അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ലേഡി, കം ഹിയർ. ഗൗരി വിളിച്ചതും ലേഡി വാലാട്ടിക്കൊണ്ട് ഓടിയെത്തി അവൾക്ക് ചുറ്റും ഒന്ന് വട്ടം കറങ്ങി. അവളുടെ ഭയം കുറഞ്ഞിരുന്നു. ഗൗരി ചിരിച്ചുകൊണ്ട് നോക്കിയത് അവരിൽ നിന്ന് മാറി എങ്ങനെയും രക്ഷപ്പെടാമെന്ന ചിന്തയുമായി നിൽക്കുന്ന രഘുവിലായിരുന്നു. അവനെ കാണുകെ ഗൗരിയുടെ കണ്ണുകളിൽ പകയുടെ കനലരിഞ്ഞു. അവൾ ലേഡിയെ നോക്കി ഗൂഢമായൊരു ചിരിയോടെ. അത് കാണുകെ രഘുവിന് ഭയം ഇരട്ടിച്ചു. അവൻ വേഗം അവിടെ നിന്നും തിരിഞ്ഞു നടന്നതും ഗൗരി അലറി, ലേഡി, കിൽ ദാറ്റ് ബാസ്റ്റർഡ്. അവളുടെ ശബ്ദം മുഴങ്ങിക്കേട്ടതും ലേഡി ഒറ്റ കുതിപ്പിന് രഘുവിൻ്റെ ശരീരത്തിലേക്ക് ചാടിക്കേറി അവൻ്റെ തോളിൽ കടിച്ചു പറിച്ചു. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ മുന്നോട്ടാഞ്ഞ രഘു നില കിട്ടാതെ മറിഞ്ഞു വീണു. അപ്പോഴും ലേഡി അവളുടെ കടി വിടുന്നുണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ ശരീരത്തിലെ മാംസം കടിച്ചു കുടഞ്ഞുകൊണ്ട് പറിച്ചെടുത്തു. വേദന കൊണ്ടലറിയ ലഘു ലേഡിയുടെ മുഖം സർവ്വശക്തിയും എടുത്ത് തള്ളിമാറ്റിയതും അവൾ തൻ്റെ കയ്യിൽ കടിച്ചു മുറിച്ച ശേഷം വീണ്ടും അവൻ്റെ കഴുത്തിൽ കടിച്ചു. രുദ്രൻ ഗൗരിയുടെ ഭാവങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ അവൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട നിമിഷം താൻ ചെയ്യാൻ ആഗ്രഹിച്ചതായിരുന്നു ഗൗരി പ്രവർത്തിച്ചത്. രഘുവിൻ്റെ അലർച്ച കേട്ട് വീട്ടിലുണ്ടായിരുന്നവരെല്ലാം അവിടേക്ക് ഓടിക്കൂടി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന രഘുവിനെ ലേഡി ആക്രമിക്കുന്ന കാഴ്ച കണ്ട് അവർ സ്തബ്ധരായി നിന്നു. രൗദ്രഭാവത്തിൽ രഘുവിനെ ആക്രമിക്കുന്ന ലേഡിയെ കണ്ട് ഭയം തോന്നി അവർ പിന്നിലേക്ക് മാറി. അവനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നാൽ തങ്ങളെയും ഉപദ്രവിക്കുമെന്ന് കരുതി അവർ കരഞ്ഞു വിളിച്ചും ശബ്ദമുണ്ടാക്കിയുമൊക്കെ ലേഡിയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവർ ഒരാശ്രയത്തിനെന്നോണം രുദ്രനെ നോക്കി. രുദ്രൻ അപ്പോഴും ഗൗരിയുടെ കണ്ണുകളിലെ വന്യമായ തിളക്കം നോക്കി നിൽക്കുകയായിരുന്നു. ലേഡി, സ്റ്റോപ്പ്. ഗൗരിയുടെ വാക്കുകൾ കേട്ടതും അവൾ കടിവിട്ടുകൊണ്ട് രഘുവിനെ തുറച്ചു നോക്കി. രഘുവിൻ്റെ മുഖത്തുൾപ്പെടെ അവൾ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അവൻ്റെ രക്തം പരന്നൊഴുകി അവിടമാകെ ചുവന്നിരുന്നു. രഘുവിനൊന്ന് എഴുന്നേൽക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. നേരിയ ഞെരുക്കങ്ങൾ മാത്രമാണ് അവനിൽ നിന്നും പുറത്തേക്ക് വന്നത്. നിമിഷങ്ങൾ കൊണ്ടൊരു മനുഷ്യന് ചെയ്യാവുന്നതിലും ക്രൂരമായാണ് അവൾ രഘുവിനെ കൈകാര്യം ചെയ്തത്. ഗൗരി രഘുവിൻ്റെ മുന്നിലേക്ക് മാറി നിന്നു. അവളുടെ മുഖത്ത് അപ്പോഴും കലി കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പാതി ജീവൻ മാത്രമായ ശരീരത്തിൽ നോക്കി അവൾ അലറി, എന്താണ് രഘു, നിനക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചു മുന്നേ നീ പറയുന്ന കേട്ടല്ലോ, ഞാൻ നിന്റെ കൂടെ വന്ന് പൊറുക്കണമെന്ന്. അവൾ പുച്ഛത്തോടെ പറഞ്ഞു. നീ എന്താ കരുതിയത്? ആരും ഒന്നും അറിയില്ലെന്നോ? ഞങ്ങളെ തമ്മിൽ അകറ്റിയത് ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷെ നീ എൻ്റെ അച്ഛനോട് ചെയ്തത് പൊറുക്കാൻ ഗൗരിക്ക് ആവില്ലടാ. അവൾ പറഞ്ഞത് കേട്ട് ചുറ്റും കൂടി നിന്നവർ ഞെട്ടി. രുദ്രൻ അപ്പോഴും ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു. അവൾ അടുത്തത് എന്ത് ചെയ്യുമെന്നവൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. നിനക്ക് ഞാൻ പണ്ടേ ഓങ്ങി വച്ചതാ ഇത്. എൻ്റെ അച്ഛൻ കിടന്നതുപോലെ നീയും കിടക്കണം. അവൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗൗരി, നീ എന്താ മോളെ പറഞ്ഞേ? നരേന്ദ്രൻ അവളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ നിങ്ങൾക്കെന്താ, ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഗൗരി നരേന്ദ്രനോടും ക്ഷോഭിച്ചു. നിങ്ങളെല്ലാം ചേർന്ന് പണ്ട് ഇതിലും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തന്നത് അച്ഛനെ അപകടപ്പെടുത്താൻ നോക്കിയത് രുദ്രനാണെന്നല്ലേ? അതും ഈ കിടക്കുന്നവൻ്റെ വാക്കും കേട്ട്. ചെയ്തത് രുദ്രനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെല്ലാം വിശ്വസിച്ചില്ലേ? അന്ന് രുദ്രൻ്റെ ഷർട്ടിലെ ചോരക്കര കാട്ടിയല്ലേ എന്നെ വിശ്വസിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ തന്നെ ചോര കാട്ടി പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടേലും ഇല്ലേലും ഗൗരിക്കൊന്നുമില്ല. അവളുടെ ദേഷ്യം സങ്കടത്തിലേക്ക് വഴിമാറി തുടങ്ങിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഗൗരി തുടർന്ന് പറയാൻ തുടങ്ങി അവളെ രുദ്രൻ തടഞ്ഞു. അവൻ തലയനക്കി അരുതെന്ന് കാട്ടിയതും ഗൗരി അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. അവളുടെ കണ്ണീർ അവൻ്റെ നെഞ്ച് നനച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ രുദ്രൻ്റെ ചിന്ത മറ്റൊന്നായിരുന്നു. അതറിയുമ്പോൾ ഗൗരി എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ അവൻ ആശങ്കപ്പെട്ടു. എന്താ രുദ്ര, നീ പറഞ്ഞ നിനക്ക് പോകണമെന്നോ? രുദ്രൻ്റെ വാക്കുകൾ കേട്ട് ഗൗരിക്ക് തൻ്റെ തലയ്ക്കാരോ കുടം കൊണ്ടടിച്ചതുപോലെ തോന്നി. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി നിന്നു. അവളുടെ ഒപ്പം നിൽക്കുന്ന അപ്പുവിനും രുദ്രൻ പറഞ്ഞത് ഉൾക്കൊള്ളാനായില്ല. അവൾ തൻ്റെ അമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു. മറ്റാരേക്കാളും നന്നായി രുദ്രൻ്റെ വാക്കുകൾ എത്രത്തോളം ഗൗരിയെ തകർത്ത് കളഞ്ഞുവെന്ന ആ 10 വയസ്സുകാരിക്ക് അറിയാമായിരുന്നു. രുദ്രൻ തൻ്റെ ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി. നിറകണ്ണുകളോടെ നിൽക്കുന്നത് തൻ്റെ ജീവനാണ്. ഗൗരിയുടെ കണ്ണുനീർ തൻ്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നത് അവനറിഞ്ഞു. പക്ഷെ ഇവരേക്കാൾ തനിക്ക് വലുത് തന്നെ ഏൽപ്പിച്ച കർത്തവ്യമാണെന്ന ബോധ്യം അവനിലെ കണ്ണുനീരിനെ പോലും തടുത്തു നിർത്തി. ഗൗരി ഇനിയും താൻ പോവുകയാണെന്ന് കേട്ട ആഘാതത്തിൽ നിന്ന് മുക്തിയായിട്ടില്ലെന്ന് കണ്ട രുദ്രൻ ഗൗരിയുടെയും അപ്പുവിൻ്റെയും മുന്നിൽ മുട്ടുകുത്തി നിന്നു. അവളൊരു അക്ഷരം പോലും ഉരിയാടാതെ നിറകണ്ണുകളോടെ രുദ്രനെ നോക്കി നിന്നു. കരച്ചിലിൻ്റെ ഏങ്ങലടികൾ മാത്രമേ 4 ചുവരുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു.
ഗൗരി, അവൻ ആർദ്രമായി അവളെ വിളിച്ചു. നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ചു പോകുന്നതല്ല ഗൗരി. എനിക്ക് നിന്നേക്കാളും നമ്മുടെ മോളെക്കാളും വലുതായി ചെയ്തു തീർക്കാൻ ഏറെയുണ്ട്. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എന്തിനാടാ നീ പിന്നെ വന്നത്? എൻ്റെ കണ്ണീര് കാണാനോ? എവിടേക്കെങ്കിലും പോയി കൂടായിരുന്നോ? ഞാനും എൻ്റെ മോളും എങ്ങനെയും ജീവിച്ചിരുന്നേനല്ലോ. അതോ വീണ്ടും ഞങ്ങളുടെ കണ്ണീര് കണ്ട് ആസ്വദിക്കാനാണോ നീ വന്നത്? പറയടാ, മതിയായില്ലേ നിനക്ക്? നിന്നെ സ്നേഹിച്ചെന്നൊരു തെറ്റ് മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതിന് നീ ഇങ്ങനെ ശിക്ഷിക്കണോ? ഇതിലും ഭേദം എന്നെ നീ കൊല്ലുന്നതാ. എന്നെയും മോളെയും കൊന്നിട്ട് എവിടേക്കാന്ന് വെച്ച പോയിക്കോളാ, അവൾ രുദ്രന്റെ കുത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി പറഞ്ഞതിന് മറുപടി പറയാനോ അവളെ ആശ്വസിപ്പിക്കാനോ കഴിയാതെ രുദ്രൻ വാക്കുകൾക്കായി തപ്പി. അവന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഒരാളെ വേദനിപ്പിക്കാവുന്നതിന്റെ പരമാവധി താൻ ഗൗരിയോട് ചെയ്തു കഴിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. താൻ എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ അവൻ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി. ഗൗരി, നിനക്ക് മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കാൻ എനിക്ക് കഴിയൂ. പക്ഷേ നിനക്ക് ഈ രുദ്രനെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഒരിക്കൽ നിന്നെ വിട്ടുപോയിട്ടുണ്ട് ഞാൻ. അത് നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. അന്ന് നിന്റെ വാക്കുകളിൽ എത്രത്തോളം വെറുപ്പ് നിറഞ്ഞിരുന്നുവെന്ന് നിനക്കറിയാമോ ഗൗരി? ഓർമ്മയുണ്ട് രുദ്രനെ ഇനി കാണണ്ടെന്ന് പറഞ്ഞ് നീ വാതിൽ കൊട്ടിയടച്ചത്? രുദ്രൻ ഈ ലോകത്ത് തനിച്ചായത് അന്നാണ്. നീ ഇനി ഒരിക്കലും കാണണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പാറവും ഒന്നൊരക്ഷരം പോലും മിണ്ടാതെ എന്നെ തനിച്ചാക്കിപ്പോയി. പിന്നെ ഈ നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. അന്ന് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, എന്നെ കാണുന്തോറും നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയവനായേ നീ കരുതൂ. അത് എത്രത്തോളം നിന്നെ മുറിപ്പെടുത്തുമെന്നും മറ്റാരേക്കാളും നന്നായി എനിക്കറിയാമായിരുന്നു. ഞാൻ കുറ്റക്കാരനല്ലെന്ന് 1000 വട്ടം പറഞ്ഞാലും നിനക്കത് കള്ളമായേ തോന്നുമായിരുന്നുള്ളൂ. അന്നെല്ലാം ഉപേക്ഷിച്ചു പോയത് നിന്റെ നന്മയെ കരുതിയായിരുന്നു. അന്ന് തന്നെ ആ പഴയ രുദ്രനും മരിച്ചു. ഇന്ന് നിനക്ക് മുന്നിൽ നിൽക്കുന്നത് നീ അറിയുന്ന രുദ്രനല്ല. എന്നെ അറിയാനും നീ ആഗ്രഹിക്കരുത്. പക്ഷെ ഒന്നു മാത്രം ഞാൻ പറയാം, മടങ്ങി വരും ഞാൻ, നിനക്കും നമ്മുടെ മോൾക്കുമൊപ്പം ജീവിക്കാൻ. വന്നില്ലെങ്കിൽ രുദ്രന്റെ ആയുസ് ഒടുങ്ങിയെന്ന് കരുതിയേക്കണം. പറഞ്ഞു തീർത്തതും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഗൗരി രുദ്രന്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു. അവളുടെ ഭാവമാറ്റം കണ്ട് രുദ്രൻ പകച്ചു നിന്നതും അവൾ രുദ്രന്റെ തൻ്റെ കൈകളാൽ വരിഞ്ഞു മുറുക്കി. പൊയ്ക്കോ നീ, എവിടേക്കാന്ന് വെച്ചാൽ പൊയ്ക്കോ, പക്ഷെ മടങ്ങി വരണം. ഞാനും നമ്മുടെ മോളും നിനക്കായി കാത്തിരിക്കും. അത്ര മാത്രമേ ഗൗരിക്ക് പറയാനുള്ളായിരുന്നു. അവൾ രുദ്രന്റെ തോളിൽ മുഖം പൊത്തി നിശബ്ദയായി കരഞ്ഞു. അവളുടെ കണ്ണുനീരിലും അവസാനം പറഞ്ഞ വാക്കുകൾ രുദ്രന് പുതിയൊരു പ്രതീക്ഷയായിരുന്നു. അവൻ തൻ്റെ അടുത്ത് സങ്കടപ്പെട്ടു നിൽക്കുന്ന അപ്പുവിനെ കൂടെ തന്നോട് ചേർത്ത് പിടിച്ചു. അച്ഛേ! അപ്പുവിന്റെ വിളി കേട്ട് ഗൗരിയെ കണ്ണെടുക്കാതെ നോക്കിക്കിടന്ന രുദ്രൻ ഞെട്ടി. അവൻ ചാടി എഴുന്നേറ്റ് നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന അപ്പുവിനെയാണ് കണ്ടത്. രുദ്രൻ ഇരു കൈകളാലും അപ്പുവിനെ ഒരു കുഞ്ഞിനെ പോലെ കോരിയെടുത്ത് അവളുടെ നെറുകയിൽ മുത്തി. മോളെന്താ വിളിച്ചേ? രുദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇനി ഞാൻ അച്ഛയെന്ന് വിളിച്ചോട്ടെ? അപ്പു രുദ്രന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ ലോകത്ത് ഞാൻ മറ്റെന്തിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ നാവിൽ നിന്നും കേൾക്കുന്ന അച്ഛ എന്ന വിളിയാണ്. അവന്റെ ഉള്ളിലെ സന്തോഷം അലതല്ലി. രുദ്രൻ പറഞ്ഞതിന് മറുപടിയായി അപ്പു അവന്റെ കവിളിൽ ഉമ്മ കൊടുത്തു. അവൻ തിരിച്ച് അവൾക്കും ഉമ്മ കൊടുത്തു. ഇടയ്ക്ക് രുദ്രൻ തലയുയർത്തി നോക്കിയതും അച്ഛൻ്റെയും മകളുടെയും സ്നേഹം കണ്ട് നിറകണ്ണുകളോടെ നിൽക്കുന്ന ഗൗരിയാണ്. അവൻ അവളെ കണ്ണിറുക്കി കാട്ടി. പിന്നെ ഗൗരി കണ്ടത് വാതോരാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനെയും മകളെയുമാണ്. അപ്പു അവന്റെ നെഞ്ചിലാണ് കിടക്കുന്നത്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോഴും അപ്പുവിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കണ്ട് രുദ്രന് ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. ഗൗരി തുണി മടക്കി വെച്ചിട്ട് രുദ്രന്റെ അരികിൽ വന്ന് കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അപ്പു, നീ ലേഡിക്ക് ഭക്ഷണം കൊടുത്തായിരുന്നു? രുദ്രൻ അവളോട് ചോദിച്ചു. ഞാനല്ല, അമ്മയുടെ രണ്ടാമത്തെ മോൾക്ക് അമ്മ തന്നെ ഭക്ഷണം കൊടുത്തേക്ക്. അത് കേട്ടതും രുദ്രൻ പൊട്ടിച്ചിരിച്ചു. അമ്മയായാലും കൊള്ളാം, മോളായാലും കൊള്ളാം, അവളെ നന്നായി നോക്കണം. അത് കേട്ടതും ഇരുവരും ചിരിച്ചു. രുദ്ര, നിനക്ക് അവളെ എവിടെന്നാ കിട്ടിയേ? നീ പറഞ്ഞല്ലോ കമാൻഡോ ട്രെയിനിങ് ഒക്കെ ലേഡിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അതുപോലെ ആയിരുന്നല്ലോ അവളുടെ പ്രകടനവും. ഗൗരി സംശയത്തോടെ അവനെ നോക്കി. അപ്പവും അപ്പോഴാണ് അതേക്കുറിച്ച് ആലോചിച്ചത്. അവനൊന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി. അവന്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പറ രുദ്ര, ലേഡിയെ നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഗൗരി വീണ്ടും ചോദിച്ചു. പറ അച്ഛേ, അപ്പവും അവനോട് കെഞ്ചി പറഞ്ഞു. ഇരുവരുടെയും ചോദ്യങ്ങൾ കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. പറ അച്ഛേ, പ്ലീസ് പ്ലീസ്. അപ്പു രുദ്രന്റെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൂട്ടാ, ലേഡി എന്നല്ല, എന്റെ ജോലിക്ക് ആവശ്യമായതെന്തും തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ രുദ്രനുണ്ട്. അച്ഛയുടെ ജോലി എന്താപ്പോ? അവൾ തന്നെ സംശയം ചോദിച്ചു. അത് സസ്പെൻസാണ്. നാളെ രാവിലെ അപ്പൂട്ടിന് പറഞ്ഞു തരാം, മതിയോ? രുദ്രൻ ചോദിച്ചതും അവൾ തലയാട്ടി സമ്മതിച്ചു. അപ്പൂട്ടിന് ഉറങ്ങണ്ടേ? രുദ്രൻ അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, എനിക്ക് അച്ഛയുടെ കൂടെ ഇരുന്നാൽ മതി. അതും പറഞ്ഞ അപ്പു രുദ്രനോട് ചേർന്ന് കിടക്കുന്ന ഗൗരിയെ നോക്കി. അമ്മ അച്ഛനോട് പറ, പിന്നെ ഉറങ്ങാന്ന്. ഇന്നെനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും അടുത്തിരിക്കണം. ഗൗരി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചു. അച്ഛനും മകളും പരസ്പരം അറിയട്ടെ എന്ന് ഗൗരി മനസ്സിൽ ചിന്തിച്ചു. അവളുടെ ചിന്തകൾ മനസ്സിലാക്കിയെന്നവണ്ണം രുദ്രൻ തന്നെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രണയാർദ്രമായി അവളെ നോക്കി. അച്ഛേ, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അപ്പുവിന്റെ ചോദ്യം കേട്ട് രുദ്രൻ ഗൗരിയിൽ നിന്നും തന്റെ നോട്ടം മാറ്റി. എന്ത് കഥയാ അപ്പൂസിന് വേണ്ടത്? രുദ്രൻ അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു.
എന്തേലും ഒരു കഥ പറച്ചേ. അവൾ പറഞ്ഞു കേട്ട രുദ്രൻ ഒരു നിമിഷം ആലോചിച്ചു. മോൾക്കൊരു അതിബുദ്ധിമാനായ ചെകുത്താന്റെ കഥ പറഞ്ഞു തന്നാ മതിയോ? മതി അച്ഛേ, ചെകുത്താന്റെ കഥ മതി, അപ്പു ഉത്സാഹത്തോടെ പറഞ്ഞു. നിനക്ക് കഥ കേൾക്കണ്ടേ ഗൗരി? അവൻ ഗൗരിയോട് ചോദിച്ചു. നീ പറഞ്ഞു രുദ്ര, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇരുവരും രുദ്രന്റെ കഥ കേൾക്കാനായി കാതോർത്തു. 1971 ഒരു ഡിസംബർ മാസത്തിലെ സായാഹ്നം ഓൾ ഇന്ത്യ റേഡിയോയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു. നമ്മുടെ രാജ്യവും നമ്മുടെ ജനങ്ങളും നേരിടുന്ന ഗുരുതരമായ ഈ ആപത്ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. കുറച്ചു മണിക്കൂർ മുമ്പ്, കൃത്യസമയം പറഞ്ഞാൽ ഡിസംബർ 3 വൈകിട്ട് 5:30 പാകിസ്ഥാൻ നമുക്കെതിരെ പൂർണ്ണതോതിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അമൃത്സർ, പത്താൻകോട്, ശ്രീനഗർ, അവന്തിപ്പൂർ, ഉത്തർലായ്, ജോധ്പൂർ, അംബാല, ആഗ്ര എന്നിവിടങ്ങളിലെ നമ്മുടെ വ്യോമതാവളങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേന അപ്രതീക്ഷിത ആക്രമണം നടത്തി. സുലമങ്കി, ഖേങ്കാരൻ, പൂഞ്ച് തുടങ്ങിയ മേഖലകളിലെ നമ്മുടെ സൈനിക താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ കരസേന ഷെല്ലാക്രമണം നടത്തുന്നു. ജനാധിപത്യപരമായി വോട്ട് ചെയ്യുകയെന്ന ആവശ്യം ഉന്നയിച്ച കുറ്റത്തിന് ഒരു ജനതയെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്നത് തടയാൻ കഴിഞ്ഞ മാർച്ച് മുതൽ നമ്മൾ ഏറ്റവും ക്ലേശകരമായ ഭാരം വഹിക്കുകയും ഏറ്റവും വലിയ സമ്മർദ്ദത്തെ നേരിടുകയും സമാധാനപരമായ പരിഹാരം കൊണ്ടുവരുന്നതിന് ലോകത്തെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ലോകം അടിസ്ഥാന ലക്ഷ്യങ്ങൾ അവഗണിക്കുകയും ചില പ്രത്യാഘാതങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ധീരരായ സ്വതന്ത്ര സമര സേനാനികളുടെ സംഘമായ നാം എല്ലാവരും പോരാടിയതും നമ്മുടെ ജീവിത രീതിക്ക് അടിസ്ഥാനമായ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാവരെയും കൂട്ടിയിണക്കി. ഇന്ന് ബംഗ്ലാദേശിലെ യുദ്ധം ഇന്ത്യക്കെതിരായ യുദ്ധമായി മാറിയിരിക്കുന്നു. ഇത് എന്നെയും എൻ്റെ സർക്കാരിനെയും ഇന്ത്യയിലെ ജനങ്ങളെയും ഭയപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ രാജ്യത്തെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർത്തുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. ഞങ്ങളുടെ ധീരരായ ഉദ്യോഗസ്ഥരും ജവാന്മാരുമെല്ലാം രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി അണിനിരന്നു കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യം മുഴുവനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടാൻ നമ്മൾ തയ്യാറാണ്. പാകിസ്ഥാന്റെ ഈ നീതികെട്ടതും പ്രകോപനമില്ലാത്തതുമായ ആക്രമണവും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടായ ഇച്ഛാശക്തി കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല. ഈ തീരുമാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ ഇന്ത്യൻ പൗരന്റെയും പൂർണ്ണവും അചഞ്ചലവുമായ പിന്തുണ സർക്കാരിന് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. ദീർഘനാളത്തെ പ്രയാസങ്ങൾക്കും ത്യാഗത്തിനും നാം തയ്യാറായിരിക്കണം. നമ്മൾ സമാധാനപരമായ ഒരു ജനതയാണ്. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തെയും ജീവിത രീതിയെയും കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ സമാധാനം നിലനിൽക്കുന്നില്ലെന്ന് നമുക്കറിയാം. അതിനാൽ ഇന്ന് നാം പോരാടുന്നത് കേവലം പ്രാദേശിക സമന്വയത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന് കരുത്തു പകരുന്ന അടിസ്ഥാന ആശയങ്ങൾക്കാണ്. ഇതിലൂടെ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട ഭാവിയിലേക്ക് മുന്നേറാൻ കഴിയൂ. അധിനിവേശം നേരിടേണ്ടതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അത് ധീരതയോടും നിശ്ചയദാർഢ്യത്തോടും അച്ചടക്കത്തോടും അങ്ങേയറ്റം ഐക്യത്തോടും കൂടി കാണും. റേഡിയോയിലൂടെ കേട്ട പ്രസംഗം അവസാനിച്ചതും അയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. താൻ കാത്തിരുന്ന സമയം ഇതാണെന്ന് മറ്റാരേക്കാളും നന്നായി അയാൾക്കറിയാമായിരുന്നു. പാർലമെന്റിലെ സൗത്ത് ബ്ലോക്കിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ അയാൾ തൻ്റെ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. കാറ് മുന്നോട്ട് പോകുന്തോറും അയാൾ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തി. തൻ്റെ പദ്ധതികൾ വിജയിക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് എന്ന വലിയ കടമ്പ അയാൾക്ക് മറികടക്കണമായിരുന്നു. അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സൗത്ത് ബ്ലോക്കിലെത്തിയ അയാൾ മുന്നോട്ട് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അയാളെ ബഹുമാനത്തോടെ നോക്കി. അവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അയാൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ ഈ ബ്ലോക്കിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രിയദർശിനിയുടെ ഓഫീസായിരുന്നു അത്. മുന്നിലുണ്ടായിരുന്ന ഗാർഡ് അയാളെ കണ്ടതും സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ചു. ഗാർഡിനെ ഒന്ന് നോക്കിയ ശേഷം അയാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശിച്ചു. മുന്നിലെ ടേബിളിലിരുന്ന ഫയൽ പരിശോധിക്കുകയായിരുന്ന പ്രധാനമന്ത്രി പ്രിയദർശിനിക്ക് മുന്നിൽ അയാൾ സല്യൂട്ട് ചെയ്തു. ഫയലിൽ നിന്ന് മുഖമുയർത്തി പ്രിയദർശിനി അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി. അഡ്മിറൽ, വൈ ഡിഡ് യു കെയിം ടു സീ മീ? അവൾ നേർത്ത പുഞ്ചിരിയോടെ അയാളോട് ചോദിച്ചു. മേഡം പ്രൈം മിനിസ്റ്റർ, ഇതാണെല്ലാം അവസാനിക്കാനുള്ള സമയം, അയാൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ടതും പ്രിയദർശിനിയുടെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. അഡ്മിറൽ SN നന്ദ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്നുള്ള ബോധ്യമുണ്ടോ? പ്രിയദർശിനിയുടെ സ്വരം കടുത്തതായിരുന്നു. യെസ് മാഡം, ദി ബെസ്റ്റ് വേ ഓഫ് ഡിഫൻസ് ഈസ് അറ്റാക്ക്. നമ്മളിപ്പോൾ ആക്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ആ അവസരം ഉപയോഗിക്കും. വി ഹാവ് നോ അതർ ഓപ്ഷൻ. വി മസ്റ്റ് അറ്റാക്ക് കറാച്ചി പോർട്ട്. നന്ദയുടെ വാക്കുകളിൽ പ്രിയദർശിനി കണ്ടത് ആത്മവിശ്വാസമായിരുന്നു. അഡ്മിറൽ, താങ്കളുടെ തീരുമാനം അതാണെങ്കിൽ പിന്നെ എന്നെ കാണാൻ എന്തിനു വന്നു? മേഡം, 65-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ നേവിക്ക് നൽകിയ നിർദ്ദേശം ഇന്ത്യൻ തീരങ്ങളിൽ നിരീക്ഷണം നടത്താൻ മാത്രമാണെന്ന്. ദാറ്റ്സ് വൈ ഐ കെയിം ടു ആസ്ക് യുവർ പെർമിഷൻ. അത് കേട്ട് പ്രിയദർശിനി നന്ദയെ നോക്കി ചിരിച്ചു. അഡ്മിറൽ, അന്നുണ്ടായിരുന്ന ഭരണാധികാരിയല്ല ഇന്ന് ഈ കസാരയിലിരിക്കുന്നത്. അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. താങ്കൾക്ക് ഈ മിഷനുമായി മുന്നോട്ട് പോകാം.
ആൻഡ് യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ദ പൊളിറ്റിക്കൽ ക്ലിയറൻസ്. ഐ വിൽ ഡീൽ വിത്ത് ഇറ്റ്. അത്രയും പറഞ്ഞ് അവർ നന്ദയ്ക്ക് പുറത്തേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടി. പ്രിയദർശിനിയുടെ വാക്കുകൾ നന്ദയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നതായിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത ശേഷം മുറിക്ക് പുറത്തേക്ക് നടന്നു. അവിടെ ആ നിമിഷം ഓപ്പറേഷൻ ട്രൈഡന്റിന് ആരംഭം കുറിക്കുകയായിരുന്നു. ജെന്റിൽമാൻ, നമുക്ക് തകർക്കേണ്ടത് പാകിസ്ഥാന്റെ കറാച്ചിയിലെ ഇന്ധന ശേഖരമാണ്. എന്ത് വില കൊടുത്തും നമ്മളത് ചെയ്തിരിക്കണം. ഇന്ത്യൻ മണ്ണിൽ ആക്രമണം നടത്തിയിട്ട് ഒരുത്തിനും അങ്ങനെ അഹങ്കരിക്കണ്ട. കിട്ടിയതിന് അതിൻ്റെ പലിശ സഹിതം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. ഡിസംബർ 4 തന്നെ നമ്മൾ പ്രത്യാക്രമണം നടത്തിയിരിക്കും. അഡ്മിറൽ, ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ വൈസ് അഡ്മിറൽ DN രമണിനും കോംഡോർ സക്സേനയ്ക്കും മുന്നിൽ ഓപ്പറേഷൻ ട്രൈഡന്റിനെ കുറിച്ച് നന്ദ പറഞ്ഞത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അവർ. എന്നാൽ നന്ദയുടെ മുഖത്തെ നിശ്ചയദാർഢ്യം കണ്ട് രമണിന് എന്തും മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. രമൺ, വൈ ആർ യു ബിഹേവിംഗ് ലൈക്ക് ദിസ്? താങ്കളൊരു ഇന്ത്യൻ സൈനികനാണെന്ന് മറക്കരുത്. നന്ദയുടെ സ്വരം ശാന്തമായിരുന്നുവെങ്കിലും ഉറച്ചതായിരുന്നു. അഡ്മിറൽ സാബ്, ഞാനൊരു സൈനികനാണെന്നത് മറന്നുകൊണ്ടല്ല, മറിച്ച് ചിന്തിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. സാബ് പറഞ്ഞ പോലെ കറാച്ചി പോർട്ട് ആക്രമിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പാകിസ്ഥാൻ നേവി, ദേ ആർ നോട്ട് എ ബെഞ്ച് ഓഫ് ജോക്കേഴ്സ്. ദേ ഹാവ് എ വെൽ കോർഡിനേറ്റ് നേവി വിങ്. നമ്മുടെ യുദ്ധക്കപ്പലുകൾ കറാച്ചി പോർട്ടിൻ്റെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കില്ല. കാരണം ഞാൻ പറയാതെ തന്നെ സാബിനറിയാമല്ലോ, അമേരിക്ക അവർക്ക് കൈമാറിയ അത്യാധുനിക റഡാർ സംവിധാനം. ദർ ഈസ് നോ വേ നമ്മുടെ കപ്പലുകൾ അവരുടെ റഡാർ കണ്ണിൽപ്പെടാതെ കറാച്ചി തീരത്തോട് അടുക്കാൻ സാധിക്കില്ല. രമണിൻ്റെ വാക്കുകൾ കേട്ട് നന്ദൊന്ന് പുഞ്ചിരിച്ചു. വെൽ സെയ്ഡ് രമൺ, താങ്കൾ പറഞ്ഞതെല്ലാം പച്ച പരമാർത്ഥം മാത്രം. അമേരിക്കയും ചൈനയുടെയും സഹായത്തോടെ പാകിസ്ഥാന്റെ നേവി ഒരുപാട് വളർന്നെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശത്രുവിനെ വില കുറച്ച് കാണരുതെന്ന് പറയും പോലെ സ്വന്തം ശക്തിയിൽ വിശ്വാസമില്ലാതാക്കുകയും ചെയ്യരുത്, നന്ദ പറഞ്ഞു നിർത്തി. അഡ്മിറൽ സാബ്, ഇക്കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും രമൺ സാബിനോട് യോജിക്കുന്നു. നേരിട്ടൊരു അറ്റാക്ക് അത് നമുക്ക് ദോഷം മാത്രമേ ചെയ്യൂ. കൊമാഡോർ സക്സേനയും തന്റെ അഭിപ്രായം പറഞ്ഞു. അത് കേട്ട നന്ദ ഇരുവരെയും ഒന്ന് ഇരുത്തി നോക്കി. രണൻ സാബ്, സാബിന്റെ നെഞ്ചിൽ കുത്തിയിരിക്കുന്ന മെഡൽ എന്താണ്? അത് കേട്ട രമൺ നെറ്റിച്ചുളിച്ചു. അയാൾക്ക് നന്ദയുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സാബ്, രാഷ്ട്രപതിയുടെ വീർ ചക്ര മെഡലാണ്. മെഡൽ മാത്രമല്ല, ഉള്ളിലും ഒരു സൈനിക വീരായിരിക്കണം രമൺ. നിങ്ങളൊരു വീരനല്ലെങ്കിൽ ആ മെഡൽ ധരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. നന്ദയുടെ വാക്കുകൾ കേട്ട് അയാൾ ഞെട്ടിപ്പോയി. തൻ്റെ ആത്മാഭിമാനത്തെയാണ് നന്ദ ചോദ്യം ചെയ്തത്. രമണിന്റെ മുഖം വലിഞ്ഞു മുറുകുകയും നന്ദ ചിരിച്ചു. കൂൾ ഡൗൺ മിസ്റ്റർ രമൺ. നമ്മളെക്കാൾ ബലവാനായ പോരാളി വന്നാൽ നേരിടേണ്ടി വരിക ബുദ്ധി കൊണ്ടാവണം. നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഞാൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചെയ്യുന്നതും അത് തന്നെയാണ്. 65-ൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നേവിയുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ രമൺ അറിയാമല്ലോ. പക്ഷെ ഇന്ന് ആ അവസ്ഥയിൽ വന്ന മാറ്റം ചെറുതല്ല. നമ്മൾ നമ്മുടെ കരുത്തൊരിക്കലും വിസ്മരിക്കരുത് രമൺ. അത് എതിരാളിയുടെ ജയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ രമൺ, പാകിസ്ഥാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നതെങ്കിലോ അവർ എന്ത് ചെയ്യും? നന്ദ അയാളോട് ചോദിച്ചു. പാകിസ്ഥാൻ നേവി ക്യാൻ സ്ട്രൈക്ക് അറ്റ് ഗുജറാത്ത്, മുംബൈ ആൻഡ് കൊച്ചി. രമണിന്റെ ചോദ്യം കേട്ട് നന്ദ അയാളെ നോക്കി ചിരിച്ചു. നമ്മളെ ആക്രമിക്കുവാൻ അവർക്ക് കഴിയുമെങ്കിൽ അതിനായി കാത്തിരുന്ന് ദുരന്തം ഏറ്റുവാങ്ങണോ, അതോ ആദ്യം എതിരാളിയുടെ നേർക്ക് ആദ്യ പ്രഹരം നൽകണോ? എന്ത് വേണമെന്ന് പറയൂ രമൺ. നിങ്ങൾ വൈസ് അഡ്മിറൽ സ്ഥാനത്തിരിക്കുന്ന നാവിക ഉദ്യോഗസ്ഥനല്ലേ? നന്ദയുടെ ചോദ്യത്തിന് രമണിനെ മറിച്ചൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. സാബ്, ആദ്യം തന്നെ ശത്രുവിന്റെ കോട്ടയാണോ തകർക്കേണ്ടത്? ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് ആദ്യം ചോദിച്ചതിന് മറുപടി ലഭിച്ചില്ല രമൺ. ബട്ട് സാബ്, കറാച്ചി തീരത്തേക്ക് വിക്രാന്തിനെ അയക്കുന്നത് വലിയൊരു മണ്ടത്തരമായി എനിക്ക് തോന്നുന്നുള്ളൂ, രമൺ പറഞ്ഞു. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ് രമൺ. വിക്രാന്തിന്റെ സിഗ്നലുകൾ വേഗത്തിൽ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയും. ഒരു നിമിഷം കൊണ്ട് ശത്രുവിന്റെ കോട്ട തകർക്കാൻ വിക്രാന്തിന് അത് സാധിക്കുമെങ്കിലും പ്രത്യാക്രമണത്തിൽ വിക്രാന്തിന് കേടുപാടുകൾ പറ്റിയാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും. പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിൽ തന്നെ വിക്രാന്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, വജ്രായുധം ആരെങ്കിലും ആദ്യം തന്നെ യുദ്ധത്തിൽ ഉപയോഗിക്കുമോ? ഇല്ല അല്ലേ? ചെറിയ ആയുധം കൊണ്ട് തന്നെ ശത്രുവിനെ തകർക്കാൻ കഴിയുമെങ്കിൽ അതില്ലേ അഭികാമ്യം? ദാറ്റ്സ് വൈ ഐ ആം ഗോയിങ് ടു സെൻഡ് കില്ലർ സ്ക്വാഡ് ടു കറാച്ചി. നന്ദു പറഞ്ഞത് കേട്ട ഞെട്ടി രമൺ ചാടി എഴുന്നേറ്റു. സാബിന് ഭ്രാന്ത് പിടിച്ചോ? അയാൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. യെസ് രമൺ, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഈ ഓപ്പറേഷൻ നയിക്കുന്നത് 25th ബോർഡ് സ്ക്വാഡനായിരിക്കും. ഈ ഓപ്പറേഷന് ഏറ്റവും അനുയോജ്യമായതും അവരാണ്. ആൻഡ് കമാൻഡർ BD യാദവ് വിൽ ലീഡ് ദ മിഷൻ. വിക്രാന്ത് പോലെ ഒരു മദർഷിപ്പ് കറാച്ചി തീരത്തോടെടുത്താൽ അവർക്കത് വേഗം തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഒസ ബോട്ടുകളുടെ വേഗതയോടും കിടപിടിക്കാൻ പാകിസ്ഥാൻ നേവിയുടെ ഒരൊറ്റ കപ്പലിന് പോലും സാധിക്കില്ല. ഒസായുടെ വലിപ്പക്കുറവ് കാരണം അവരെ റഡാറിൽ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. പിന്നെ അവരുടെ പ്രഹരശേഷിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാമല്ലോ, നന്ദൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. രമണിന്റെ മുഖത്തും അത് കേട്ട് ആത്മവിശ്വാസം നിറഞ്ഞു വന്നു. സാബ് പറഞ്ഞത് കറക്റ്റാണ്. ഇത്തരം ഒരു മിഷന് ഏറ്റവും അനുയോജ്യരായത് അവരാണ്. റഷ്യയിൽ നിന്നുള്ള ട്രെയിനിങ് പൂർത്തിയാക്കിയ
അവർ ഇത് നിഷ്പ്രയാസം സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാബ്. ബട്ട് സാബ്, വൈ ഡിഡ് യു ചൂസ് യാദവ്? അയാളേക്കാൾ മികച്ചതും ഉയർന്ന റാങ്കിലുള്ള എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് സേനയിൽ. ഇത്തവണ സക്സേനയാണ് നന്ദയോട് മറുചോദ്യം ചോദിച്ചത്. സക്സേന പറഞ്ഞത് കേട്ട നന്ദ ദേഷ്യം കൊണ്ട് വിറച്ചു. കൊമാഡോർ, എൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല. മറിച്ച് ഈ തീരുമാനത്തോട് എതിരഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോകാം. യാദവിനെ ഈ മിഷന്റെ കമാൻഡറായി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. നന്ദയുടെ രോഷം കണ്ട് സക്സേന വിളറി വെളുത്തു. സാബ്, ഞാൻ അങ്ങനെ ചോദ്യം ചെയ്തതോ യാദവിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചതോ ഒന്നുമല്ല. ഹീ സോ യങ്. അതുകൊണ്ട് തന്നെ ചില പക്വതയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ. കൊമാഡോർ, നമുക്ക് അതുപോലെയുള്ള യങ് ബ്ലഡാണ് ഈ നേവിക്ക് വേണ്ടത്. നമ്മളെക്കാൾ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയുമടോ. താൻ യാദവിൻ്റെ റെക്കോർഡ് നോക്ക്. ഈസ് യങ് ആൻഡ് ഡയറിങ് ഓഫീസർ. അപ്പോഴേക്കും റൂമിലേക്ക് നടന്നു കയറുന്ന ആളെ കണ്ട് നന്ദയുടെ മുഖം വിടർന്നു. കമാൻഡർ BD യാദവായിരുന്നു അത്. യാദവ് നന്ദയുടെ മുന്നിലേക്ക് നടന്നു വന്ന ശേഷം സല്യൂട്ട് ചെയ്തു. ജയ് ഹിന്ദ് സാബ്. ജയ് ഹിന്ദ്. യാദവ്, ടേക്ക് യുവർ സീറ്റ്. നന്ദ യാദവിനെ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദയ്ക്കും രമണിനും സക്സേനയ്ക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് യാദവ് കസാരയിലേക്ക് ഇരുന്നു. കമാൻഡർ, താങ്കളെ വിളിപ്പിച്ചത് ഗൗരവമേറിയൊരു മിഷൻ താങ്കളെ ഏൽപ്പിക്കാനാണ്. ഈ വിവരം ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. പിന്നീട് നന്ദ മിഷനെക്കുറിച്ച് യാദവിനോട് പറഞ്ഞു. തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ ലഭിച്ച നിമിഷമാണതെന്ന് യാദവിന് മനസ്സിലായി. യാദവ്, ഈ മിഷന്റെ പേരാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്. നമ്മൾ 4 പേരെ കൂടാതെ ഇപ്പോൾ ഇതേക്കുറിച്ച് അറിയാവുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. ഈ മിഷനിൽ പാളിച്ച പറ്റിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അവരെയാകും. അതുണ്ടാകാൻ പാടില്ല. വിജയം അത് നമ്മൾക്കൊപ്പമാകണം. യെസ് സാബ്, ജീത് ഹമാരെ സാത്ത് ഹോഗി. യാദവ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ട് നന്ദയും രമണും ചിരിച്ചു. യാദവ്, താങ്കളുടെ കീഴിലായിരിക്കും മറ്റു ബോട്ടുകളും അതിലെ കമാൻഡർമാരും ഉണ്ടാവുക. സോ വാട്ട് ഈസ് യുവർ പ്ലാൻ ഓഫ് ആക്ഷൻ? സാബ്, വി ഹാവ് INS വീർ, INS നിപ്പഡ്, INS നിർഗഡ് മിസൈൽ കോർവെറ്റ് ഷിപ്സ് വിത്ത് മാക്സിമം 70 to 100 kilometers ഓഫ് ഫയറിംഗ് റേഞ്ച്. ഓരോ ഷിപ്പിലും 4 സോവിയറ്റ് നിർമ്മിത സ്റ്റിക്സ് മിസൈൽ വീതമാണ് ഉണ്ടാവുക. ഇതോടൊപ്പം നമുക്ക് INS ഹിൽട്ടൺ, INS കച്ചാലാൻഡി, സബ്മറൈൻ വെൽഫെയർ കോർവെറ്റുകളും INS പോഷക് ഫ്ലീറ്റ് ടാങ്കറും സ്ക്വാഡിനൊപ്പമുണ്ട്. ബട്ട് സാബ്, ദർ ഈസ് വൺ പ്രോബ്ലം. യാദവ് നന്ദയുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കമോൺ യാദവ്, ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് യുദ്ധതന്ത്രങ്ങൾ മെനയാൻ മാത്രമല്ല, നമ്മുടെ പോരായ്മകൾ കൂടി ചർച്ച ചെയ്യാനാണ്. എങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ സക്സസ് ആയി നടക്കൂ. നന്ദ യാദവിനോട് പറഞ്ഞു. സാബ്, നമ്മുടെ ഷിപ്പുകൾ ഇപ്പോൾ ഉള്ളത് മുംബൈയിലെ നാവികസേന ആസ്ഥാനത്താണ്. അവിടെ നിന്നും കറാച്ചി വരെ യാത്ര ചെയ്യാനുള്ള ഫ്യൂവൽ കപ്പാസിറ്റി നമ്മുടെ ഷിപ്പുകൾക്കില്ല. INS പോഷകിൽ നിന്നുള്ള ഫ്യൂവൽ ലഭിച്ചാൽ പോലും ഇത് സാധ്യമാകില്ല. നമ്മുടെ ബോട്ടുകളുടെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്നാണിത്. യാദവ് പറഞ്ഞു നിർത്തി. യാദവ്, നമുക്കെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാവും? രമൺ ആശങ്കയോട് ചോദിച്ചു. സാബ്, നമ്മുടെ ബോട്ടുകൾ റഷ്യയിൽ നിന്നുള്ള വലിയ മർച്ചന്റ് ഷിപ്പിൽ കയറ്റിയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇത്രയും ഭാരമേറിയ ബോട്ടുകൾ ഇറക്കാൻ പറ്റിയ ക്രെയിൻ മുംബൈ പോർട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് കൊൽക്കത്തയിലെ പോർട്ടിലാണ് ബോട്ടുകൾ വലിയ ക്രെയിൻ ഉപയോഗിച്ചിറക്കിയത്. അവിടെ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുവന്നതാകട്ടെ ബോട്ടുകൾ കെട്ടിവലിച്ചതുകൊണ്ടും. പക്ഷേ കൊൽക്കത്ത പോർട്ടിൽ നിന്നും ബോട്ടുകൾ പുറപ്പെട്ടതും സ്റ്റീൽ റോപ്പുകൾ പൊട്ടി തകരുന്ന കാഴ്ചയാണ് നാവികർ കണ്ടത്. എന്നാൽ സ്റ്റീൽ കേബിളുകൾ പരാജയപ്പെട്ടെടുത്ത് വിജയിച്ചത് ആന്തമാർ ദ്വീപ് സമൂഹങ്ങളിലെ ജർവയിൽ തദ്ദേശീയർ ഉപയോഗിച്ച സാദാ കയറാണ്, ജാർവാറിക് ജുഗാഡ്. അതിൽ രൂപമാറ്റം വരുത്തിയാണ് അത്ര ഭാരമേറിയ ബോട്ടുകൾ കൊൽക്കത്തയിൽ നിന്നും മുംബൈ വരെ എത്തിച്ചത്. അത് പറഞ്ഞിട്ട് യാദവ് മറ്റുള്ളവരെ നോക്കി. അവർ തൻ്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. സാബ്, കൊൽക്കത്തയിൽ നിന്നും മുംബൈ വരെ കെട്ടിവലിച്ചു കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ട് മുംബൈയിൽ നിന്നും കറാച്ചി വരെ ആയിക്കൂടാ? യാദവിൻ്റെ ചോദ്യം കേട്ടതും നന്ദ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് കൈയടിച്ചു. ബ്രാവോ കമാൻഡർ, ബ്രാവോ. താങ്കളുടെ അഭിപ്രായം തന്നെയാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം. ബോട്ടുകൾ കെട്ടിവലിച്ചുകൊണ്ട് കറാച്ചി തീരത്ത് 400 നോട്ടിക്കൽ മൈൽ വരെ നമുക്ക് പോകാൻ സാധിക്കും. പകൽ പാകിസ്ഥാനി എയർഫോഴ്സിന്റെ പെട്രോളിംഗ് കറാച്ചി തീരത്തുണ്ടാകും. അവരുടെ റഡാർ സിസ്റ്റത്തിൽ പെടാതെ കറാച്ചിയിൽ ആക്രമണം നടത്തണമെങ്കിൽ നമുക്ക് രാത്രി മാത്രമേ അതിന് സാധ്യമാകൂ. പാകിസ്ഥാനി എയർഫോഴ്സിന് രാത്രിയിൽ ആക്രമണശേഷി ഇല്ലെന്നത് നമുക്ക് ഗുണകരമാണ്. അതുകൊണ്ട് എന്തിനു വെയിറ്റ് ചെയ്യുന്നു? പോയി കാണിച്ചു കൊടുക്ക് ഇന്ത്യൻ നേവിയുടെ പവർ എന്താണെന്ന്. നന്ദ യാദവിന് നിർദ്ദേശം നൽകി. ആൻഡ് വൺ മോർ തിങ് യാദവ്. നന്ദ പറഞ്ഞത് കേട്ട് യാദവ് എന്താണെന്ന മട്ടിൽ അയാളെ നോക്കി. എന്താ സാബ്? അവൻ ചോദിച്ചു. അപ്പോഴേക്കും നന്ദ തൻ്റെ മേശപ്പുറത്ത് നിന്നും ഒരു കടലാസ് കഷ്ണമെടുത്ത് യാദവിന് നൽകി. യാദവ്, കീപ് ദിസ്. കറാച്ചിയിൽ നിന്നും എനിക്ക് കേൾക്കേണ്ടത് ഈ വാക്കാണ്. അത് കേട്ട യാദവ് പേപ്പർ തുറന്നു നോക്കി. ഇനി ലാസ്റ്റ് ഒരു പാർട്ടും കൂടെ ഉണ്ടാവുള്ളൂ. ഇത് വലിയ സ്റ്റോറി ആയതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയത്. ആ പാർട്ടിന് വേണ്ടി നിങ്ങൾ 1-2 ദിവസം കാത്തിരിക്കണം. അടിപൊളി ക്ലൈമാക്സ് ആണ്. ഒട്ടും വിചാരിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ ഒന്ന് കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. തൊണ്ടയൊന്നും വയ്യാട്ടോ. ലവ് യു ഓൾ. അപ്പോൾ ബൈ.